എൻ്റെ അടുത്ത് ഇപ്പോഴൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ തിലകേട്ടൻ്റെ ഇങ്ങനെ ഷോൾഡറിൽ കൈയെ കെട്ടിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ മൈ ഗട്ട്സ്. ദാറ്റ് വാസ് തിലകേട്ടൻ. സ്റ്റാർട്ടിങ് സീൻ അങ്ങനെയാണല്ലോ, എൻ്റെ പേര് താഴത്തെ വീട്ടിലേക്ക് കൊല്ലാൻ വേണ്ടി കൊന്നതാണ്, സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ്. ഒരു ന്യൂ കമ്മറിന് യു ഗിവ് ഒരു എക്സ്പീരിയൻസ് ഡബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്യണം എന്നുള്ളത് ഒരു നിയമമായിരുന്നു. 2:30 എണീച്ച് 3 മണിക്ക് അബ്ബാസും ഞാനൊക്കെ ഒരു കാറിൽ ഈ കല്ലും മണ്ണും മഴയൊക്കെ പെയ്ത് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അങ്ങനത്തെ വഴി കൂടെയാണ് പോകുന്നത്. ദർ വാസ് നോ റോഡ്സ്. എനിക്ക് ആ സമയത്താണ് പ്രതാപേട്ടന് നാഷണൽ അവാർഡ് കളക്ട് ചെയ്യാൻ പോകേണ്ട സമയത്ത് 2 ദിവസം MT സാറാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ SSLC എക്സാം കഴിയുന്ന ദിവസം രാത്രി വണ്ടി കയറി ഞാൻ ഷൊർണൂരിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് ആഘോഷമോ മറ്റൊരു പരീക്ഷ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയാലൊക്കെ അന്നത്തെ ഒരു ചടങ്ങാണ്. അന്ന് രാത്രിത്തെ വണ്ടിക്ക് ഷൊർണൂർ എത്തണം, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ട്. അപ്പൊ അടുത്തന്നെ എന്നെ വിളിക്കാൻ വന്നത് നമ്മുടെ ശ്രീനേട്ടൻ. ഈ ചതികാശ് ക്ലൈമാക്സും ഇപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ, ബിഹൈൻഡ് ദ സീൻ. പലതരം ഭൂതങ്ങൾ. ശോഭന എന്നോട് പറഞ്ഞത് ഇതാണ്, ജസ്റ്റ് ഡു വാട്ട് പാച്ചിക്ക ടെൽസ് യു, നോട്ട് എ പേഴ്സൺ ലെസ്, നോട്ട് എ പേഴ്സൺ മോർ. വെൽക്കം ഇനിതേട്ടാ. താങ്ക് യു റാൽഫ്. ചില സിനിമകൾ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അതിലെ ചില മൊമെൻറ്റ്സ്, ചില സ്പേസ് നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നൊസ്റ്റാൾജിയ കിക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ പലരും കണ്ടിട്ടില്ലാത്ത പല സ്പേസുകൾ, ഈ പറഞ്ഞ കേരളത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് പല സ്പേസുകൾ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ക്രീൻ മൊമെൻ്റാണ് നക്ഷതങ്ങളിൽ ഈ വരാന്തയിൽ നിന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഈ കുഞ്ഞുണ്ണി മാഷിന് കവിത അയച്ചു കൊടുത്തു, വാരികയിൽ നോക്കി വായിക്കുന്ന നൈറ്റിലാണ് സീക്വൻസ്. ഈ പറഞ്ഞ അവിടുത്തെ റഷും സൗണ്ടും എല്ലാ ആംബിയൻസിലുണ്ട്. ആ പെർട്ടിക്കുലർ സീക്വൻസ് അതിൽ കൈൻഡ് ഓഫ് തുടക്കമാണല്ലോ. അവിടെ സിനിമയിലും നിങ്ങൾ ആദ്യം കണ്ടുമുട്ടേണ്ട മൊമെന്റ് ആണ് അവിടെ. അല്ല, അതിനു മുമ്പേ കാണുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട് ലോഡ്ജിൽ നിന്ന്. അവിടെ മോക്കിയല്ലോ, വഴക്ക് പറയുന്ന സമയത്ത് വിളിക്കുമ്പോൾ ഇവിടെ ഒരു ചിരി ചിരിക്കും. അത് പിന്നെ ഇഷ്ടപ്പെടാണ്ട് ഒരു നോട്ടം നോക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. പക്ഷെ ഇവന്റെ ഫാസിനേഷൻ മാതൃഭൂമിയാണ്. അതൊരു നക്ഷതങ്ങൾ പോലൊരു സിനിമ. അതിൽ ഈ പറഞ്ഞ നമുക്ക് റീവിസിറ്റ് ചെയ്യുമ്പോൾ കിക്ക് ചെയ്യുന്ന നൊസ്റ്റാൾജിക് എലമെന്റ്സ് ഉണ്ട്. ഈവൻ പാട്ടുകൾ ഉറപ്പായിട്ടും ആ വേൾഡ് ക്രിയേഷന്റെ ഭാഗമാണ്. ഭയങ്കര ഒരു ടീമായിരുന്നല്ലോ ആ സിനിമയുടെ. എല്ലാവരും ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ലെജൻസ് ആണ്. നമ്മൾ കംപ്ലീറ്റ് പാക്കേജ് പടം എന്ന് പറയുന്ന പോലെ ലെജൻഡറി പാക്കേജ് ആണ് അത്. ആക്ച്വലി എനിക്കൊക്കെ നക്ഷത്രങ്ങൾ ആസ് എ ക്രാഫ്റ്റ് സിനിമ അത് ഇറ്റ്സ് ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. പക്ഷേ ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ പേഴ്സൺ എനിക്ക് ഇന്നും മെമ്മറീസ് ഓഫ് ഹൗ ഹരിഹരൻ സർ നമ്മളെ മോൾഡ് ചെയ്തത്. ഞാനും മോനിഷയും സലീമൊക്കെ കൂടി നമ്മുടെ കോമ്പിനേഷൻ സീക്വൻസസ്, പൊന്നമ്മ ചേച്ചീൻ്റെ കൂടെയും പപ്പുവേട്ടൻ, കുതിരട്ടൻ പപ്പുവേട്ടൻ്റെ കൂടെയും, വർമ്മ സാർ, ബഹദൂർ ക, ഇങ്ങനത്തെ ഗ്രേറ്റ്സ്, തിലകേട്ടൻ, ജയചന്ദ്രൻ ചേട്ടൻ, ഇവരെ കൂടെയൊക്കെയുള്ള മൊമെന്റ്സ്. പക്ഷെ അന്ന് എന്താ വെച്ചാൽ ദിർ ഓൾ ഗ്രേറ്റ് പീപ്പിൾ എന്നറിയാം, പക്ഷെ അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ള അനലൈസ് ചെയ്യാനുള്ള പ്രായമൊന്നുമില്ല. പക്ഷെ ഭയങ്കര അത്ഭുതമായിരുന്നു ആക്ച്വലി ആ പ്രായത്തിൽ എനിക്ക്. ബിക്കോസ് ഇതൊന്നും ഒരു ബേസിക് ട്രെയിനിങ്ങോ ഒന്നുമില്ലാതെ വരുന്നില്ലേ. അപ്പം അല്ല, അവിടെയൊക്കെയാണ് ഞാൻ ഇന്നും ഞാൻ പറഞ്ഞത്, ഹരൻ സാറൊക്കെ നമ്മളെ മോൾഡ് ചെയ്തെടുത്തത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആക്ച്വലി. ഒരു ക്യാരക്ടറായിട്ട് ആ ഈ വരുന്ന ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്ത് അങ്ങ് കൊണ്ട്, അതും ഒരു പരിശീലനവും അത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. ഇപ്പോൾ മോഡുലേഷൻ ആയാലും ടൈമിങ് ആയാലും അതൊക്കെ പറഞ്ഞു. പക്ഷെ അത് വളരെ പേഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്തു. അപ്പോൾ ആ മോർ ദെൻ പിന്നെ ആ ആംബിയൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അമ്പലത്തിൻ്റെ ഇപ്പം ആ ഹോട്ടലിൽ ഇല്ലാന്ന് തോന്നുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത്. അപ്പോൾ അവിടുന്ന് നേരെ പ്രദർശനം വെക്കുന്ന കാണാം, ശിവയിലൊക്കെ പോകുന്നത്. യു ക്യാൻ സീ ദാറ്റ്. ആൻഡ് അത് ഭയങ്കര മെമ്മറി ആയിരുന്നു. ആ ചുറ്റുവിളക്ക് കത്തിച്ച് വെച്ചതും നമ്മൾ രാത്രി അവിടെ ഷൂട്ട് ചെയ്യുമ്പം. ആൻഡ് ഹരൻ നമ്മുടെ വറീസ് ഡയലോഗ്, ആ ടൈമിങ്, ഇന്ന സമയത്ത് ഇന്ന പൊസിഷനിൽ, ബിക്കോസ് ഫോക്കസും കാര്യമൊക്കെ ഉണ്ടല്ലോ, ഇത്ര ഇതിൽ നിൽക്കണം. അപ്പോൾ ഷാജി സാറാണ് ക്യാമറ, ഷാജിൻ കരുൺ. സോ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, ഈ 100 ലെൻസ് ഇട്ടാൽ അധികം മുഖം തിരിച്ച് കളിക്കാൻ പാടില്ല. സോ അത് മനസ്സിൽ വേണം. ലൈറ്റ് ക്യാച്ച് ചെയ്യണം, ഡയലോഗ് കറക്റ്റായിട്ട് പറയണം. ഡയലോഗ് സാർ എങ്ങനെയാണോ ആ ടൈമിങ് പറഞ്ഞത് അതുപോലെ ഒന്ന് വായിക്കാൻ തരുമോ എന്നുള്ളത് നോക്കിയിട്ട് ചോദിക്കണ്ടല്ലോ.
അത് വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം, അത് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ആ ന്യൂവൻസസിൽ അപ്പം മോനിഷാൻ്റെ ഒരു ഒത്തോറിറ്റേറ്റീവ് ആയിട്ടൊരു നോക്കിയത് എൻ്റെ ബുക്കാണെന്നുള്ള രീതിയിലുള്ള നോട്ടങ്ങൾ ഇത് സാറ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മെമ്മറീസ്. ആൻഡ് സോ ഇറ്റ് വാസ് ലൈക്ക് നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ മോർ ദൻ ദാറ്റ് ആ പ്രോസസ്സിൽ നമ്മളെങ്ങനെ അലിഞ്ഞു ചേരുന്നു എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളിൽ അന്നുമുണ്ട്. അത് സാക്ഷാൽ പ്രണാമം ഹരിഹരൻ സാറിന്, അദ്ദേഹം എങ്ങനെ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. സോ അതെല്ലാം ഗ്രേറ്റ് മെമ്മറീസ്. ഈ നേരത്തെ പറഞ്ഞ പ്രഷ്യസ് മൊമെന്റ്സിൽ തീർച്ചയായിട്ടും. അല്ല, ആ സിനിമയിലൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ തിലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാനും തിലേട്ടൻ മാത്രമേ ഉണ്ടാവൂ ഷൂട്ടിങ്ങിൽ. ഞാൻ ഐ വാസ് 15 കൈൻഡ് ഓഫ് 16. പക്ഷെ ഇതൊരു ഫ്രണ്ട്ലി ആയിരുന്നു അറിയാം എന്നോട്. ഇപ്പം ആ വീട്ടിലെ സീൻസ് ഇല്ലേ, ഈ കുരങ്ങനും ഞാനും തിലേട്ടനും വിളമ്പി കൊടുക്കുന്നതും ഈ പുറത്തുനിന്ന് ഇത് പറയുന്നതും ഇയാൾ ഇവനെ അധിക്ഷേപിക്കുന്നതെല്ലാം ജയചന്ദ്രൻ ചേട്ടൻ വരുമ്പം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാൽ മറ്റേ പറമ്പിലെ പണി ആരാടാ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിലേട്ടനും ഞാനും ഒരു സൈഡിലിരിക്കും. അദ്ദേഹം പല പല പഴയ നാടകങ്ങളുടെ കഥകൾ, പിന്നെ അദ്ദേഹം അപ്പം ബിക്കോസ് വളരെ ബിസി ആയിട്ട് ജ്യോതി സാറിൻ്റെ പടം, സത്യേട്ടൻ്റെ പടം, പ്രിയേട്ടൻ, ഇങ്ങനെ സിബിയേട്ടൻ്റെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറന്ന് അഭിനയിക്കുന്ന സമയമല്ലേ അത്. ഇപ്പം വളരെ പ്രഷ്യസ് ആയിരുന്നു. ഇവരെ ഡേറ്റ്സ് വെച്ചിട്ടാണ് അന്നെല്ലാം, ബിക്കോസ് വി ആർ ഓൾവേസ് ദ ഈ മെയിൻ കാസ്റ്റ് പുതുമുഖങ്ങൾ ഫുൾ ടൈം ഉണ്ടാവും. അപ്പം 60 ദിവസം ഷൂട്ടിങ്, സർഗം 60 days നമ്മളുണ്ട് അവിടെ. അപ്പം അത് ഈ അമ്പിളിച്ചേട്ടൻ, ജഗതിച്ചേട്ടൻ, തിലകേട്ടൻ, പപ്പുവേട്ടൻ ഇവരുടെയൊക്കെ ഡേറ്റ്സ് കോർഡിനേറ്റ്. പക്ഷെ അന്നൊക്കെ അത് വളരെ പ്ലാൻഡ് ആയിരുന്നു. ആൻഡ് ഇവരുടെ ലെങ്തി സ്കെഡ്യൂളും ഇല്ലല്ലോ, വളരെ പെട്ടെന്ന് സിനിമകളും. അതെ, അല്ല, പക്ഷെ ഹരൻ സാറിൻ്റെ ഒക്കെ ഡെഫിനറ്റ്ലി 30 days അങ്ങനെയായിരുന്നു അത്. ബിക്കോസ് ക്രാഫ്റ്റിന്റെ പ്രോസസ് അങ്ങനെയായിരുന്നു അവരുടേത്. ആൻഡ് ഇറ്റ് വാസ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണല്ലോ. ആൻഡ് ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിലൊന്നും അങ്ങനെ അധികം ടൈം പോയതായിട്ട് എനിക്ക് ഓർമ്മ. ജനറലി അങ്ങനെ പറ്റും ചിലപ്പം. പുതുമുഖങ്ങൾ പഠിച്ചെടുക്കാനും അതൊക്കെ നേരത്തെ കഴിയും. ഡയലോഗ് പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ഏകദേശം അവിടെ വന്ന് പിന്നെ ടു മെനി റിഹേഴ്സൽസ് ഉണ്ടാവും. പക്ഷേ കറക്ഷൻസ് അധികം വരുള്ളൂ. പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ അബ്സോർബ് ചെയ്ത് ചെയ്യുമായിരുന്നു. മുനിഷതെ, സലീമതെ, ഞാനും അതെ, ആസ് ന്യൂ ഫേസസ്. സോ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് സമയം ഒരു ദിവസം അര ദിവസം കൊണ്ട് എടുക്കേണ്ട സീൻ ഒരു ദിവസമായി, കുറേ ടേക്സ് അല്ലെങ്കിൽ കുറേ റിഹേഴ്സൽ അങ്ങനെ ഇല്ലായിരുന്നു. യൂസ് ടു അബ്സോർബ്. അത് ആ ഒബ്സർവേഷൻ എനിക്ക് തോന്നുന്നു ഈ ഡാൻസ് ട്രെയിനിങ്ങിന്റെ ഒരു ആ അബ്സോർപ്ഷൻ. നമ്മൾ ഇപ്പം സാറ് പറയുന്നത് അങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ എടുക്കണം, അത് ഒരു ഗുണമുണ്ടായിരുന്നു. ഡാൻസ് ട്രെയിനിങ് ആയിരിക്കണം. സോ അവിടെ കോൺസെൻട്രേഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. സോ ഈ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തിലകേട്ടനൊക്കെ എക്സ്ട്രീംലി എനിക്ക് ഒരിക്കലും ഒരുപാട് എന്നെക്കാളും പ്രായമുള്ളതും സീനിയറായ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് ദൂരെ പോയിരിക്കണം അങ്ങനെയൊന്നുമില്ല. ഹി വാസ് വെരി വേൺചേട്ടനൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾ കൂടെ ഇരിക്കും, ഒരുമിച്ച് ചിലപ്പോൾ ഞാൻ തിണ്ണയിലിരിക്കും, സിലേട്ടൻ അവരുടെ ചെയർസ് ഉണ്ടെന്ന്. ഒരു പ്രത്യേകതരം ചെയർസിലാണ് ഈ ചീഫ് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും. സോ ഞങ്ങൾ അതിൽ കയറിയിരിക്കില്ല. അതൊരു എന്താ എല്ലാവർക്കും അറിയാം ആ സെൻസ് ഓഫ് ഡിസിപ്ലിൻ. അതാണ് അത് റെസ്പെക്ടിങ് യുവർ എൽഡേഴ്സ്. ഇപ്പൊ വെൻ ഹരിഹരൻ സർ സിറ്റിംഗ്, യു വോണ്ട് ഗോ ആൻഡ് സിറ്റ് ഇൻ എ ചെയർ നെക്സ്റ്റ് ടു ഹരൻ സർ. സോ ദാറ്റ് സെൻസ് എവ്രിബഡി ഹാസ്. ആൻഡ് അതുപോലെ തിലകേട്ടനും ഇപ്പം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് ചിലപ്പോൾ നിലത്തിരിക്കും, അല്ലെങ്കിൽ ആ സൈഡിലിരുന്ന് ഹി യൂസ് ടു കൺവേഴ്സ്. ആൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു തിലകേട്ടന്. ആൻഡ് കുറേ പടങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സിനിമകളും എല്ലാം ഹി വാസ് വെരി ഫോണ്ട് ഓഫ് മീ. ഒന്ന് അദ്ദേഹത്തിന് ശാസ്ത്രീയ കലകളോട് ഭയങ്കര ആരാധനയായിരുന്നു. ഈ നൃത്തത്തിനോടുള്ള ആരാധനയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും, മോഹിനിയാട്ടത്തിനെ കുറിച്ച് സംസാരിക്കും. ദെൻ അബൌട്ട് തിയേറ്റർ, ഹിസ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ആർമിയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ. ആൻഡ് ഭയങ്കര രസത്തിൽ പാടുമായിരുന്നു തിലേട്ടൻ ഓൾഡ് ഹിന്ദി സോങ്സ്, മുഹമ്മദ് റാഫിൻ്റെ ഒക്കെ. അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിത്തരും. നിനക്ക് ആ പാട്ട് അറിയോ, അതിൻ്റെ വരികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചില പാട്ടുകൾ, ഭഗവാനിലെ പാട്ടുകൾ. സോ അങ്ങനെ ഒരു ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വി വർ ലൈക്ക് ബഡീസ്. മുന്തിരിത്തോപ്പിൻ്റെ സമയത്ത്
ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ തിലകേട്ടൻ്റെ ഇങ്ങനെ ഷോൾഡറിൽ കൈയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ മൈ ഗട്ട്സ് അന്ന്. So that was Tilagayan. See, even though he was a very, disciplined, work കാര്യത്തിലൊക്കെ എക്സ്ട്രീംലി പ്രൊഫഷണൽ. ഇപ്പോൾ എവിടെന്നെങ്കിലും പിറ്റേ ദിവസം എത്തണമെങ്കിലൊക്കെ ഓൺ ഡോട്ട് രാവിലെ 7 മണി എന്നാണ് ലൊക്കേഷനിൽ എത്തിയിരിക്കും. അങ്ങനെ ഒരു ഡിസിപ്ലിനുള്ള മനുഷ്യനായിരുന്നു തിലകേട്ടൻ ഈ വർക്കിംഗ് പാറ്റേണിലൊക്കെ. സോ ദാറ്റ് വാസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ഓഫ് ദം കേട്ടോ. ഇപ്പം വേണുചേട്ടനായാലും സുകുമാരി ആൻറ്റി ആയാലൊക്കെ അതാണ് ഈ പ്രഷ്യസ് മെമ്മറീസ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് തന്നെ. സോ ഇമ്മീഡിയറ്റ്ലി ആൻഡ് അതൊരു ഓസ്മോസിസ് പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇവരൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടാവും. സോ വെൻ ദ ടൈം കംസ് ഇറ്റ് ജസ്റ്റ് കംസ് ഔട്ട്. ഡാൻസിങ്ങിൽ അത് പറയും നമ്മൾ. മൈ ഗുരു ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഓൾവേസ് സേസ് കുട്ടികളോട് ഒബ്സർവേഷൻ ക്ലാസ് എന്ന് പറയും. ഇപ്പൊ ഇഫ് ഷീ ഈസ് റിഹേഴ്സിംഗ് എ പ്രൊഡക്ഷൻ they will sit and watch. You're watching Dr. Padma dancing or rehearsing. അത് അപ്പം അവർ ആ ഗുരു ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ. ഒബ്സർവേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആക്ച്വലി. അത് സിനിമയിലും അതെ ഡാൻസിലും. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇരുന്നിട്ട് വിനീതേട്ടൻ്റെ ഫിലിമോഗ്രഫി എടുക്കുന്നു, സിനിമകൾ പിന്നെയും റീവാച്ച് ചെയ്യായിരുന്നു. ഇടനിലങ്ങൾ ഇറങ്ങിയിട്ട് 40 വർഷം, ആക്ടർ വിനീതിൻ്റെയും 40-ാം വർഷം. ഇടനിലങ്ങളിലെ ആദ്യം നമ്മൾ വിനീതേട്ടൻ സ്ക്രീനിൽ കാണുന്നത് ഈ മതിലിനോട് ചേർന്ന് കപ്പലണ്ടി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ നടക്കുന്ന ആക്ടിവിറ്റികളെല്ലാം. അവസാനം നമ്മൾ എക്കോയിലെ ആദ്യ സീനിൽ കാണുന്നതും ഒരു ജനലയുടെ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വിനീതേട്ടനെയാണ്. ഞാൻ ജസ്റ്റ് സന്തോഷത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ 40 വർഷത്തെ യാത്ര വലിയ യാത്രയാണ്. പല ഭാഷകൾ, സിനിമകൾ, ഡാൻസ്, പാട്ട് എല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഈ പറഞ്ഞ ആർട്ടിനോട് കൂടെ തന്നെ ചേർന്ന് പോയൊരു യാത്ര. ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എന്താണ് ശരിക്കും അച്ചീവ്മെന്റ്? അച്ചീവ്മെന്റ് പ്രഷ്യസ് മൊമെന്റ്സ്, മെമ്മറീസ്. വളരെ വളരെ ആദരണീയരായ കലാകാരന്മാർ, അത് സിനിമയിലായാലും നൃത്തത്തിലായാലും ആ ജേർണിയിൽ നമ്മൾ കണ്ട് പഠിച്ച് വളരുന്ന, ഇൻസ്പയർഡ് ആവുന്ന, ദാറ്റ് ഈസ് മൈ അച്ചീവ്മെൻറ്റ്. ദാറ്റ് ഈസ് അവർ ഗ്രോത്ത്. ഈ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ അതിപ്പോൾ പുതുമുഖങ്ങളായിരിക്കാം നമ്മളെ കൂടെ. എനിക്കിന്നും എനിക്കൊരു ഫസ്റ്റ് ഡേ പോലെയാണ് ഒരു സെറ്റിൽ. നമ്മൾ ഓഫ് കോഴ്സ് ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ ആ വെൻ യു ഗോയിങ് ടു എ സെറ്റ് ഓർ ഈവൺ എ പെർഫോമൻസ്, അത് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. അത് I think it is a never-ending process. അത് irrespective of your, a number of years of experience. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ അപ്രോച്ച് ടു തിങ്സ്, വർക്ക് റിലേറ്റഡ് ഡിസിപ്ലിൻ, ഇതെല്ലാം ഓക്കെ. പക്ഷെ മോർ ദാൻ ദാറ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പം ഈ പ്രഷ്യസ് മൊമെൻറ്റ്സ് ഇൻ ലൈഫ്. ആൻഡ് അത് ഐ എം ട്രഷറിങ് ദാറ്റ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഈ ഒരു ആർട്ട് വേൾഡ്. സിനിമ എസ്പെഷ്യലി ഒരു മാജിക്കൽ പ്രൊഫഷനാണത്. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇഫ് യു വിത്ത് ദ റൈറ്റ് ടീം, ഇറ്റ്സ് എ ഡ്രീം വേൾഡ്. അതെ, നമുക്ക് എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ്. ലൈക്ക് അത് കഥാപാത്രങ്ങളായാലും സിനിമയായാലും നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരായാലും എല്ലാത്തിനും ഉപരി ആ പ്രൊഡക്ഷൻ ടീം, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു പീസ് ഓഫ് ക്രാഫ്റ്റ്, ഒരു ആർട്ട് വരുന്നത്. സോ precious memories, that is the greatest achievement, and many more to achieve, because journeys are a never ending process. Whether in art, since I am into dancing also, അത് every day is ഒരു പഠനാനുഭവമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, സെൽഫ് യു കീപ് ഇംപ്രൂവിങ്. സോ അതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇതെല്ലാം പറയുന്ന സമയത്ത് ഇപ്പോൾ എക്കോ ആണ് ടോക്ക് ഓഫ് ദി ടൗൺ. അതിൽ തന്നെ മോഹൻ ബോധൻ, എനിക്ക് തോന്നുന്നു കരിയറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഷെയ്ഡിലൂടെയും പോകുന്ന ക്യാരക്ടർ. സിനിമ തന്നെ ടോട്ടൽ സ്ട്രക്ചറിങ്ങിൽ ചെയിൻ ഓഫ് മിസ്റ്ററീസിലാണ് ഈ പറഞ്ഞ നോട്ട് ഇട്ടിട്ടുള്ളത്. അതിൽ വൺ ഓഫ് ദി നോട്ടാണ് ഈ ക്യാരക്ടർ. ഒരു പോയിന്റിൽ പോലും അധികം നൽകിയാൽ ചിലപ്പോൾ റിവീലായി പോവാം. അവിടെ വളരെ കൺട്രോൾഡായ ആക്ടിങ്, കൺട്രോൾഡായ ഡയലോഗ് ഡെലിവറി, അതിനെല്ലാം ഒത്തവണ്ണമുള്ള രസമുള്ള വിഷ്വൽ പ്ലേസ്മെന്റ്. എക്കോൻ്റെ ഒരു പോസ്റ്റ് റിലീസ്
സിനിമയ്ക്ക് കിട്ടുന്ന അപ്രിസിയേഷൻസ് എന്താണ് ഒരു ആക്ടർ ചെറിഷ് ചെയ്യുന്ന മൊമെന്റ് ഇപ്പോൾ? ആക്ച്വലി മോർ ദൻ ആൻ ആക്ടർ, ഞാനൊരു പ്രേക്ഷകനായിട്ടാണ് ആദ്യം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഓൾ ഓഫ് ദ ഫിലിംസ് ഇൻ ടോട്ടാലിറ്റി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പീലിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ തോന്നിയൊരു സിനിമയാണിത്. ആൻഡ് ഇതിൻ്റെ ഒരു മാജിക് ഒരു അൺറിസോൾവ്ഡ് പസിലാണത്, ഈവൻ ദ സ്ക്രിപ്റ്റ്. സോ മേ ബി ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യണം, എസ്പെഷ്യലി ടൈം ലൈൻസ് ഇതിൻ്റെ. അത് നമ്മളിപ്പോഴും തിയേറ്ററിൽ പോയി നമ്മൾ ആ ടൈം ലൈൻ മിസ് ചെയ്താൽ യു വോണ്ട് ബി ഏബിൾ ടു കണക്ട്. അങ്ങനെ ഒരു ബ്രില്യൻറ്റ് വേ ഓഫ് റൈറ്റിംഗ് ആണ് ബാഹുൽ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇൻഫാക്ട് ഷൂട്ട് ചെയ്യുമ്പം തന്നെ എനിക്കൊക്കെ പല പല ഡൗട്ട്സ്, അതെങ്ങനെ ഇങ്ങനെയല്ലേ, അതിങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞ് അഗെയിൻ അതിൽ പോയി വായിക്കും. എന്നിട്ടും ക്ലാരിറ്റി കിട്ടിയില്ലേ ബാഹുലിയുടെ. അപ്പം ബാഹുൽ അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് അതിൻ്റെ കണക്ഷൻ. അതിൽ വർക്ക് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഫസ്റ്റ് ഡേ വി ഹാഡ് എ സ്പെഷ്യൽ ഷോ വിത്ത് ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ്, ലോട്ട് ഓഫ് വെരി പോപ്പുലർ ആർട്ടിസ്റ്റ്, ഡയറക്ടേഴ്സ് എല്ലാം, പിന്നെ ഫിലിം ഫ്രെറ്റേണിറ്റി, മീഡിയ കുറേ പേരുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ട്രാൻസിൽ അങ്ങനെ അധികം, ആൻഡ് ഫസ്റ്റ് ടൈം യു ആർ വാച്ചിങ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരം പടങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 times നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം അതൊരു ഭയങ്കര ഒരു പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഓർ സോൾവിങ് ദ പസിൽസ്. അതാണ് ബാഹുലിൻ്റെ ഒരു ടെക്നിക് ഇൻ ദിസ് മൂവി. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഓഫ് സ്റ്റൈലിങ്ങിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസിൽ കൂടെ വന്നതായിരിക്കാം. അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ടാണോ അത് ചെയ്തത്, അത് ഡിഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, ഐ ഡോണ്ട് നോ. മേ ബി ഹി മസ്റ്റ് ഹവ് ആ ഒരു പാറ്റേൺ, ബിക്കോസ് അതിൻ്റെ ഒരു മാസ്റ്റർ ആണല്ലോ ബാഹുൽ. ഈ ഇഷ്കന്താകാണ്ട് ആയാലും ക്രൈം ഫയൽസ് ആയാലൊക്കെ. പക്ഷെ ഇതിൽ വേറൊരു കാര്യം, ഈ വെൻ യു കം ടു ദ ക്യാരക്ടർ, ഐ വാസ് സ്ലൈറ്റ്ലി നെർവസ് ആക്ച്വലി ആദ്യം. ഞാൻ എങ്ങനെ ഐ കുഡൻ പ്ലേസ് മൈ സെൽഫ്, ബിക്കോസ് ഭയങ്കര വാക്കിയാണ് ദിസ് ഗൈ ആൻഡ് മീൻ ആൻഡ് ഈവിൾ ഉള്ളിൽ. ഈ കുര്യച്ചൻ്റെ കൂടെ കൂടിയിട്ട് ഈവിളിഷാണ് ഉള്ളിൽ. അത് ഇടയ്ക്ക് ഈ മുഖത്തിങ്ങനെ വരും. ഇവൻ്റെ ചില ചിരികളും നോട്ടങ്ങളെല്ലാം അത് ഒരു ബേസായിട്ട് വേണം എന്നുള്ളത് ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് രണ്ടാളും ദിജിത്തും ബാഹുലും വെരി ക്ലിയർ, എക്സ്ട്രീംലി ഒരു ഡോണ്ട് കെയർ കൈൻഡ് ഓഫ് രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് പോസസ് ആൻഡ് എനിക്ക് ഒരുപാട് ഡയലോഗ് ഓറിയൻറ്റഡ് സീൻസ്, ആ 2 ലെങ്തി സീൻസാണ്. അപ്പം ഈ പീയൂഷിനായിട്ട് സംസാരിക്കുന്നത് ഇവൻ ചോദിക്കുന്നില്ല നീ എപ്പോഴാണ്, എന്താണ്, ഏത് കേസാടാ മോനെ ഇത് എന്നൊക്കെ ചോദിച്ചു വരുന്ന സമയം, അതിലെല്ലാം ഈ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ലേയേർഡാണ്. അത് തന്നെ ഇഫ് യു ലിസൺ ടു ഇറ്റ്, സി ഇപ്പം നമ്മളത് അങ്ങനെ ഇറ്റ്സ് ലൈക്ക് യു പ്രിപ്പയറിങ് ഫോർ എക്സാം പോലെ ശ്രദ്ധിച്ച് കേൾക്കണത്. ആക്ച്വലി ഇപ്പം ലൈറ്റായിട്ട് എന്തോ ഒരു ഡയലോഗ് കേട്ട് പോകുന്ന പോലെ ഇത് ഈ സിനിമയിൽ പറ്റൂല. ആക്ച്വലി ഓഡിയൻസിനൊക്കെ നല്ല ജോലി കൊടുക്കുന്നുണ്ട് ബാഹുല്. ദിസ് നോ സ്പൂൺ ഫീഡിങ്. അത് തന്നെയാണ് ഇതിൻ്റെ പറ്റി. അപ്പം ഇതിൽ ആ ഡയലോഗ്സിൽ there has to be clarity. At the same time, you have to maintain that pace. He was very particular. That was a challenge for me. Because എൻ്റെ ഒരു പാറ്റേൺ ഓഫ് ലേണിംഗ് ലൈൻസ് അതിൻ്റെ pauses, എവിടെയൊക്കെ ഇൻറ്റൻസിറ്റി കൂട്ടണം. നമ്മളൊരു ഡ്രമാറ്റിക് എലിമെൻ്റ് അതിൽ, നോട്ട് എവ്രിതിങ്, നോട്ട് ഇൻ ഓൾ ക്യാരക്ടേഴ്സ്, ചിലതിൽ അത് ഭയങ്കരമായിട്ട് റിക്വയർഡ് ആണ്. യു കാൺ ജസ്റ്റ് ബ്ലൈൻഡ്ലി സേ ലൈൻസ്. ഇപ്പം ഞാനൊരു ഡയലോഗ് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ, റാൽഫിൻ്റെ റിയാക്ഷൻ ഐ ഹാവ് ടു വെയിറ്റ് ആൻഡ് കൗണ്ടർ റിയാക്ട് ടു ദാറ്റ്. അങ്ങനെ മൊമെന്റ്സ് ഉണ്ട് വിച്ച് ഡസ് മാജിക് ഓൾസോ. പക്ഷെ ഇവർക്ക് they didn't want that at all. Because in fact I am an actor who likes to prepare my lines. So ഞാൻ ഫുള്ളായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ജനറലി, അൺലെസ് if there's ഒരു കറക്ഷൻ or റിവിഷൻ or something like that, അങ്ങനെ വെരി റെയർലി. പക്ഷെ ഇപ്പം എസ്പെഷ്യലി ഇപ്പം പാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് അത് നേരത്തെ വാങ്ങി അത് thorough ആക്കുക, those lines. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഒന്ന് നമ്മളുടെ ഒരു ഇതെങ്ങനെ വേണമെങ്കിൽ മോൾഡ് ചെയ്യാം. ഇപ്പം ആ സംവിധായകൻ എന്താണോ ഉദ്ദേശിക്കുന്ന മനസ്സിൽ ആ രീതിയിൽ ചെയ്യേണ്ടതാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ഓഫ് കോഴ്സ് ഡിസ്കസ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാവോ ഇത്. അപ്പം ഇപ്പം ഇങ്ങനത്തെ ഇപ്പം ബാഹുൽ ദിൻജിത്തൊക്കെ വെരി ക്ലിയർ ആൻഡ് സ്ട്രോങ് കൺവിക്ഷനുള്ള ഡയറക്ടേഴ്സാണ്. സോ അവർക്ക് there's no confusion. They very clear this is like this. സോ അതിന് അപ്പം
ചില സമയത്ത് ഞാൻ പെർഫോം ചെയ്യുമ്പം ചേട്ടാ ഇനി അത് ഇനിയും കാഷ്വൽ ആക്കാം, യു കെൻ ബി വെരി യുനോ. അപ്പം ഇതിലെ ഈ അണ്ടർലൈൻ ഡ്രാമ ഐ എം വെറീഡ്. ബിക്കോസ് ഇയാൾ പറയുന്ന ഭയങ്കര ഇൻറ്റൻസ് ആയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈവൻ ദറ്റ് ഡയലോഗ് വെയർ ഹി സേസ്, പണ്ട് ഇവിടെ ഒരു പൊത്ത് അല്ലെങ്കിൽ ഒരു ഗുഹ 24 മണിക്കൂർ, ദിസ് ക്യാൻ ബി സെറ്റ് ഇൻ എൻ അതർ വേ. അതായത് അതിലൊരു നിഗൂഢത ഉണ്ടല്ലോ ഈ അത് അങ്ങനെ, പക്ഷെ അത് അവർക്ക് വേണ്ട. ദാറ്റ് ഈസ് എ ബ്യൂട്ടി. ഫോഴ്സ്ഡ് അല്ല. ആൻഡ് അതായത് ഇവനും ഇങ്ങനെ ഒരു നിഗൂഢമായ സ്ഥലത്താണ് ഇവനുള്ള രീതിയിൽ പട്ടികൾ അത് ഹി ക്യാൻ വിഷ്വലൈസ് ദാറ്റ് ആൻഡ് സേ, ബട്ട് ദേ ഡിഡ്ന്റ് വാണ്ട് ദാറ്റ്. അത് തന്നെയാണ് ഇതിന്റെ ബ്യൂട്ടി. ആ ക്യാരക്ടറിന്റെ ഭംഗി അതാണ്, ആ വാക്കിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അത് ആസ് എൻ ആക്ടർ ഞാൻ ആ പ്രോസസ്സിൽ ഐ എം നോട്ട് ട്യൂൺഡ്. സോ അത് ഇറ്റ് വാസ് എ ചാലഞ്ച്. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺലി ദ ഫസ്റ്റ് ഡേ, ബിക്കോസ് ഇഫ് യു സീ ആൻഡ് they were happy. ഞാൻ ചെയ്തു അത്. പിന്നെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ അത് ചെയ്തു. ആൻഡ് ബാഹുലൊക്കെ ഹാസ് ടു ബി പ്രിസൈസ്. അവർക്ക് അവരെന്ത് മനസ്സിൽ കാണുന്നു അത് പ്രിസിഷനോട് കൂടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അവർക്കത് ഓക്കെ ആവുക. സോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അദ്ദേഹം കൺവേ ചെയ്തിരുന്നു. ഐ ഡിഡ് മൈ ബെസ്റ്റ്. അങ്ങനെയാണത്. ആൻഡ് അതുകൊണ്ടായിരിക്കാം ആ ഒരു ട്രാക്ക് അത് വെക്കുക. പിന്നെ മ്ലാത്തിനെ കോൺഫിഡൻറ്റ് ചെയ്യുന്ന സെയിം മാഡ്നസ്. അത് ഗംഭീര മാഡ്നസ് ഇസ് ഫ്രസ്ട്രേഷൻ ഈസ് പോറിങ് ഇറ്റ് ഔട്ട്. ആൻഡ് മീൻനെസ് ഇല്ല. ഈ സ്ത്രീൻ്റെ എന്താണ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത്, ഇതെന്തായിരുന്നു ഇവർ പ്ലാൻ ചെയ്തെന്നുള്ള ആ യുനോ ദാറ്റ് വാട്ട് യു സേ, ഇവരുടെ ആ ഒരു ദുഷ്ടചിന്ത മുഴുവൻ ആ പോയ്സണായിട്ട് ഇവരെ മേത്തേക്ക് സ്പിറ്റ് ചെയ്യുന്നതാണ്. അതായത് അവരപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, സി ദിസ് ഇസ് ഹൗ ഐ വാസ് ചീറ്റഡ്. ആൻഡ് യുനോ കുര്യച്ചൻ്റെ ജയിലിൽ ജീവപര്യന്തം, തടവറയിൽ ജീവപര്യന്തമാണ് നിന്റെ ഫേറ്റ് എന്ന് പറയുന്നിടത്ത് ഈ ക്യാരക്ടറിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഓഫ് നോട്ട് ഫൈൻഡിങ് കുര്യച്ചൻ, ഹി ഹാസ് ടു ഗോ ടു ജയിൽ ആൻഡ് ഹീസ് ജസ്റ്റ് യുനോ ഈ സ്ത്രീയുടെ മേത്തേക്ക് ഇങ്ങനെ വർഷിക്കുകയാണ് ആ ദേഷ്യവും ഇതുമെല്ലാം. പക്ഷെ അതിലും ഒരു മാഡ്നെസ്സും ഉണ്ടായിരുന്നു, ഒരു വാക്കിനെസ് അതിൽ. അത് പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് ഐ വാസ് കൈൻഡ് ഓഫ്, എനിക്ക് മനസ്സിലായി ആ ലൈൻ എന്താണ് വേണ്ടത്. പിന്നെ ബാഹുൽ അവർക്ക് രണ്ടുപേർക്കും ദിൻജിത്ത്, ബിക്കോസ് ബാഹുലാണ് ക്യാമറ സിനിമാറ്റോഗ്രാഫി DOP ബാഹുലാണ്ട് അടുത്തുണ്ട്. ദിൻജിത്തും ഇവിടെ ആയിരിക്കും, മോണിറ്ററിലായിരിക്കും. പക്ഷെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദിസ് തിങ്. ആൻഡ് അസോസിയേറ്റ്സ് ബ്രില്യൻറ്റ് ADs ആയിരുന്നു ഇവരുടെ, ജോബിയും അഫ്നാസ്, അഭിജിത്ത്, ലോട്ട് ഓഫ് പീപ്പിൾ. സോ ആൻഡ് ദർ വാസ് ഒരു ഭയങ്കര ബ്രില്യൻറ്റ് ടീമായിരുന്നു ഇവർ തമ്മിലുള്ള. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ, ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ. അതിലൂടെ ജോബി വിൽ സെറ്റ് അല്ല സജഷൻ, അപ്പോൾ ബാഹു അതിങ്ങനെയാണോന്ന്. അങ്ങനെ ഭയങ്കര രസത്തിലുള്ള ഒരു ബോണ്ടിങ്. ഇവർ ബഡീസ് ആക്ച്വലി. അവർ അങ്ങനെ ഒരു ഇതായിരുന്നു, അല്ലാണ്ട് ഒരു സർ ശിഷ് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഓഫ് കോഴ്സ് കീപ്പിംഗ് ദി ഡിസിപ്ലിൻ ഓഫ് വർക്ക് പ്രൊസീജിയർ വിത്ത് ദ ഡയറക്ടർ ആൻഡ് DOP, അതൊക്കെ ഉണ്ട് അതിൽ. സോ അത് ആസ് എൻ ആക്ടർ ഡെഫിനറ്റ്ലി ദാറ്റ് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, ആ ഇതിലേക്ക് ആ മീറ്ററിലേക്ക് വരുന്നത്, ബിക്കോസ് ഐ എം നോട്ട് യൂസ് ടു ദാറ്റ്. അത് ഒരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു, അതൊരു ചാലഞ്ച് ആയിരുന്നു. ആൻഡ് ഞാൻ ഐ എൻജോയ്ഡ് ഇറ്റ്. ഈ കിഷ്കിന്ധകാണ്ഡം പോലൊരു പ്രധാനപ്പെട്ട സിനിമ അതിനുശേഷമാണല്ലോ എക്കോ വരുന്നത്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ആളുകളുടെ എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഈ പറഞ്ഞ സ്കെയിൽ വെച്ച് ഈ എക്സ്പെക്റ്റേഷൻ മാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉറപ്പായിട്ടും തിയേറ്റർ ഉണ്ടാവും. അവിടെയാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം കൈയടിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുറിപ്പുകൾ മുതൽ വലിയ എഴുത്തുകൾ വരെ അനാലിസിസ് വരുന്നു, തിയറികൾ വരുന്നു. ബാഹുൽ അദ്ദേഹം എന്താണോ കൺസീവ് അതേപോലെ, ബിക്കോസ് ആ ക്ലാരിറ്റി ബാഹുൽ നമുക്ക് തന്നിട്ടുണ്ട്. സോ വെൻ ഐ സീ സം ഓഫ് ദം ടോക്കിംഗ് എക്സാക്ട്ലി ഐ എം ജസ്റ്റ് വണ്ടറിങ് എന്തൊരു ബ്രില്യൻ്റ് ആണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ. ആൻഡ് സി ആ എക്സ്പീരിയൻസും ആ ഒരു എക്സ്പീരിയൻസ് ഇൻ തിയേറ്റർ വെൻ യു. ആൻഡ് അവരെല്ലാം പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, നിങ്ങൾ ടൈം പാസിന് ഈ മൊബൈലും ഇങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ട് അവിടെ പോയിരുന്ന ഇടയ്ക്ക് ഇങ്ങനെ നോക്കാന്ന് പോയാൽ നടക്കില്ല. എവ്രി ഡയലോഗ് യു ഹാവ് ടു, അത് അവർ പറയേണ്ടത്. സോ ആ ദാറ്റ് പ്രോസസ് ആസ് യു സെഡ് ഈ ഭയങ്കര
ഇൻസ്പയറിംഗ് ആണ് ഫോർ ഫിലിം നമ്മുടെ ഈ ക്രൂവിന്. നമ്മുടെ ഓഡിയൻസിന്റെ സിനിമ ലിറ്ററസി തന്നെ മാറിയുന്നത് പ്രൂവ് ചെയ്തിട്ടുണ്ടാവും അവർ കാണുന്ന സിനിമകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്. സത്യം അത് ബിക്കോസ് ടെക്നിക്കലി ദ വെരി അവെയർ ഓഫ് എവറി ആസ്പെക്ട്. സിനിമാറ്റോഗ്രാഫി ആയാലും പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ടിസ്റ്റ് പെർഫോമൻസ്, ഡയലോഗ് മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ആൾക്കാർ അനലൈസ് ചെയ്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വലിയ ഗ്രോത്ത് ആണ് അത്. സോ ദാറ്റ് യു വിൽ കീപ്പ് അപ്പ് ടു ദാറ്റ്. സത്യം. പ്രേക്ഷകർ ഇതാണ് നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ യു കാൻ ജസ്റ്റ് ഒരു ഫൂൾ അറൗണ്ട് ആൻഡ് ഡു സംതിങ് ആൻഡ് ഗോ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരും എന്നുള്ളതാണ് എനിക്ക്, ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്. പിന്നെ എല്ലാത്തിനും അത് പക്ഷെ ജനറലി ഒരു അവയർനെസ് ഉണ്ട്, ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ പറയും. ഇനി ഞാൻ കുറച്ച് പാട്ടുകൾ ചോദിക്കാം. പാട്ടുകൾ ഇൻ സെൻസ് ഈ പലപ്പോഴും പറയുമല്ലോ ആർട്ടിസ്റ്റുകളെ ആളുകൾ റിമൈൻഡ് ചെയ്യുന്നത് ഈ പാട്ടുകൾക്കുള്ള സ്ഥാനം ചില പാട്ടുകളിലൊക്കെയാണല്ലോ കണക്ട് ചെയ്ത് കുറേ പേരൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത്. അതിൽ എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്നത് ഈ മഴവിലെ രാവിന്നിലാക്കായി. അത് ഈ പറഞ്ഞ വിഷ്വൽ കോമ്പോസിഷൻ ആണെങ്കിലും ഈ പറഞ്ഞ രണ്ടായിട്ടാണല്ലോ നിങ്ങളവിടെ ഇരിക്കുന്നത്, ഈ 3 പേര്. പിന്നെ ഇവന്റെ ഫ്ലാഷ് കട്ടിലേക്ക് പോവല്ലോ, പ്രവീണായിട്ടുള്ള ഇവന്റെ പ്രീവിയസ് ഇതും. അതായത് ഇവന്റെ ഈ എക്സെൻട്രിസിറ്റി അല്ല ഈ സൈക്കിക് സൈഡ് പുറത്തേക്ക് വരുന്നതിന് മുമ്പെയാണ് വേർ ഹി സ്റ്റാർട്ട്സ് ഒബ്സർവിങ് ദിസ് ഗേൾ. ഇവളിലൂടെ അവനെ ആ പ്രോസസ്സാണ് ഹി സ്റ്റിൽ ലിങ്കറിങ് ഇൻ ദാറ്റ് ഹിസ് ഓൾഡ് പാസ്റ്റിൽ ഇത് ലവറിനെ കുറിച്ചിട്ടുള്ള അത്. പക്ഷേ ഈ ട്രാൻസിഷൻ ടു ദിസ് ഗേൾ ഈ സോങ്ങിലൂടെയാണ് അതിൻ്റെ തുടക്കം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് പോയി ഇരുന്നിട്ടാണ് ഇവൻ ഈ വിഷ്വലൈസ് ചെയ്ത് ചുമരം നോക്കിയിട്ട് ഇവളിങ്ങനെ ഓർമ്മ വരുമ്പോൾ അതിലേക്ക് ഈ പ്രീതിയുടെ മുഖം കയറി വരുന്നതും അങ്ങനെ ഒരു ഇതാ. അല്ല അത് മോഹൻ സിത്താര അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും ഡയറക്ടർ ദിനേശ് ബാബു. ദിനേശ് ചേട്ടൻ വൺ മാൻ ബിഹൈൻഡ് എവ്രിതിങ്, ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ്, എല്ലാം സ്ക്രിപ്റ്റ്. ഒരു അമേസിംഗ്ലി എന്താണ് ലൈക്ക് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ. അതായത് എവറിത്തിങ് ഹി ഡസ്. പിന്നെ ഒന്ന് നമ്മൾ ഈ വിയന്നയിലായതുകൊണ്ട് ദേ കുഡന്റ് ടേക്ക് ടു മെനി പീപ്പിൾ. നിങ്ങൾ കുറച്ച് ആളുകളെന്ന് അത്രയേ ഉള്ളൂ. ഇപ്പം ചാക്കോവും ഞാനും പ്രീതി സുജാത മാസ്റ്റർ ഉണ്ടായിരുന്നു. അവര് ഷീ കെയിം സോങ്സിന്റെ ചെറിയ ആദ്യം ഇവർ ഈ ശിവദം ശിവനാഥം അവിടെയാണ് പ്ലാൻ ചെയ്തത് വിത്ത് ബാലെ ഡാൻസേഴ്സ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിസ 30 days തീർന്ന് വി ഹാഡ് ടു കം ബാക്ക്. അതുകൊണ്ട് അതിന് ബിഗിനിങ് മൊണ്ടാഷ് പോലെ ആക്കിയിട്ട് എന്നിട്ട് അതിന് ബിഗിനിങ് വാഹിനി സ്റ്റുഡിയോയിലാണ് അടുത്തത്. അത് സുജാത മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫി വിത്ത് മെഡ്രാസ് ഡാൻസേഴ്സ്. അത് ആക്ച്വലി അവിടുത്തെ ബാലെ ഡാൻസേഴ്സും ഇവനും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുന്നതായിരുന്നു. ഡയറക്ടറുടെ കോൺസെപ്റ്റ് വാസ് ദാറ്റ്. ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് അന്ന്. ബിക്കോസ് ഭയങ്കര രസമായിരുന്നു ആ വിഷ്വൽ ഓഫ്. പക്ഷേ ഹി ബ്രോട്ട് ദാറ്റ് ഔട്ട് ത്രൂ നമ്മുടെ ബിക്കോസ് സമയം കഴിഞ്ഞുകൊണ്ട് പിന്നെ there was no scope of and ഷെങ്കൻ വിസയല്ല അന്ന്. We had to come back. So a lot of things, climax ഒക്കെ പൊന്മുടി, ബാക്കി ബിഗിനിങ് അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി ദ ഹോൾ എല്ലാം ക്ലോസ് റേഞ്ചിൽ അങ്ങനെ കുറച്ച് ഈ റിസ്ട്രിക്ട് ചെയ്ത്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് ആയിരുന്നു ഈ ദിനേശ് ബാബു സാറിൻ്റെ. ഈ രാവിലെക്കായാൽ എന്തൊരു പാട്ടല്ലത്, ബ്യൂട്ടിഫുൾ സോങ്. എനിക്കതിൽ ലിപ്പുണ്ട്. നമ്മൾ ആ പ്രവീണയും ഞാനും ചെയ്തതിൽ കൊറിയോഗ്രാഫർ ഒന്നുമില്ല. ദിനേശ് ചേട്ടൻ യൂസ് ടു കീപ് ദ ഷോട്ട്, ഐ യൂസ് ടു ജസ്റ്റ് കമന്റ് യുനോ ആ ഇതിനനുസരിച്ച് ഐ വിൽ ഡു ഹി സെറ്റ്. അതിനനുസരിച്ച് ട്രോളീസും ഇതും ബേസിക്കലി ഇവർ തമ്മിലുള്ള ഒരു ഇന്റിമസി കാണിക്കുന്ന പാട്ടായിരുന്നു. മറ്റേത് അവിടെ മോണ്ടാജ് ആയിരുന്നു. ആൻഡ് എല്ലാ പാട്ടുകളും മറ്റേ ചാക്കോന്റെ സോങ് ഉണ്ട്, ശിവദം, പിന്നെ അതിലൊരു പാത്തോസ് സോങ് ഉണ്ട്. സോ ഭയങ്കര ഭയങ്കര മ്യൂസിക്കലിയും കൂടി ആയിരുന്നു സിനിമ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചമ്പക്കുളം ദർശനിലെ ഒളിക്കുന്നു അതിൽ പിന്നെയും കുറച്ചും കൂടെ എന്താ പറയാ ലിപ്പുണ്ട്, കുറേ നടക്കുന്നുണ്ട്, കുറേ മൊണ്ടാഷസ് ഉണ്ട്. അതിന് ഒരു ചില പോർഷനിൽ എനിക്ക് തോന്നുന്നു ബാബു മാസ്റ്റർ, DKS ബാബു എന്ന് പറഞ്ഞ വെരി സീനിയർ കൊറിയോഗ്രാഫർ, കമലിക്കാണ് ഇവരുടെ എല്ലാം വേ ഓഫ്
ടേക്കിംഗ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് നമ്മൾ പറയുമ്പം ഡയറക്ടേഴ്സ്, അവരാണ് എടുക്കുക. അതിൽ ഡാൻസ് എലിമെന്റ് വേണമെങ്കിൽ ദേ വിൽ ഗെറ്റ് എ കൊറിയോഗ്രാഫർ ആൻഡ് ദേ വിൽ ജസ്റ്റ് സോർട്ട് ഇറ്റ് ഔട്ട്. പക്ഷേ ഷോർട്സ് ഇവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും വുഡ് ഹാവ് ഫിക്സ്ഡ് എ ഗ്രാഫ് ഫോർ ദാറ്റ് സോങ്. കമലിക്ക് അങ്ങനെയാണ്. അൺലെസ് ഇറ്റ്സ് ഒരു ഡാൻസ് ഓറിയന്റഡ് സോങ് ആകുമ്പോൾ ദേ വിൽ ബി എ കൊറിയോഗ്രാഫർ. പക്ഷേ ഇവർ തമ്മിൽ ദേ വിൽ ബി എ സ്ട്രോങ് ഡിസ്കഷൻ. ബട്ട് തമിഴിൽ ഇഫ് ഇറ്റ്സ് എ കമേഴ്ഷ്യൽ ഫിലിം, ഇപ്പോൾ ഒരു ഡുവറ്റ് ആണെങ്കിൽ കൊറിയോഗ്രാഫറും ആർട്ടിസ്റ്റും ഒരു കോ ഡയറക്ടറും കൂടിയാണ്. ഇപ്പം സ്വിറ്റ്സർലാൻഡ് ഇപ്പൊ ഡയറക്ടർ പോവില്ല, അവർ ഷൂട്ട് ചെയ്ത് വരും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. സോങ് വാസ് ആ കൊറിയോഗ്രാഫർ. ഇപ്പൊ ഫൈറ്റ് അത് സ്റ്റണ്ട് മാസ്റ്ററും. പക്ഷെ ഇവര് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഡയറക്ടർ മേ ബി ഡയറക്ടർ വിൽ ബി ബിസി വിത്ത് എഡിറ്റിംഗ് അവർ വേറെ എന്തെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഡയറക്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ വർക്ക് പ്രോസസ് നടക്കുന്നത് ഇവർ ഇൻസ്ട്രക്ഷൻ ആരുടെ കൊറിയോഗ്രാഫേഴ്സിന്, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ ഹൈലി ഡാൻസ് ഓറിയന്റഡ് സോങ്. പക്ഷെ മലയാളത്തിൽ അന്ന് മോസ്റ്റ്ലി ഡയറക്ടേഴ്സ് തന്നെയാണ് എടുത്തത്. അൺലെസ് യു ഹാവ് ഒരു ഫെസ്റ്റിവൽ സോങ് വേർ ഇറ്റ്സ് ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ്, കൊറിയോഗ്രാഫേഴ്സ് വിൽ ടേക്ക്. ബിക്കോസ് അവർക്ക് ഈ ഓപ്പറേഷൻസ്, ഏത് മൂവ്മെന്റ് എങ്ങനെ, ഏത് റേഞ്ചിൽ ലെൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എവിടെ ഇന്റർകട്ട്സ് ഒക്കെ ഇവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ചമക്കുളത്ത് അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ കമലിക്ക ഇസ് കൊറിയോഗ്രാഫർ ആൻഡ് ഡയറക്ടർ. അവിടെ മറ്റേ പാട്ടില്ലേ ചെല്ലം ചെല്ലം, ഈ രമ്പേ ഞാനും കൂടി, അതിന് ഫുൾ മാസ്റ്ററാണ്. അതിൽ ഡാൻസ് ഉണ്ട്. ഞങ്ങൾ ആ വെള്ളത്തിൽ ഡാൻസ് ചെയ്യുന്നത്, കടപ്പുറത്ത് ഓടുന്നത്, ഈ ഇവളൊരു ജിപ്സി ഡ്രസ്സിൽ, ഞാനൊരു ജിപ്സി ഡ്രസ്സിൽ, അത് DKS ബാബു. ഈസ് എ വെരി സീനിയർ മാസ്റ്റർ. ഞാൻ കുറേ തെലുങ്ക് പടങ്ങൾ ബാബു മാസ്റ്ററോട് ചെയ്തു. വണ്ടർഫുൾ പേഴ്സൺ. ഒരുപാട് ലെജൻഡറി സോങ്സ് രജനി സാറിന്റെ മറ്റേ ഇതില്ലേ കുഞ്ചനേരം, അതെല്ലാം DKS ബാബു മാസ്റ്ററാ. ചന്ദ്രമുഖിയിലെ സോ മെനി ഫോക്ക് സോങ്സ് ഇൻ തമിഴ്, തെലുഗു. ഹി വാസ് ഒരു മാസ്റ്റർ ടെക്നീഷ്യൻ ആയിരുന്നു അദ്ദേഹം. ഗ്രേറ്റ് ഡാൻസർ, അല്ല ഡാൻസ് മാസ്റ്റർ. പക്ഷേ ഈ ഇമോഷണൽ ചില സിറ്റുവേഷൻ സോങ്സ് ഒക്കെ ഉണ്ടാവും തെലുഗുല്. യു ഷുഡ് സീ ഹൗ ഹി പ്ലേസസ് ദ ക്യാമറ ആൻഡ് ഓപ്പറേഷൻസ് ഒക്കെ. ആ മ്യൂസിക്കിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ്സും സ്റ്റഡി ക്യാം ഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ അത് മെയിൻലി ഫോർ കൊമേഴ്ഷ്യൽ ഫിലിംസ്. അതിൻ്റെ ഒരു വലിയ പാർട്ടായിരുന്നല്ലോ ഇത്തരം സോങ്സ്. സോ DKS ബാബു മാസ്റ്റർ അന്ന് ഇവിടെ മലയാളത്തിൽ വന്നിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. And Ramba was Ramba's second film in Malayalam. Sargam കഴിഞ്ഞിട്ട് she was just upcoming in Telugu. Before the real stardom came, Ramba ചെയ്യുന്ന പടമാണിത്. സോ ഞങ്ങളും സർഗം കഴിഞ്ഞ ഉടനെ ഒരുമിച്ച് she is joining this film. അപ്പം ഈ ആ പാട്ടിന് ബാബു മാസ്റ്റർ വന്നതുകൊണ്ട് എനിക്കൊന്ന് ചില പോർഷൻസ് ബാബു മാസ്റ്റർ അതിൻ്റെ ചില, ബിക്കോസ് എനിക്കൊന്ന് ആ ഇതിട്ടിട്ട് വരുന്നില്ല, ഞാൻ ഈ സ്കാക്രോ വെച്ചിട്ട്, അതൊക്കെ എനിക്കൊന്ന് ഹി വാസ് ദർ. ഇതൊക്കെ എൻ്റെ ഒരു വേഗം ഓർമ്മയാണ്. ലൈക്ക് ആൻഡ് പക്ഷേ കൊറിയോഗ്രാഫി എല്ലാം കമൽ സർ. ഈവൻ ചെന്താർമിഴി പെരുമഴക്കാലത്ത് അത് ഫുൾ സോങ് വാസ് ഷോട്ട് ബൈ കമൽ സർ. ആ കാവ്യന്റെ ചില മൂവ്മെന്റ്സ് മാത്രമുണ്ട് അതിൽ. അതിന് നമ്മളെ ഗീതാനന്ദ സാറിന്റെ വൈഫ് ഉണ്ട്, അവര് മോഹിനിയാട്ടം ടീച്ചറാണ്. അവര് വന്ന് ജസ്റ്റ് സർട്ടൻ മൂവ്മെന്റ്സ് കാവ്യക്ക് കാണിച്ചു കൊടുത്തു. ബട്ട് അതർവൈസ് ദ ഹോൾ പ്രോസസ് ഹി വുഡ് ടെൽ അസ്. നമുക്ക് ബിക്കോസ് ഈ പാട്ടുകൾ ചെയ്ത ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഓരോന്നിനും എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അത് കറക്ഷൻ വേണമെങ്കിൽ കമൽ സർ വിൽ കറക്റ്റ്. ബ്രീഫ് വന്നിട്ട് ഇപ്പൊ ഒന്നും വേണ്ട, ആ ആമ്പലില് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഒരു ടൈറ്റ് 2 കൗണ്ടർ ക്ലോസസ് ഉണ്ട്. അതിൽ ഞാൻ ഈ പൂ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ പൂ ഇങ്ങനെ 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 വിടരും. ഇറ്റ് ഗോസ്, ഇറ്റ് ജസ്റ്റ് ടച്ചസ് ഹർ ചിൻ ആൻഡ് കംസ് ലൈക്ക് ദാറ്റ്. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കമൽ സാർ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ക്ലോസിൽ ആ എതിളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവും. ഇങ്ങനത്തെ ന്യൂവൻസസ് എല്ലാം ഇവര് ദേ ടേക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ആ മൂവ്മെന്റ്സിന്റെ ഫ്ലോ, ഇപ്പോൾ ഒരു ട്രോളി ആണെങ്കിൽ എങ്ങനെ തിരിയണം, എങ്ങനെ ക്യാമറ ഫേസിങ് ആയിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. ബിക്കോസ് ഇവര് കമൽ സാറായാലും സിബിയേട്ടനായാലും പ്രിയൻ സാറൊക്കെ സോങ് പിക്ചറൈസേഷൻ്റെ ഒരു രാജാക്കന്മാരാണല്ലോ അവര്. എത്ര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. സോ ഈ അങ്ങനെ ഒരു മെമ്മറിയാണ് ഈ ഒളിക്കുന്നുവോ. ആൻഡ് ഐ വാസ് ഹാവിങ് ഫൺ ബിക്കോസ് ആദ്യമായിട്ടാണ് കാബുളിവാല കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു ലൈവ്ലി
അപ്പോഴത്തെ ഒരു യങ് വൈബ്രൻ്റ് ആയ ഒരു ക്യാരക്ടർ, റൊമാൻറ്റിക് റോൾ. അതെ, അറ്റ് ദ സെയിം ടൈം ഇവൻ എനർജി ഉണ്ടല്ലോ. എനർജി ഉണ്ട്, പിന്നെ എലമെന്റ് ഓഫ് സ്റ്റൈൽ ഓൾസോ ഫോർ ദാറ്റ് ക്യാരക്ടർ. സോ അത് ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. ആൻഡ് അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ഒരു കൈൻഡ് ഓഫ് ട്യൂൺഡായി. ഇപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം റോ ആയിട്ട് വരുന്നതല്ല. സോ അവിടെ യു വിൽ സ്റ്റാർട്ട് കോൺട്രിബ്യൂട്ടിങ്, അത് എക്സ്പ്ലോർ ചെയ്യല്, ചെറിയ ചെറിയ ഇംപ്രൂവൈസേഷൻസ്, അങ്ങനെ ചെയ്ത പാട്ടാണ്. ഈ ഡാൻസ് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു കാബൂളിവാലയിലെ പുത്തൻ പുതുക്കാരൻ, അയ്യോ അത് ഭയങ്കര എൻജോയ് ചെയ്ത്. അത് എന്നെക്കാട്ടും എൻജോയ് ചെയ്തത് ക്യാപ്റ്റൻ രാജു. അന്ന് പറഞ്ഞ രാജുചേട്ടൻ അബ്സല്യൂട്ട് ബ്ലിസ്. എന്തൊരു സന്തോഷമായിരുന്നു രാജുചേട്ടൻ എന്റെ കൈയൊക്കെ പിടിച്ചിട്ട്, മോനെ നിന്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യാണ്. എനിക്ക് ബിക്കോസ് ഹി ലവ്സ് ടു ഡാൻസ്. അങ്ങനെക്കും പക്ഷെ അങ്ങനത്തെ റോൾസ് ഒന്നും ഇല്ല. ഇത് അരികോടറൊക്കെ ആയിട്ട് വന്നിങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി. സോ അയ്യോ, ഹി വാസ് അനദർ ജെം ഓഫ് എ പേഴ്സൺ രാജുചേട്ടൻ. ഇതൊരു സ്നേഹമായിരുന്നു പറയാം. ആൻഡ് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ഈ പേഴ്സണാലിറ്റി കാണുമ്പോൾ ഒരു പേടിയും, എക്സ്ട്രീംലി പ്യുവർ സോൾ, സോ മച്ച് ഓഫ് ഗുഡ്നെസ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളായിരുന്നു, ഹി സ്റ്റോപ്ഡ് ഡൂയിങ് ദീസ് നെഗറ്റീവ് റോൾസ് ജസ്റ്റ് ബിക്കോസ് വിമൻ യൂസ് ടു ഗെറ്റ് സ്കെയർഡ് ഓഫ്. ഇന്ന് നമ്മൾ വെൻ യു തിങ്ക് ഓഫ് ദാറ്റ് എന്നൊരു വാലിഡ് പോയിന്റ് ആണത്. ഓഫ് കോഴ്സ് അഭിനയമൊക്കെ ആണെങ്കിലും അതേമാതിരി അത് വളരെ സ്ട്രോങ് ആയിട്ട് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എനിക്ക് എവിടെ പോയാലും സ്ത്രീകൾക്ക് പേടിയാണ്, ഭയമാണ്. എനിക്ക് ഐ കുഡന്റ് ടേക്ക് ദാറ്റ് എന്ന്. അങ്ങനെ ഈശ്വര ഇനി ഞാനത് ചെയ്യൂല എന്നിട്ട് ഹി സ്റ്റോപ്ഡ്. അങ്ങനെയാണ് അരിങ്ങോടർന്നാണ് ആ ഷിഫ്റ്റ് എന്ന് തോന്നുന്നത്. എനിക്ക് അതിന് ശേഷമാണ് ഹി സ്റ്റോപ്പ് ഡൂയിങ് നെഗറ്റീവ്. അത് രാജുവേട്ടൻ്റെ ഒരു സ്ട്രോങ് ഡിസിഷനായിട്ട് എപ്പോഴും അദ്ദേഹം പറയുന്നു, റെസ്പെക്ട് വിമൻ എന്നുള്ള ആ കോൺസെപ്റ്റ് അല്ല, ആ ഒരു പ്രിൻസിപ്പിളായിരുന്നു രാജുവേട്ടൻ്റെ. സോ ഈ കാബൂളിവാലയിൽ അത് കഴിഞ്ഞിട്ടും അതിങ്ങനെ പറഞ്ഞ ചെറുഷയായിരുന്നില്ല രാജുവേട്ടൻ. അതെനിക്ക് തോന്നുന്നു 7ാമത്തെ വരവിന് ഹരത് സാറിന് വേണ്ടിയിട്ട് ഒരു സീൻ ഹിക്കേം, അതിലൊരു സീനിയർ പ്രൊഫസറായിട്ട് വരും ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് രാജുവേട്ടന്. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഹി വാസ് ഷെയറിങ് ദിസ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എന്ത് രസത്തിലന്ന് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കണ്ടാലും എന്നോട് അത് പറയും. അത് കുമാർ ശാന്തി മാസ്റ്ററാണ്, അവരാണ് കൊറിയോഗ്രാഫ് ചെയ്തത്. കുമാർ മാസ്റ്ററും ഇപ്പോഴത്തെ ശാന്തിക്ക് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡ്യുവോ കൊറിയോഗ്രാഫേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് ആ ഹൈ സ്പീഡ് ഷോട്ട്സ് ഓടുന്നത്, പിന്നെ ഓഫ് കോഴ്സ് സിദ്ദിഖ് ലാൽ ഇവന് ഭയങ്കര എന്താ പറയുക, അന്നും വിനീതേട്ടൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് പേഴ്സണലി ചെറിഷ് ചെയ്യുന്ന ആ ഷൂട്ടിംഗ് പ്രോസസ്. അതെ അല്ല, അതല്ല ഞാൻ പറഞ്ഞ ഒരു സെലിബ്രേഷൻ ഓഫ് ജോയ് എന്തതിന് പറയണ്ടത്. നമ്മളെല്ലാവരും വൈകുന്നേരം ആയാലും രാവിലെ സർക്കസിന്റെ ഉള്ളിലായിരിക്കും. ഒന്നാമത് ആംബിയൻസ് ഭയങ്കര രസമല്ലേ, കുറെ കളർഫുൾ ആൾക്കാര്, ഈ ക്ലൗൺസ് ആയിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, അതില് ഡ്വാഫ്സ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ദെൻ ആനിമൽസ് ഇതൊക്കെ ഉണ്ട് അവിടെ. റിയൽ ഗ്രാൻഡ് സർക്കസ് സ്വന്തമായിരുന്നു അത്. ഇപ്പം ഗോകുലം പാർക്കും കൺവെൻഷൻ സെന്റർ ഒക്കെ ഇല്ലേ, അവിടെയായിരുന്നു അന്ന് സർക്കസ്. അവിടെയാണ് വി ഷോട്ട്. അന്ന് ഇതില്ല. ദിസ് ഇസ് ഇൻ 93 if I'm not wrong. അപ്പൊ അവിടെ അത് വലിയൊരു മൈതാനം പോലൊരു സ്ഥലത്താണ് ഈ സർക്കസ് വരല്, കല്ലൂര്. എനിക്കത് അവിടെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇനി ചോദിക്കാനുള്ള പാട്ട് ഉറപ്പായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മുസ്തഫയായിരിക്കും. കാതൽ ദേശവും മുസ്തഫയും. എനിക്ക് തോന്നുന്നു അന്ന് പാട്ട് ഇറങ്ങിയ സമയത്ത് ഉണ്ടായ ട്രെൻഡ് പോലെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി എവിടെയും ഡ്രോപ്പ് ആവുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം റീൽ ജനറേഷനിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പാട്ടായിട്ട് ഇത് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. എന്താ ശരിക്കും മുസ്തഫ വാസ് ദ ലാസ്റ്റ് സോങ്. ബിക്കോസ് അന്ന് എൻ്റെ ഓർമ്മയിൽ റഹ്മാൻ സാറിൻ്റെ അടുത്ത് നിന്ന് പാട്ടുകൾ വരാൻ ടൈം എടുക്കുമായിരുന്നു. ഹി വാസ് സോ ബിസി. ഒരു സൈഡിൽ റംഗീല, മറ്റേ ഓൾ ദീസ് സുഭാഷ് ഗൈസ് ഫിലിംസ്, ശങ്കർ സാസ് ഫിലിംസ്, എക്സ്ട്രീംലി ബിസി. തെലുങ്കിൽ പടങ്ങൾ. ആ സമയത്താണ് കാതൽ ദേശം ഷൂട്ടിംഗ് തുടങ്ങിയത്. ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് വി സ്റ്റാർട്ട് ചെയ്തത്. അതൊരു എനിക്കൊന്നൊരു 15 ദിവസത്തെ ഷെഡ്യൂൾ എന്തായിരുന്നു ആ പാട്ട് മാത്രം. ജസ്റ്റ് നമ്മൾ ജനറലി 2-3 ദിവസം കൊണ്ടൊക്കെ സോങ് എടുക്കും. ഇതിന് ഓരോ ഡിഫറെൻറ്റ് ഫ്ലോർസിൽ സെറ്റ് ഇട്ടിട്ട്, ഐ തിങ്ക് ഇറ്റ് വാസ് വാഹിനി സ്റ്റുഡിയോ,
ഒരു ഫ്ലോറിൽ നിന്ന് ഒരു സെറ്റ് കഴിഞ്ഞാൽ അടുത്ത സെറ്റിലേക്ക് പോകും നമ്മൾ. അത് കഴിയുമ്പോൾ ഇവർ ഇത് ഡിസ്മാൻറ്റിൽ ചെയ്ത് വേറെ സെറ്റാക്കും. അങ്ങനെ ഒരു 15 days. അതിലൊരു ഈ കോമയിൽ കിടക്കുന്ന ഒരു സീക്വൻസിലുണ്ട്, ഈ നിയോൺ ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട് അത് വേറൊരു സെറ്റ്. അപ്പോൾ അതിലാണ് പാട്ട് തുടങ്ങിയത്. അപ്പം അതിൻ്റെ റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു, ബിക്കോസ് ഹെവി ഡാൻസിങ് ഉണ്ട് അത്. സോ ബോത്ത് അബ്ബാസ് ആൻഡ് മീ വി ഹാഡ് ടു ഗോ ഫോർ റിഹേഴ്സൽസ്. അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇറ്റ് ടുക്ക് എ ഇയർ, ഡേറ്റ്സും എല്ലാം ഇങ്ങനെ. പക്ഷെ എവറി മന്ത് ഉണ്ടായിരുന്നു, ഈ എക്സ്റ്റെൻസീവായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടം. എൻ്റെ ഓർമ്മയിൽ എന്താ വെച്ചാൽ പടം കഴിയാൻ പോകുന്നു ഏകദേശം ഇല്ല, ഇന്നൊരു സോങ്, ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് റഹ്മാൻ സർ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു പാട്ടുണ്ട്. അപ്പം നമ്മൾ കേട്ടിട്ടില്ല ആ പാട്ടൊന്നും. ഈവൺ എന്നെ കാണുന്നില്ല നെറ്റോട് ഞാൻ ബോംബെയിൽ നമ്മൾ ആ സോങ്ങിന് എത്തി അന്ന് രാവിലെ ഞാൻ ആ നാഗരയിൽ വെച്ചിട്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. റോഡ് സൈഡിൽ ഞാൻ ആ വിക്ടോറിയ ടെർമിനസിന് മുമ്പ് കൂടെ നടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് പാട്ട്, ബിക്കോസ് ദേ കാൺ പുട്ട് പ്ലേ ബാക്ക്. ഇപ്പം ചില സ്ഥലത്തൊന്നും എവിടെയെങ്കിലും ക്യാമറ വെച്ച് ഞങ്ങൾ നടന്നു ഇവരിങ്ങനെ ഒരു ടവല് കാണിക്കും, എല്ലാം ടെലി ഷോട്ട്സ് ഒക്കെ. സോ ഏകദേശം കതിർ പറഞ്ഞിട്ട്, ഡയറക്ടർ പറഞ്ഞിട്ട്, നിങ്ങൾ ഏകദേശം ആ ടൈമിംഗ് വെച്ചിട്ട് ആ ലിപ്പ് ഒന്ന് പഠിക്കും. ചില സ്ഥലത്ത് ലിപ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു ടൈമിംഗ് വെച്ച് പാടുന്നതാണ് അത് ഇവർ അതിനനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ട് ബിക്കോസ് പ്ലേ ബാക്ക് ഇടാൻ പറ്റില്ല, ബാലു സാർ പാടുന്നത്. അപ്പം അന്ന് അത് അങ്ങനെ ആദ്യമായി കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് അങ്ങനെയായിരുന്നു അന്ന്. അല്ലാണ്ട് നേരത്തെ നമുക്ക് കാസറ്റ് അയച്ചിട്ട് പാട്ട്, ഇപ്പം നേരത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തരും. കാലദേശം അല്ല, ഈ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഇറ്റ് വുഡ് ജസ്റ്റ് കം ഇങ്ങനെ ചുട്ടപ്പം പോലെ ഇങ്ങനെ കൊണ്ടുവരിക. സോ മുസ്തഫ വാസ് ലൈക്ക് ദാറ്റ്. അപ്പം ആ പാട്ടും തെൻഡലേന്ന് വെച്ചിട്ടുണ്ട്, ഇത് രണ്ടും ഇത് മറ്റേ ഓ വെണ്ണില, ഇത് മൂന്നും ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എത്ര സോങ്സ് ഉണ്ടെന്നൊന്നും അന്ന് നമുക്ക് വീടുണ്ടോ. അങ്ങനെ ഈ മുസ്തഫ വന്നിട്ട് ഇറ്റ് വാസ് മോർ എ മൊണ്ടാജ് സോങ്. കുറേ കോളേജ് സീക്വൻസ്, ജംപ്സ്, ഇത് അതിൽ നമ്മൾ ഊട്ടിയിൽ പോയിട്ടുള്ള കുറേ പോർഷൻസ്, ബാംഗ്ലൂരിൽ നിന്നുള്ള കുറേ പോർഷൻസ്, ബോംബെ എന്നുള്ള പോർഷൻസ്, സെറ്റിലുള്ള പോർഷൻസ്, അങ്ങനെ ഒരു കൊളാജ് ഓഫ് സീക്വൻസസ് ആണ് ഈ മുസ്തഫ. അതിൽ ചില പോർഷൻസിൽ ഡാൻസിങ് ഉണ്ട്, ഈ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ശിവമണി സാറാണ് അതിൽ ആ ഡ്രംസ് വായിക്കുന്നത്. സോ അതൊരു എനിക്കത് യൂണിവേഴ്സിറ്റി സെൻട്രൽ ഹാളിലോ രാജ് യൂണിവേഴ്സിറ്റി വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ കംപ്ലീറ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഈ വിളക്ക്, ഈ ലാമ്പ്, ഇത് കാൻഡിൽ വെച്ചിട്ട് ചെയ്യല്ലോ. അന്ന് ഫോണ് വന്നിട്ടേ ഉള്ളൂ അല്ല, അപ്പൊ കാൻഡിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ. അതെ, കാൻഡിൽ ടോർച്ച് വെച്ചിട്ട് സംതിങ്. അപ്പൊ അത് ഈ ഫുൾ ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാനും അബ്ബാസും സ്റ്റേജിൽ നമ്മളെ ഡാൻസ് സീക്വൻസ് സുജാത മാസ്റ്റർ കൊറിയോഗ്രാഫർ, സുജാത ബാബു, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡുവോസ്. മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. മലയാളത്തിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് സുജാത മാസ്റ്റർ. അപ്പം എൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ അതിൻ്റെ തലേ ദിവസം കുജുമോൻ സാറിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പടം ഞാൻ കൊടൈക്കനാലിൽ വേറൊരു സോങ് ഷൂട്ട് ചെയ്ത് മോർണിംഗ് ഇവിടെ എത്തണം, ഇത് ഷൂട്ട്. എന്നിട്ട് കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ നൈറ്റ് 12:30 1 മണിക്ക് അങ്ങനെ അവിടെ ആ കൊടും തണുപ്പിൽ ആ സോങ്, ഒരു സോങ് ഉണ്ട് അതിൽ. അത് കഴിഞ്ഞ് ഐ എം ട്രാവലിംഗ് ടു ഐ തിങ്ക് മധുരൈ. എന്നിട്ട് രാവിലത്തെ ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ വന്ന് നേരെ സെറ്റിൽ പോകണം. എന്നിട്ട് സെറ്റിൽ നിന്നാണ് ഞാൻ ഫ്രഷ് ആവുന്നത്. ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് ആ സ്റ്റേജിലെ സീക്വൻസില്ല, ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നില്ല, ഈ ശിവമണി സാറ് ഇത് ചെയ്യുന്ന. ഐ വാസ് എക്സോസ്റ്റഡ്. എനിക്ക് എന്നിട്ട് പക്ഷേ വി ഹാഡ് ടു ഡാൻസ്. എന്നിട്ട് അന്ന് വന്ന് ഇമ്മീഡിയറ്റ്ലി അന്ന് ഫുൾ ഡേ വി ഷൂട്ടിങ് ദാറ്റ്. അപ്പോൾ ഈ ശിവമണി സാർ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട്സ് മാത്രം എടുത്തിട്ട് ഹീ ലെഫ്റ്റ്. ദാറ്റ് ഇസ് വെൻ ഐ മെറ്റ് ഹിം ഫസ്റ്റ് അവിടെ. സോ അങ്ങനെ ബട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ. രണ്ടാളും അബ്ബാസും ഞാനും കൂടെ ഉള്ള മൂവ്മെന്റ്സും പിന്നെ കുറേ മോണ്ടാജ്. പിന്നെ ഓഫ്കോഴ്സ് അവരത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ കളർ മാറിയപ്പോൾ പിന്നെ ഇറ്റ് ബിക്കേം ലൈക്ക് എ ഫ്രണ്ട്ഷിപ്പ് ആന്തം. സത്യം, എല്ലാ ഏത് പ്രായക്കാരും. അതെ, ഫ്രണ്ട്ഷിപ്പ് ഡേ
ആൻഡ് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ്സ് മോർ ലൈക്ക് എ നഴ്സറി റൈം. അതിന്റെ കുട്ടിയൊക്കെ പാടാൻ പാടാൻ എളുപ്പമാണ്. അല്ല, അതുകൊണ്ട് അന്നത്തെ കാലത്ത് കുറേ ചെറിയ മക്കൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഇവിടെ എയർപോർട്ടിലൊക്കെ വന്നിങ്ങനെ നുള്ളൊക്കെ ചെയ്യും. ചെറിയ കുട്ടികൾ അതെനിക്ക് അന്ന് ഓടിക്കലും മടിയിലിരിക്കും. അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. മുസ്തഫ അങ്കിൾ എന്ന് വിളിച്ചിട്ട്. മുസ്തഫ അങ്കിൾ. അതെ അതെ. സോ അങ്ങനെയായിരുന്നു ആ പാട്ട്. അടിപൊളി. വിനീതൻ്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ അതിലേറ്റവും രസമുള്ള കാര്യം തോന്നിയതും എന്നാൽ എല്ലാവർക്കും അത്ര കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതായി തോന്നിയിട്ടുള്ളത് ഈ എക്സ്പ്ലോർഡ് ബൈ ലെജൻസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഈ മേക്കേഴ്സ്, റൈറ്റേഴ്സ്, എല്ലാ തരത്തിലും തുടക്കകാലം മുതലേ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ആക്ടറാണ്. അത് ഈ പറഞ്ഞ പോലെ ഭരതൻ, പത്മരാജൻ, ഹരിഹരൻ സാർ, MT വാസുദേവൻ, ഫാസിൽ സാർ, അരവിന്ദൻ സാർ, കമൽ, ഈ പറഞ്ഞ ഇതിൻ്റെ ഈ ചെയിൻ ഓഫ് നെയിംസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. അത്രയധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു. ശരി, എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ ഓരോ ലൊക്കേഷൻ, ഓരോ സ്കൂൾ, ഓരോ സിനിമകൾ, ഈ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിൽ പോകുന്നു. അപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇതും കൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ അവിടുന്ന് പഠിക്കുന്നത് പുതിയ കാര്യങ്ങളായിരിക്കാം. ഇതിൻ്റെ ഒരു മൊമെൻറ്റം ബാലൻസ് ചെയ്യുന്നത് ലൊക്കേഷൻ ടു ലൊക്കേഷൻ, അതിൽ ആവശ്യമുള്ളതെല്ലാം ട്രഷറായി കൊണ്ടുപോകുന്നത്. അല്ല, അത് ഉള്ളിലുണ്ടാവും. ഞാനെപ്പോഴും ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് പോവാം. നമ്മൾ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബ്യൂട്ടി എന്താ പറയുക, എൻ്റെ ഒരു പ്രോസസ് എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം ഡയറക്ടറായിട്ട് ഒരു റൈറ്ററായിട്ട് ആദ്യം ഇൻറ്ററാക്ട് ചെയ്യും. വാട്ട് എക്സാക്ട്ലി അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ മനസ്സിൽ എന്താണ്, അതിലൂടെ നമുക്ക് വളരാൻ പറ്റും. ഇപ്പം എനിക്ക് ഡെഫിനറ്റ്ലി വായിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷെ അതല്ല, ദാറ്റ് നീഡ് നോട്ട് ബി യുവർ വേ ഓഫ് കോൺസെപ്ഷൻ. താങ്കൾ എങ്ങനെ ഡയറക്ടർ എങ്ങനെയാണോ അത് കൺസീവ് ചെയ്യുക, അതിലേക്ക് ഈ ആക്ടേഴ്സ് വീഴലാണ്. അതാണ് ആ പ്രോസസ്സിൻ്റെ ഒരു ഭംഗി. ഞാൻ പറയുന്നത് നല്ല കൺവിക്ഷനുള്ള, നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ഡയറക്ടേഴ്സിൻ്റെ. സോ ആ ജേർണി എനിക്ക് തോന്നുന്നു റൈറ്റ് ഫ്രം മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. സോ ഇപ്പം ഒരു പെർട്ടിക്കുലർ മാസ്റ്റർ അടുത്ത് പോയി കഴിഞ്ഞ് വേറൊരു മാസ്റ്റർ അടുത്ത് പോകുമ്പോൾ യു ഗോ ആസ് ഒരു ക്ലീൻ സ്ലേറ്റ്. അദ്ദേഹം അതിൽ വരയ്ക്കും. ദാറ്റ് ഈസ് ഒരു റിച്ച് എക്സ്പീരിയൻസ് ഫോർ അസ്. എവിടെയെങ്കിലും അത് വേണ്ട സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓസ്മോസ് പോലെ വരും എന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ എക്സ്പീരിയൻസ്. സോ ആ പ്രിപ്പറേഷന് കോൺഫിഡൻസ്, ആക്ച്വലി അതാണ് ഞാൻ പറയാം, ആ ആത്മവിശ്വാസം ഈ അനുഭവങ്ങൾ നൽകും നമുക്ക്. മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം ആ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം, അതുപോലെ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഇൻ്റലക്ച്വലി എങ്ങനെ അത് കൊണ്ടുപോകണം എന്നൊക്കെ നമുക്കത് ഈ ഒരു പ്രോസസ്സിൽ ഇപ്പം ഇപ്പോൾ ഒരു ആർട്ട് ഫോം ട്രെയിൻ ചെയ്ത് സാധകം ചെയ്ത് പഠിക്കുന്ന പോലെ തന്നെയാണ് അത്. ഇവരെ സ്കൂളിൽ നിന്നെല്ലാം ഇപ്പം ഞാൻ ആസ് എൻ ആക്ടർ, ഇപ്പം ഞാൻ ഒരു ബോൺ ആക്ടറോ അങ്ങനത്തെ ആൾക്കാർ, ഇപ്പം വേണുചേട്ടൻ ഈസ് എ ബോൺ ആക്ടർ, തിലകേട്ടൻ, ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, ഇവരെല്ലാം ആൻഡ് ആ ടാലൻറ്റിൻ്റെ കൂടെ ദേവ് കൾട്ടിവേറ്റഡ്. ബട്ട് മൈ കേസ് വാസ് ഇതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് അങ്ങനെ ഒരു നോളജേ ഇല്ലായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ കാലത്ത് ഇങ്ങനത്തെ മീഡിയ എക്സ്പോഷർ ഇല്ല, ഇന്റർനാഷണൽ ഫിലിംസ് എക്സ്പോഷർ ഇല്ല. വൺസ് ഇൻ എ വേ ദൂരദർശനിൽ യു മൈറ്റ് സി എ സത്യജിത് റേ ഫിലിം ഒരു ശ്യാം ബെനഗൽ ഫിലിം. അത് ആ സൺഡേ ഉച്ചക്കൊരു, അത് ചില സമയത്ത് എനിക്ക് അന്നൊക്കെ അത് ബിക്കോസ് ഐ വാസ് എ ഫിലിം ബഫ്. സോ അങ്ങനെ ഒരു എക്സ്പോഷർ അല്ലാതെ നമുക്ക് ഈ ടെക്നിക്കലിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എന്താണ് അത്യാവശ്യം വായിച്ചതൊക്കെ അറിയാമെന്നല്ലാതെ. പിന്നെ മലയാളത്തിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമകളെല്ലാം ഇങ്ങനത്തെ ക്ലാസിക്സ് ആയിരുന്നു. സോ അത് തന്നെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും. അപ്പോൾ ആ പ്രോസസ്സ് ഈ മാസ്റ്റേഴ്സിലൂടെ നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു സ്കൂളിൽ ഇപ്പോൾ നമ്മളൊരു ഡിപ്ലോമ എടുക്കാൻ പോകുന്നു, അതിൻ്റെ ടെക്നിക്സ് മനസ്സിലാക്കുന്നു. സോ അതുപോലെയാണ് ഞാൻ ഓരോ പടങ്ങളിലൂടെ വളർന്ന് വന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സ് അങ്ങനെയാണ്, നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. സോ ഇവരെ കൂടെയുള്ള പ്രഷ്യസ് മെമ്മറീസ്, അവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ, അത് പലതും എനിക്ക് ഇന്നും ലൈക്ക് അത് ഞാൻ എൻ്റെ ഇപ്പം സന്ദീപിൻ്റെ കൂടെ ഞാൻ ഐ യൂസ് ടു ഷെയർ ദാറ്റ് like what these greats have taught or what I have observed from some great actors. അവർ സെറ്റിൽ അവരുടെ ഒരു പ്രോസസ് ഓഫ് വർക്കിംഗ്, അത് അദ്ദേഹത്തിനും ഇഷ്ടമാണ്. സന്ദീപ് ഓൾസോ ഭയങ്കര എൻ്റർപ്രൈസിങ് ആൻഡ് ഒരു ബ്രില്യൻ്റ്ലി ടാലൻറ്റഡ് ആക്ടർ. ആൻഡ് അത് ആ സെറ്റിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹം എങ്ങനെ ആ ക്യാരക്ടറിലേക്ക് മാറുന്നു. അല്ലാതെ തമാശക്കളിയല്ല. ഈ പടത്തിന് എസ്പെഷ്യലി വാസ് വെരി സീരിയസ്. ഐ മീൻ വർക്ക് പ്രോസസ് ടൈമിൽ
എൻ്റെ കോമ്പിനേഷൻ ആദ്യം സന്ദീപിൻ്റെ ഇതാ അവിടെയുള്ള 300 അടി താഴ്ച ആഴം കണ്ട തലയിട്ടുന്ന ടൈപ്പാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് കേട്ടോ എന്ന് പറയുന്നില്ലേ ഇവൻ. അതാണ് എൻ്റെ കോമ്പിനേഷൻ. അതിൽ എനിക്കാണ് ഡയലോഗ് ഫുള്ള്. പക്ഷേ എന്നാലും അവിടെ ഐ യൂസ് ടു വാച്ച് ഹൗ സന്ദീപ് രാഹുലിനോട് ക്ലാരിഫൈ ചെയ്യും ചില കാര്യം. ഞാൻ ഇങ്ങനെ നോക്കട്ടെ, അവിടുന്ന് ഇങ്ങനെ ഇവൻ ഈ പീപ്പ് ചെയ്ത് വരുന്നിട്ടുള്ള ആ മിസ്റ്റീരിയസ് ലുക്സും കാര്യങ്ങളും. സോ അവിടെ തന്നെ ദാറ്റ് ആർട്ടിസ്റ്റിനൊരു കമ്മിറ്റ്മെന്റ് ബീങ് എ യങ്സ്റ്റർ. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഞാനും പല, ബിക്കോസ് ഐ എം ഈക്വലി ഫാസിനേറ്റഡ് വാച്ചിങ് ജിംഖാന, ആലപ്പുഴ ജിംഖാന, പടക്കളം, ഫാലുമി. ഇവൻ്റെ ബ്രില്യൻറ്റ്, അത് പല തരത്തിലുള്ള ജോണറിലാണ് സന്ദീപ് ചെയ്തിരിക്കുന്നത്. യു വോണ്ട് ടഫ്നെസ്, ഹീസ് ബ്രോട്ട് ടഫ്നെസ്. യു വോണ്ട് ഒരു സാധാരണ നെക്സ്റ്റ് ഡോർ ബോയ്, ഹീസ് ദെയർ. അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഈ പടത്തിലേക്ക്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണർ. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഐ ജസ്റ്റ് ടുക്ക് എൻ എക്സാമ്പിൾ ബിക്കോസ് സന്ദീപ് ഇസ് ഇപ്പോഴത്തെ ഒരു റിലേറ്റീവ്ലി യങ്ങർ ആക്ടർ. അതുപോലെ സീനിയേഴ്സിൻ്റെ കൂടെ ഒക്കെ ആ പടങ്ങൾ ചെയ്യുമ്പം എനിക്ക് ജനറലി ഐ ഹാഡ് ദിസ് ഒരു ഭയങ്കര ഓഫ് ഫാക്ടറായിരുന്നു ഇവരെല്ലാം കാണുന്നതും. അത് എനിക്കൊന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടാവും, ബിക്കോസ് സിനിമ ഇസ് ലൈക്ക് ദാറ്റ്. ഒന്നാമത് നമ്മൾ സ്ക്രീനിൽ കണ്ട് അത്ഭുതപ്പെട്ട ആൾക്കാർ. സോ അവരെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന പ്രോസസ്, പിന്നെ അവരത് ഷെയർ ചെയ്യുന്ന പലരും പറഞ്ഞേക്കുന്ന ഈ ചെറിയ മൊമെന്റ് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കഥകൾ കേൾക്കുന്നത്. അതെ, ഒരുപാട്. അന്ന് ഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം വിൽ ബി സിറ്റിംഗ് ടുഗദർ. ഇപ്പൊ ഋതുഭേദമൊക്കെ മേനോൻ സാറിന് അടുത്ത ഋതുഭേദത്തിലോട്ട് വരുമായിരുന്നു. അതിന്റെ ഈ പറഞ്ഞ ഇപ്പൊ വിനീതേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ എനിക്ക് എൻ്റെ കണ്ണിൽ നേരെ എനിക്ക് വിനീതേട്ടൻ കാണാമല്ലോ. സ്റ്റാർട്ടിങ് സീൻ അങ്ങനെയാണല്ലോ, എൻ്റെ പേര് താഴത്തെ വീട്ടിലേക്ക് കൊല്ലാൻ വേണ്ടി കൊന്നതാണ്, സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര, അതായത് അവിടെ ഈ കൊടുക്കുന്ന ടെക്സ്റ്റിനനുസരിച്ച് ശ്യാം സാറിന്റെ ഗംഭീര മ്യൂസിക് ഈ ഒറ്റ ഫ്രെയിമിൽ നിന്ന് സംസാരിക്കുന്നു. അവിടെ നമ്മൾ സിനിമ നേരെ പുറകോട്ടാണല്ലോ പോകുന്നത്. ഭയങ്കര ഹുക്ക്, ഭയങ്കര അടിപൊളിയാണ്. അതെല്ലാം എം ടി സാറിന്റെ റൈറ്റിംഗിന്റെ ഒരു പവറും. ആൻഡ് we must mention, of course, പ്രതാപേട്ടനും അശോക് കുമാർ സാർ, കൃഷ്ണേന്ദ്രേട്ടൻ. ആ മനോഹരമായ വരികൾ അത്ര ആത്മ വന്നത് ബിക്കോസ് കൃഷ്ണേന്ദ്രേട്ടൻ. എനിക്ക് ആ സമയത്തൊന്നും ഭയങ്കര ഫ്ലാറ്റ് മോഡുലേഷനും അതിൻ്റെ ഡീറ്റെയിലിങ്ങും, അല്ലെങ്കിൽ പിന്നെ അത്രയും സമയം എടുത്ത്. പക്ഷെ വോയിസ് മാറിയിട്ടില്ലായിരുന്നു, ഭയങ്കര നേസൽ വോയിസ് ആണ്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞു. ഈ ഹൈലി കവിത്വം നിറഞ്ഞ കഥാപാത്രങ്ങളാണ് എം ടി സാറിൻ്റെ ഒക്കെ. ഈ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഗ്നിഫൈഡ് പ്രണയല്ലേ. അത് ഈ ഒച്ചയും വെച്ച്. സോ അത് ഞാൻ ഇതിനിടക്ക് അത് അന്ന് ഓഫ് കോഴ്സ്. ആൻഡ് സോ ഈ ചെയ്യിപ്പിക്കാനുള്ളൊരു അന്ന് സിസ്റ്റം വാസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു ന്യൂ കമ്മറിന് യു ഗിവ് ഒരു എക്സ്പീരിയൻസ് ഡബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്യണം എന്നുള്ളത് ഒരു നിയമമായിരുന്നു. അത് ആണുങ്ങൾക്ക്, പുതുമുഖങ്ങളായ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും. ഫീമെയിൽ ആക്ടേഴ്സും ന്യൂ ഫേസസ് അല്ലെങ്കിൽ അന്യഭാഷ നടികളാണെങ്കിൽ, ഈവൻ മലയാളീസ് ആണെങ്കിൽ. ദാറ്റ് ഇസ് വൈ നമ്മുടെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റിന് ഡബ്ഡ് വോയിസ് ആയിരുന്നല്ലോ ആ കാലത്ത്. അതൊരു പാറ്റേൺ ആയിരുന്നു അന്ന്. ആൻഡ് അത് ഗംഭീരമായിട്ട് അവരെല്ലാം ജീവൻ കൊടുത്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങൾക്ക്. ബിക്കോസ് അന്നത്തെ ഡയലോഗ് ഓറിയന്റഡ് ആയിരുന്നു. ആൻഡ് ദെയർ വാസ് ലോട്ട് ഓഫ് ഡ്രാമ. അന്നത്തെ സീൻസ് ഇന്നത്തെ പോലെ ഹൈലി റിയലിസ്റ്റിക് അല്ല. സോ ആ ഋതുഭേദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആ പ്രോസസ്സിൽ ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റൊക്കെ വായിച്ച്, പക്ഷെ ഇന്ന് ആ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ കഥാപാത്രങ്ങളൊന്നും അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രായത്തിൽ എനിക്ക് അത്രയും മെച്യൂരിറ്റി ഇല്ലല്ലോ. അറിയാം എന്നതാണ് കാര്യം. ഈ അവസാനത്തെ സീനിലൊക്കെ ഈ കേശുവിൻ്റെ ഗംഭീര ഡയലോഗ്സ് ഉണ്ട് എം ടി സാറിൻ്റെ. അതെല്ലാം അതിൻ്റെ സീരിയസ്നെസ്സും ഇതും എല്ലാം അറിയാം. പക്ഷെ ഇന്ന് വെൻ ഐ സീ ദ ഫിലിം I realized what a treasure it was, like with all these great. അതായത് ഷൂട്ടിംഗ് ആ നടുമിറ്റ് ലെവൻ തിലകേട്ടൻ്റെ തലക്കടിച്ച് ഇതാക്കുന്ന എൻഡിലുള്ള സീക്വൻസ്, അതിന് ഇപ്പുറത്ത് ഷോർട്സ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വേറൊരു വലിയ നടുവിറ്റമ്പുണ്ട്. എല്ലാവരും അവിടെ ചെയറിട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. മേനോൻ സാർ ഉണ്ടാവും, വരുന്ന മേനോൻ സാർ, വേണുചേട്ടൻ, എഴുമേച്ചേട്ടൻ, തിലകേട്ടൻ, ശങ്കരാടിച്ചേട്ടൻ, മുരളിച്ചേട്ടൻ, പ്രതാപേട്ടൻ ഉണ്ടാവും അവരുടെ കൂടെ. ഇവരെ അസോസിയേറ്റ് ചെയ്ത് പലരും വരും, ചില ഡയറക്ടർ ഫ്രണ്ട്സ് വരും. സോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും ഉണ്ടാവും. ഇപ്പം തിലകേട്ടൻ അതിൻ്റെ ബാക്കിൽ ഒരു ചെയറോ ഒരു സ്റ്റൂളോ എന്തും ഇട്ടിട്ട് അതിൻ്റെ സൈഡിലിരിക്കും.
യു ഡോണ്ട് ഗോ സിറ്റ് വിത്ത് ദം. അതെ. ഇപ്പം തിലായിട്ട് അതിൻ്റെ തൊട്ട സൈഡിൽ കാലും വെച്ചിട്ട് നോബഡി വിൽ സിറ്റ്. വി സിറ്റ് എ ലിറ്റിൽ അവേ ആൻഡ് ഇതെല്ലാം കേൾക്കുമായിരുന്നു. അത് അന്നത്തെ ഒരുപാട് പടങ്ങൾക്ക് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ട്രഷേർഡ് മൊമെന്റ്സ് ആയിരുന്നു അത്. ബിക്കോസ് ഷോട്ട് കഴിഞ്ഞാലും അന്ന് പിന്നെ ഫോണും ഇല്ലല്ലോ, ഫോണും ഇല്ല, കാരവാനും ഇല്ല, ഫോണേ ഇല്ല. സോ ദിസ് വാസ് അത് കുറേ കാലം അതൊരു വലിയ ഇത്. ഞാൻ പറഞ്ഞ 1-2 കേട്ടോ, 60 ദിവസമൊക്കെ അറ്റ് എ സ്ട്രെച്ച് വി ആർ ടുഗദർ. സോ അത് തെലുങ്ക് ചെയ്തപ്പോഴും ഞാൻ ഇപ്പം തമിഴിലും തെലുങ്കിലൊക്കെ ഐ വർക്ക് വിത്ത് ഗ്രേറ്റ് ബാലചന്ദ്ര സർ, ക്രാന്തികുമാർ സർ, അദ്ദേഹം വെരി സീനിയർ, രവിരാജ പ്രിൻസിറ്റി, ഇവരെല്ലാം വലിയ മാസ്റ്റേഴ്സ് ഇൻ തെലുങ്കാണ്. ഓഫ്കോഴ്സ് ശങ്കർ സർ ഇതിൽ. അപ്പം ആ സമയത്തൊക്കെ ഈ കൂടെ നിന്നിങ്ങനെ കാണാം അവരുടെ വർക്കിംഗ് പ്രോസസ്. ബാലചന്ദ്ര സാറൊക്കെ ഇങ്ങനെ എനർജി ഇതായിരുന്നു ആ സമയത്ത്. ഈവൻ ദോ ഹി വാസ് മിഡിൽ ഏജ്ഡ്. നമ്മൾ ഊട്ടിയിൽ വെസ്റ്റേൺ കാച്ച്മെന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഫുൾ ഓഫ് ഹിലോക്സ്, ഈ ഗ്രീൻ. ഇപ്പം എനിക്ക് തോന്നില്ല അവർ ഷൂട്ട് ചെയ്യുന്നത്. അത് ഫ്രം ദ ടൗൺ, ഊട്ടി ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ത്രൂ എ ഹില്ലി ഏരിയ. അപ്പം ഞങ്ങൾ പോകുന്നത് ഈ 7 o'clock അല്ലെങ്കിൽ 6 o'clock മാജിക് അവർ. അപ്പോൾ ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് 4 മണിക്ക് വിടണം ഹോട്ടലിൽ നിന്ന്. കുറേ പടങ്ങൾ, ഇഷ്ടം പോലെ സോങ്സിന് പോവും. കാതൽ ദേശത്തിന്റെ കുറേ പോർഷൻസ്, ആ മുസ്തഫേന്റെ കട്ട് ഷോട്ട്സ് ഉണ്ട്, ഞാനും അബ്ബാസ് കുന്ന് ഇറങ്ങി വരുന്നത്, അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. 2:30 എണീച്ച് 3 മണിക്ക് അബ്ബാസും ഞാനൊക്കെ ഒരു കാറിൽ ഈ കല്ലും മണ്ണും മഴയൊക്കെ പെയ്ത് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അങ്ങനത്തെ വഴി കൂടെയാണ് പോകുന്നത്. ദർ വാസ് നോ റോഡ്സ്. അതിൽ പോയി ഈ വെസ്റ്റേൺ കാശ്മീരിൽ പോയി ആ മാജിക് കാർ ലൈറ്റ് വരുമ്പോഴാണ് KV ആനന്ദാണ് ക്യാമറ. അതുപോലെ ബാലചന്ദ്ര സാറിൻ്റെ പടം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇദ്ദേഹമൊക്കെ ഒരു ഷോട്ട് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ തിരിയുന്നതിന് മുമ്പേ അടുത്ത മൗണ്ടനിലേക്ക് അദ്ദേഹം നടന്നു പോയിട്ടുണ്ടാവും. പിന്നെ ദ ഹോൾ യൂണിറ്റ് ഹാസ് ടു ഗോ ബാക്ക്. അടുത്ത ഷോട്ട് എവിടെയാണ് വെക്കുന്നത് പറഞ്ഞു. ജാതിമല്ലി എന്ന് പറയുന്ന പടത്തിൽ അതിലും ഞാൻ ഒരു ഫുൾ സോങ് അവിടെയാണ് ചെയ്തത് നമ്മൾ. അപ്പം അതിലൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു എനർജി, അതൊക്കെ ഇപ്പോൾ ഹരൻ സാറൊക്കെ കാര്യമൊക്കെ പറയുന്ന പോലെ ഓൾ ഓഫ് ദം ലൈക്ക് ദാറ്റ്. ആൻഡ് അന്ന് ഈ മോണിറ്റർ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ജഡ്ജ്മെന്റ് ഇസ് ലൈക്ക് ഇങ്ങനെ വെക്കും. ഈ ഇതിൽ ദിസ് ഇസ് അവരുടെ ജഡ്ജ്മെന്റ് ഓഫ് ദ ഫ്രെയിം. സം പീപ്പിൾ ദേ യൂസ് ടു കീപ് ലൈക്ക് ദിസ്, ഇങ്ങനെ വെക്കണില്ല. നമ്മുടെ ഒരു ജനറൽ ഇതല്ല കാണിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ വ്യൂ ഫൈൻഡറിന്റെ, പിന്നെ ഓഫ് കോഴ്സ് ക്യാമറയിൽ നോക്കിയിട്ടാണ് വാട്ട് ഇസ് ദാറ്റ് ഫ്രെയിം എന്നുള്ളത് ദേ ഗെറ്റ് ആൻ ഐഡിയ ആക്ച്വലി. ബാക്കി ഇസ് ദർ ഇമാജിനേഷൻ. അത് അവിടെയാണ് നമ്മൾ നമിക്കേണ്ടത്. അതായത് വേറെ ടെക്നിക്കലി ഇപ്പം ഇവിടെ ഒരു ഫ്രെയിമിൽ വെച്ച് അത് ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ എന്തെങ്കിലും ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുണ്ട്, അവിടെ ഒരു ഗ്രീൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം റാൽഫിന്റെ ബാക്കിൽ ചിലപ്പം ആ ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഐഡിയാസ് വരും. ആ ബാക്കിൽ കേട്ടോ ആ ലൈറ്റ് കൊണ്ട് ഇവർ ലൈറ്റിങ്ങിൽ കുറച്ച് ചേഞ്ച് വരുത്തും. അന്ന് അതല്ല, അന്ന് ഈ നേക്കഡ് ഐയിൽ കാണുന്നത് വെച്ചിട്ടാണ് സിനിമാറ്റോഗ്രാഫേഴ്സും ഇവരും അന്ന്, പിന്നെ ക്യാമറമാൻ ഓഫ് കോഴ്സ് അവർ വ്യൂ ഫൈൻഡറിൽ കണ്ടിട്ട് ചെയ്യുന്നത്. അല്ല ഞാൻ പറയുന്നത് അങ്ങനെ എത്ര ക്ലാസിക്സ് ആണ് ഇപ്പൊ അല്ലേ വന്നിരിക്കുന്നത്. അതെ, ആ മൊമെന്റ് ഹൃദയത്തിൽ പറഞ്ഞപ്പം മോർ ദാൻ ദി എക്സൈറ്റ്മെന്റ് ഓഫ് ആക്ടിങ് ഓർ എനിത്തിങ്, മൈ എക്സൈറ്റ്മെന്റ് വാസ് ബീങ് വിത്ത് എവ്രി വൺ. രാവിലെ വന്ന് എനിക്ക് നമ്മളെല്ലാം ഇപ്പം മോനിഷ ശ്രീദേവി ആൻറ്റി ഉണ്ടാവും, അത് ഉണ്ണിയങ്കിൾ ചിലപ്പം വരും. ഉണ്ണിയങ്കിളും ശ്രീദേവി ആൻറ്റി ഉണ്ടായിരുന്നു, അവരെപ്പോഴും ഉണ്ടാവും മനുഷ്യരുടെ കൂടെ. ഗീത ചേച്ചി ആൻഡ് പിന്നെ ഇവര് മീനാമച്ചി, മണിമാല എന്ന് പറഞ്ഞ നമ്മളെ മൂർത്തി വെണ്ണിരാടെ മൂർത്തി സാറിൻ്റെ വൈഫാണ്. ഈസ് എ വെരി ലെജൻഡറി ആക്ടർ ഇൻ തമിഴ്. അവരാണ് ആ തിലേട്ടൻ്റെ ചിറ്റമ്മ അല്ല സെക്കൻഡ് വൈഫായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, നെഗറ്റീവ് റോൾ. സോമേട്ടൻ, ശങ്കരാടി ചേട്ടൻ, ടോണി അതിലൊരു ഗംഭീര ക്യാരക്ടറാണ്. കുറേ പേരുണ്ട് കേട്ടോ അതിൽ. ശാന്തടുത്തി, കോഴിക്കോട് ശാന്തടുത്തി, മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയും, പിന്നെ NFTCയിലെ ചന്ദ്രൻ നായർ അങ്കിള് അതിൽ എംബ്രാസിനായിട്ട് വരും. സോ അങ്ങനെ ലോഡ് ഓഫ് സോ ഇവരെല്ലാം ഇരുന്നിട്ട് MT സർ വുഡ് വിസിറ്റ്.
എനിക്ക് തോന്നുന്നു ആ സമയത്താണ് പ്രതാപേട്ടന് നാഷണൽ അവാർഡ് കളക്ട് ചെയ്യാൻ പോകേണ്ട സമയത്ത് 2 ദിവസം എം ടി സാറാണ് ഷൂട്ട് ചെയ്തത്. ഓ, അതിന്റെ ഒരു പിക്ചർ ഉണ്ട്. അതായത് ഈ ക്രെയിനിൽ അശോക് കുമാർ സാർ ഇരുന്നിട്ട് താഴെ എം ടി സാർ ഇങ്ങനെ ഒരു ഇതിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് എനിക്ക് അത് ഞാനിങ്ങനെ ഓടി വന്ന് അകത്തേക്ക് പോകുന്നതോ എന്തോ ഒരു സീനാണ്. അതുപോലെ ഉള്ളിൽ ഒരു സീൻ എം ടി സാർ വാസ് ഡയറക്ടിങ് വിത്ത് ഗീത ചേച്ചി ആൻഡ് മോനിഷ. ഐ തിങ്ക് ഐ വാസ് വാച്ചിങ് ദാറ്റ്. ആൻഡ് അന്ന് നമ്മുടെ ഒരു ഇപ്പൊ ഷോട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും റൂമിൽ പോയി കിടന്നുറങ്ങുക, അല്ലെങ്കിൽ അന്ന് അങ്ങനെയാണ് നമ്മൾ യൂസ് ടു ജസ്റ്റ് ടേക്ക് റെസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പം ടെക്നീഷ്യൻസും എല്ലാം ബ്രേക്ക് ആയാലും ഏതെങ്കിലും ഒരു റൂമിൽ ഇപ്പം ലൈറ്റ് മെൻ ഒന്നും ആ ഒരു സമയമേ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ കിട്ടും. നമ്മൾ യൂസ് ടു ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് വാച്ച് ഇവരെ പെർഫോം ചെയ്യുന്നത് കാണും, വേണച്ചേട്ടൻ പെർഫോം ചെയ്യുന്നത്. അത് പണ്ട് വരെ ഹരൻ സാറൊക്കെ എപ്പോഴും പറയായിരുന്നു അത് അവിടെ പോയിരുന്ന് വെറുതെ സമയങ്ങളെല്ലാം തിലകനും നെടുമുടിവേണൊക്കെ പെർഫോം ചെയ്ത് കണ്ട് ഒബ്സർവ് ചെയ്യുന്നുള്ളത്. ആ ഒബ്സർവേഷൻ ഡെഫിനറ്റ്ലി ഹെൽപ്സ് യു ഗ്രോ. ഡാൻസ് ലൈഫിന്റെ പാർട്ടായതുകൊണ്ടും നിരവധി സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് വിനീതേട്ടൻ പേഴ്സണലി ചെറിയ ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിട്ട് ഈ ഇടനാഴിലൊരു കാലച്ചയിൽ ജയഭാരതീച്ചോടൊപ്പം ഡാൻസ് ചെയ്യുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഭാരതീച്ച് വെരി വെൽ ട്രെയിൻഡ് ഡാൻസർ. വഴൂർ ബാണിയിൽ ശാസ്ത്രീയമായിട്ട് അവർ ഒരുപാട് അഭ്യസിച്ച സീനിയർ ഡാൻസറായിരുന്നു. ആൻഡ് ഇടനാഴിൽ കാലച്ചയിൽ ഭാരതി ചേച്ചിയുടെ ഗുരുവാണ് ഇന്ദിരാരാജൻ. ഷി വാസ് എ ഗ്രേറ്റ് ഡാൻസർ, ഡാൻസ് ടീച്ചർ. ഭാരതി ചേച്ചി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ദിരാരാജനാണ് അതിൽ വന്ന് കൊറിയോഗ്രാഫി ചെയ്തത്. ആ സ്റ്റേജിലെ സോങ് നമ്മുടെ ആ ജതി, ആ സ്റ്റേജിൽ ജതി പറയുന്നത് ഇന്ദിരാരാജൻ മാമാണ്. ഷീസ് നോ മോർ, ഷീ പാസ്ഡ് അവേ. അപ്പം മദ്രാസിലെ ഒരു ഹൈലി അക്കാഡമിക് ഗുരുവായിരുന്നു. വളരെ റെസ്പെക്ട്. ഇപ്പം KJ സരസ മാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വളരെ ഒരു സീനിയറായ ഒരു അവർ വരച്ചേച്ചി അവരുടെ കീഴിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഈ പടത്തിന് ഷീ കേം ആൻഡ് സ്റ്റേജിൽ കുറേ ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. ഭാരതശേഷിയുടെ കൂടെ ഞാൻ റിഹേഴ്സ് ചെയ്യായിരുന്നു ആ ജതികളും ഇത്. ആൻഡ് എനിക്ക് ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് ഓണർ. ഐ മീൻ ജയഭാരതി അമ്മയെ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ട്രസിൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ ഡാൻസ് ചെയ്യാം ആൻഡ് ഷെയർ എക്സ്പീരിയൻസസ്. ഷീ വുഡ് ടോക്ക് ടു അസ്. എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭാരതി അമ്മ. അന്ന് ഭയങ്കര മോനോടുള്ള ഒരു സ്നേഹം പോലെയായിരുന്നു. സോ അത് വെരി പ്രഷ്യസ് മെമ്മറി. അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു വീടാണത്. ആക്ച്വലി ഒരു പഴയ ട്രഡീഷണൽ ഹൗസാണ്. അപ്പം ഈ മേലെ വുഡൻ ഫ്ലോറാണിത്. അതിന്റെ മുകളിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇത് എപ്പോഴും അല്ല ഭയങ്കര ഹെവി ജതികളാണത്. അപ്പൊ കാല് നന്നായിട്ട് അത് എന്നെ വിട് ഭാരതി ചേച്ചിയൊക്കെ ബിക്കോസ് ആ അഴുത്തമായിട്ട് ചവിട്ടുന്നുള്ളതാണ് അവരുടെ പാരമ്പര്യമായി പഠിക്കുന്നതുകൊണ്ട്. ഞങ്ങൾ രണ്ടുപേരും അഴുത്തമായി ഇത് എപ്പം ഇളകി വീഴുന്നില്ല. ബിക്കോസ് വളരെ വുഡൻ ഫ്ലോസ് ആയിരുന്നു. ഭയങ്കര ഒച്ച. അതെനിക്ക് ഓർമ്മയുണ്ട്. ദ ഹോൾ യൂണിറ്റ് വാസ് അലേർട്ട് ബിക്കോസ് വി വർ ഡാൻസിങ് ഓൺ ടോപ്പ്. അതിലൊരു സീക്വൻസ് വരും അതാ ജതി മാത്രം അതെ അമ്മയും മോനും കൂടെ ഡാൻസ് ചെയ്യുന്ന അങ്ങനെ. അയ്യോ അതെല്ലാം സോമേട്ടനുണ്ടായിരുന്നു. ഞാൻ സോമേട്ടനെ പെട്ടെന്ന് കണക്ട് ആയി കാലച്ച വന്നത്. ഈ പല ക്യാരക്ടേഴ്സിന് പറയുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരിടത്തിലെ ജോസൂട്ടി ഒരു യൂണിക് ക്യാരക്ടറായി തോന്നിയിട്ടുണ്ട്. കാരണം അതുവരെ വന്ന ഒരു പാറ്റേൺ അല്ലായിരുന്നു ജോസൂട്ടിയെ ഫോം ചെയ്തത്. ജോസൂട്ടി എനിക്ക് രസമുള്ള മൊമെന്റ് ആണ് രാത്രി കടയിൽ സംസാരിക്കുമ്പോൾ വെളിച്ചം ദുഃഖമാനുണ്ണി തമസല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇയാൾക്ക് എങ്ങനെയുള്ള രക്ഷപ്പെട്ട് പോണം. ഇലക്ട്രിസിറ്റി ഇയാളുടെ പ്രശ്നമല്ല. അതുപോലെ ഒരു നാടകമുണ്ട്. അയ്യോ ചിരിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ചിരിക്കും. വേണുചേട്ടൻ ഭയങ്കര ഹിലേറിയസ് ക്യാരക്ടർ. ഒന്നാമത് തിരുവനന്തപുരം സ്ലാങ് വിട്ടിട്ട് എനിക്കിപ്പോൾ അത് എനാക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത് ആ സീൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഫുൾ ടൈം ഞാൻ ചിരിക്കായിരുന്നു. വേണുചേട്ടൻ ചിരിക്കും കൂടെ. അതായത് എന്നിട്ട് ചില ലുക്സ് ഉണ്ട് വേണുചേട്ടൻ്റെ. അതുപോലെ അതിൽ വേറൊരു സീനുണ്ട്. ഈ
ആന ഒരു ഇടയിൽ കൂടെ മേടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൂടെ നിന്ന് നോക്കും. എന്നിട്ട് രണ്ട് സൈഡിലും പോകാൻ പറ്റില്ല, ഘടകങ്ങൾ ഈ മതിൽ പോലെ. അത് അപ്പൊ ഇത് പേടിച്ച് മേലെന്ന് ആരും വിളിച്ച അത് മറ്റേ തെക്കേ വളപ്പിലെ ശങ്കരനാ, പേടിക്കണ്ടതോ. അപ്പൊ മേടിച്ചിട്ട് ഒരു ഡയലോഗ്, എന്തരായാലും യാനകള് തന്നെ, ആടെ അല്ലല്ലോ, എന്തരായാലും യാനകള് തന്നെ. അങ്ങനെ ഒരു ഡയലോഗ് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അല്ല അതൊക്കെ ഷൂട്ട് ടൈം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അല്ല അത് ഇറ്റ് വാസ് എ വെരി ഡിഫറെന്റ് ഫിലിം. അരവിന്ദൻ സാറിന്റെയും അതെ അതെ, വെരി യുണീക്ക്. ആൻഡ് നമുക്ക് അങ്ങനെ എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഇടനിലങ്ങൾ നഗക്ഷതങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ SSLC എക്സാം കഴിയുന്ന ദിവസം രാത്രി വണ്ടി കയറി ഞാൻ ഷൊർണൂരിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് SSLC എക്സാം കഴിഞ്ഞിട്ട് ആഘോഷമോ മറ്റൊരു പരീക്ഷ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയാലൊക്കെ അന്നത്തെ ഒരു ചടങ്ങാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകും ഒരു പടത്തിന്, ബിക്കോസ് ആ പഠിപ്പിന്റെ ക്ഷീണം മാറ്റാൻ അതിനൊന്നും സമയമില്ല. അന്ന് രാത്രിത്തെ വണ്ടിക്ക് ഷൊർണൂർ എത്തണം, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ടിങ്. ആ പടത്തിന് എന്നെ വിളിക്കാൻ വന്നത് നമ്മുടെ ശ്രീനേട്ടൻ വീട്ടിൽ വന്ന്. അപ്പൊ ആ ഷൂട്ടിങ് തുടങ്ങി തോന്നുന്നു, ബിക്കോസ് ശ്രീനേട്ടൻ മീശ എടുത്തിരുന്നു. അത് വേറെ ഏതോ പടത്തിൻ്റെ ഇതിൽ നിന്ന് വന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ശ്രീനേട്ടൻ വീട്ടിൽ വന്നിട്ട് മേലെ ഇരുന്ന് ശ്രീനേട്ടൻ അച്ഛനോട് സംസാരിച്ച്. അപ്പം പരീക്ഷ, അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് മാത്സ് ട്യൂഷന് പോകും സൈക്കിളിൽ. അപ്പം ഈ 7 മണിക്ക് തിരിച്ചു വരുമ്പോഴാണ് ശ്രീനേട്ടനോട് ഇരിക്കുന്നത് കണ്ടത്. ആൻഡ് ഹി വാസ് എ വെരി പോപ്പുലർ ആക്ടർ അപ്പം തന്നെ. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു ശ്രീനിവാസൻ വന്നിട്ട് എന്താ ഹി ജസ്റ്റ് കം. ഞാൻ ഓടിപ്പോയി ശ്രീനേട്ടനെ വിളിച്ച് മേലെ പോയി സംസാരിച്ച്. അപ്പം ഇങ്ങനെ അരവിന്ദേട്ടൻ്റെ പടമാണ്, ഇന്നതാണ് റോള്, ചെറിയ ഇത്. അപ്പം എൻ്റെ എക്സാം എന്തോ 20-നോ 15-നോ എന്തോ തീരും. ഐ റിമെമ്പർ ഇറ്റ് വാസ് മാർച്ച് ഫസ്റ്റ് വീക്ക് ഓർ മിഡ്, എനിക്ക് ഓർമ്മയില്ല. അന്ന് തന്നെ പുറപ്പെടാം, ബിക്കോസ് ഷൂട്ട് നെക്സ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അവിടെ ശ്രീനേട്ടൻ, എല്ലാവരും മേടിച്ചേട്ടൻ, പിന്നെ ഇവര് രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി. ആൻഡ് വെരി, എൻ്റെ മെമ്മറി ഓഫ് അരവിന്ദൻ സർ വാസ് ഓഫ് കോഴ്സ് ഈവൻ ഞാനും അരവിന്ദേട്ടൻ എന്നൊക്കെയാണ് വിളിച്ചത്. വെരി സീനിയർ പേഴ്സൺ, ബിക്കോസ് എല്ലാവരും വിളിക്കുന്ന പോലെ നമ്മളന്ന് വിളിക്കും, അങ്ങനെയാണ്. അപ്പം ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു. ആൻഡ് അങ്ങനെ ഒരു ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ ഡയലോഗ് നമ്മളെ കൊണ്ട് വെറുതെ പറയും, അവിടെ ഇന്ന മോഡുലേഷൻ ഉണ്ട്, അതൊന്നും ദാറ്റ് വാസ് ഹിസ് വേ. ഇപ്പം ഞാൻ സിത്താരയുള്ള കോമ്പിനേഷനിലൊക്കെ ഞങ്ങൾ സാധാരണ പോലെ പറയാം, അതിൽ വേറെ ഒരു എക്സ്ട്രാ ഡ്രമാറ്റിക് എലിമെന്റ് കൊണ്ടൊരു അതൊന്നും, അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു അവരുടെ. ഷാജി സാറും ആൻഡ് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ്. ഷാജി സാർ, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു ശബ്ദം ഉണ്ടാവില്ല, ക്യാമറ ഓടുന്ന ഒച്ച മാത്രമേ കേൾക്കൂ, കട്ടും കൂടിയില്ല, ഇങ്ങനെ തൊടുക ചെയ്യാം. ഷാജി സാർ ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടിൽ ആക്ഷൻ പറയും, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ തൊട്ടാൽ അതാണ് കട്ട്. നമ്മൾ ക്യാമറ ഓഫ് ആകുമ്പോൾ ആ ഒച്ച, അന്ന് ഫിലിമല്ലേ, ആ ഒച്ച നിന്നാലും ഓക്കെ, ഷോട്ട് തീർന്നു. അങ്ങനെ പക്ഷെ രസകരമായ ഷോട്ട്സ് ഉണ്ട്. അതെനിക്ക് ഒരു മൈതാനത്ത് ഒരു അതിലൊരു ഷോട്ട് ഉണ്ട്, ഞാൻ ഒരു എഡ്ജ് ഓഫ് ദ മൈതാനം ടു മറ്റേ എഡ്ജ്, അത് അങ്ങനെ ആ പടത്തിലുണ്ട്. ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് അങ്ങനെയായിരുന്നു. സോ അതായത് ടു ഷോ ദ ജോഗ്രഫി ഓഫ് ദറ്റ് വില്ലേജ്, പിന്നെ അതിലെ അവരെ പ്രോസസ് ഓഫ് ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കാം. ഉണ്ട് ആ അമ്പലത്തിലെ വെടിക്കെട്ടും ഇതും. അവിടെയും ഈ അബ്സല്യൂട്ട് ബ്ലിസ് ആണ്. എന്നെ സംബന്ധിച്ച് ശ്രീനേട്ടൻ, വേണുചേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, ഇവരെല്ലാം ഉണ്ട്. ഇവര് ഷാജി സാർ അപ്പം നഗർഷതങ്ങൾ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്നത്. അപ്പൊ ഷാജി സാർ ഇസ് ലൈക്ക് എ മെന്റർ. ഇപ്പൊ ഒരു ഗുരു ഫിഗറായിട്ട് ഷാജി സാർ ഉണ്ട്, ബിക്കോസ് അദ്ദേഹമൊക്കെയാണ് ഞങ്ങളെ ഭരത് സാറിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഷാജി സാറും വളരെ സോഫ്റ്റ് സ്പോക്കണാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ, ടെക്നിക്സ്, ഡിസിപ്ലിൻ ഓഫ് വർക്കിംഗ് ഇൻ സിനിമ, അതിനെക്കുറിച്ചൊക്കെ ഷാജി സാർ. അതുപോലെ ഞാൻ എന്നും ഓർമ്മിക്കുന്ന ഒരു ഇതാണ്, എപ്പോഴും സബ്സ്റ്റാൻഷ്യലായിട്ട് ഉള്ള വർക്ക് ചെയ്യാൻ നോക്കണം. വിനീത് എന്നോട് വിഷമിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ആക്ടർ. മീനിങ് ഫുൾ ആൻഡ് സബ്സ്റ്റാൻഷ്യലായ വർക്ക് നോക്കി ചെയ്യണം, ചറപറാന്ന് എടുത്ത് ചെയ്യരുത് എന്നുള്ള എന്തൊരു വാലിഡ് പോയിന്റാണ്. ഫോർ യുവർ ദാറ്റ് ഈസ് യുവർ പ്രയോറിറ്റി ഷുഡ് ബി ടു സെലക്ട് ക്വാളിറ്റി വർക്ക്. അത് ഒരു മനസ്സിൽ എപ്പോഴും വേണമെന്നുള്ളത് ഷാജി സാറിൻ്റെ ഒരു അഡ്വൈസാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആൻഡ്
സോ ആൻഡ് അവരെല്ലാം ഉണ്ടല്ലോ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, അതാണ്. അല്ലെങ്കിൽ ഒരു 16 വയസ്സായ കുട്ടി എന്താ പറയുക, അങ്ങനെ ആയിരുന്നില്ല. സോ അത് നമുക്കൊരു ലേണിംഗ് വാല്യൂ ചെയ്യുന്നുണ്ടല്ലോ. എവ്രിബഡി ദേസ് ടു ഡു ദാറ്റ്. ആൻഡ് അത് നമ്മളിപ്പോഴത്തെ എസ്പെഷ്യലി ആ പ്രായത്തിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നമ്മൾ ഈ പേടിച്ച ഒരു സൈഡിൽ പോയാൽ പിന്നെ അവരുടെ ആ ടെറിട്ടറിയിലേ വരില്ല. ഇഫ് യു ആർ സ്കേർഡ് ഓഫ് ദം, നോ. ഭയഭക്തി ബഹുമാനമുണ്ട്, പക്ഷെ അല്ലാതെ വെറും ഭയം മാത്രമായി കഴിഞ്ഞാൽ ഈ പഠനം ഒന്നും കയറില്ല തലയിൽ. പേടിച്ചിരിക്കും. അതില്ലായിരുന്നു. ഭയങ്കര വാംത്ത് ആയിരുന്നു ഇവരെല്ലാം. ഓൾ ദീസ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് വല്ല ദാറ്റ്. ഐ വാസ് നെവർ സ്കേർഡ് ഓഫ് എനിബഡി. ഹരൻ സാറിനെ ഭയഭക്തി ബഹുമാനം, എം ടി സാർ ആയാലും എന്ന് വെച്ച് ഫ്രണ്ട്സിനെ പോലെ വർത്താനം പറയാന്നല്ല. പക്ഷെ അവർ പറയുന്നത് വളരെ ആങ്സൈറ്റിയോടുകൂടി കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, അത് ഈ സ്നേഹം കൊണ്ടാണ്. അല്ലാതെ വെറുതെ പേടിപ്പിച്ച് ഇതാക്കിയ പിന്നെ നമുക്ക് ഹരൻ സാറൊന്നും എനിക്ക് ഇന്ന് വരെ എന്നോടൊന്നും അങ്ങനെ ഒരു ഹാർഷായിട്ട് സംസാരിച്ചതോ, അല്ലെങ്കിൽ സെറ്റിൽ ജനറലി അവർ ദേഷ്യം പിടിക്കും. ഡയലോഗെല്ലാം ഇതാക്കിയാലൊക്കെ ഹരൻ സാറിൻ്റെ ടോൺ മാറും. ഹീസ് ജനറലി ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയാണ്. ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഹീസ് വെരി വർക്കാണ് അവിടെ, നത്തിങ് എൽസ്. പ്രയോറിറ്റി ഈസ് വർക്ക്, യുവർ ഡയലോഗ്സ് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കണം. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ഇതാണ് ഒരു ഹാർഷായിട്ടൊരു ടോണോ ഇതുവരെ, നോട്ട് ജസ്റ്റ് ഫ്രം ഹരൻ സർ, ലൈക്ക് ഓൾ ദ സീനിയേഴ്സ്, വെദർ ഇറ്റ്സ് ഭരതേട്ടൻ ഓർ ദേ ആർ ഓൾ സോ വാം. ആൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പം അശോകേട്ടൻ മച്ച് സീനിയർ ടു മീ, റഹ്മാൻ ഹി സീനിയർ ടു മീ. നമുക്കെല്ലാം കിട്ടിയൊരു ഭാഗ്യമാണ് അത്. ഇപ്പം ഞാൻ അവരെ പറഞ്ഞത് ബിക്കോസ് അവരും ആ സമയത്ത് എന്നെക്കാട്ടും എൽഡർ ആണെങ്കിലും വളരെ പോപ്പുലറായിട്ട് ഈ ലെജൻസിൻ്റെ കൂടെ എല്ലാം വർക്ക് ചെയ്ത ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞ് ഓഫ്കോഴ്സ് മുരളിച്ചേട്ടൻ, ഇതിനെല്ലാം മേലെ ലാലേട്ടൻ, മമ്മൂക്ക, സോ മെനി ഫിലിംസ്. സോ ഐ തിങ്ക് ദേ വിൽ ഷെയർ. അവരെ ബോണ്ടിങ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ യങ് ടീനേജ് ബോയ് ആൻഡ് ദീസ് മാസ്റ്റേഴ്സ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ദേ യൂസ് ടു സീ യു ആസ് ദാറ്റ് ക്യാരക്ടർ. ഇപ്പോൾ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് 16 വയസ്സായ പയ്യന്. ആ ക്യാരക്ടറിൻ്റെ നോടുള്ള സ്നേഹവും റെസ്പെക്റ്റും നമ്മളോടും, ബിക്കോസ് അവർക്കറിയാം ഹീസ് ഗോയിങ് ടു ബി ദ മെയിൻ ലീഡ്. അപ്പോൾ ആ പെർഫോമൻസ് എന്ത് വരണം എന്നുള്ളത് ആ കംഫർട്ട് സോണിലേക്ക് നമ്മളെ കൊണ്ടുവരും. അത് ഈ സ്നേഹമാണ്, ഈ ബോംസ് എന്ന് പറയുന്നത് നമ്മൾ. അതിൻ്റെ കൂടെ ശിക്ഷ, അതായത് ദറ്റ് ഗൈഡൻസ്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ഇൻസ്ട്രക്ഷൻസ്. അത് വരുമ്പോൾ നമ്മൾ വേഗം അത് ഇപ്പം നെർവസ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നത്തിങ് വിൽ ഗെറ്റ് ഇൻ ടു യു, ബ്ലാങ്ക് ആയി പോകും. അത് എവിടെയായാലും. സോ അങ്ങനെ ഒരു പ്രോസസ് ആയിരുന്നു. പറഞ്ഞ പോലെ ഒരിടത്തിന്റെ ഈ ക്ലൈമാക്സും ഭയങ്കര ഐക്കോണിക് ക്ലൈമാക്സ് ആണല്ലോ. സോ മെനി ആർട്ടിസ്റ്റ് ജോസൂട്ടിക്ക് ഇത് പറ്റുന്നതും എല്ലാ തരത്തിലും പെർഫോമറെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ. അതല്ല കേശു, അവിടെയാണ് ഈ കേശു അറിയുന്നത് പെങ്ങളറിയാതെ മോഹിക്കാന്ന് പറഞ്ഞിട്ടുള്ള എം ടി സാറിന്റെ ഒരു ഫേമസ് ലൈൻ ഉണ്ട്. ഇടവരുത്തിയല്ലോ ഏമാൻ എന്നാണ് ചോദിക്കുന്നത്. ഐ ഡിഡ് നോ ഷി വാസ് മൈ സിസ്റ്റർ. ദാറ്റ് ഷാറ്റർഡ് ആയപ്പോൾ എന്നോട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പറയായിരുന്നു. അങ്ങനെ രസമുള്ള ലൈൻസ്, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓൾ ദോസ് ലൈൻസ് ഗ്രേറ്റ്. ഈ മാസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ പപ്പേട്ട മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് ഓർക്കാം തോപ്പുകൾ. അതിലും ഈ പറഞ്ഞ ക്യൂട്ട് മറ്റേ ബോയ് ആണല്ലോ തുടങ്ങുന്നതേ നിങ്ങളുടെ ക്യാരക്ടറിലാണ് സിനിമ. കറക്റ്റ്. ആക്ച്വലി ദാറ്റ് വാസ് മൈ 4th ഫിലിം. ഒരിടത്ത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. ബിക്കോസ് അതേ ലുക്കാണ്, ആ മീശയൊക്കെ എടുത്ത് കഴിഞ്ഞ സമയമാണ് അത്. ആ മുടിയും അത് ഒരിടത്തിന് വേണ്ടി വെട്ടിയതാ, പറ്റ വെട്ടിയിട്ട് ദേ വാണ്ടഡ് മീ ടു ഷേവ്. ഈ ജോസൂട്ടി എന്ന ക്യാരക്ടർ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ആന്റണി പത്മനാഭ സാർ ഇതേപോലെ ലൈക്ക് ഞാൻ ആ ഒരു പഴയ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഐ മീൻ ഷൂട്ടിംഗ് ആ ഫുൾ പ്രോസസ്സിൽ വി ഹാഡ് ടു ബി ദർ. മൈസൂർ തന്നെ. അല്ലാണ്ട് ഈ 4 ദിവസം ഷൂട്ട് ചെയ്ത് ഇനി ഒരു 3 ദിവസത്തേക്കില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഇല്ലായിരുന്നു. ആ ഇല്ലാത്ത സമയം നമ്മൾ സെറ്റിൽ വരും രാവിലെ. ഇപ്പം അസിസ്റ്റൻസും എല്ലാവരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയായിരുന്നു. ഇപ്പം ചിലപ്പം കോ ഡയറക്ടർ ഉണ്ടാവും, വേറെ 2 അസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ അസിസ്റ്റൻസ് ഉണ്ടാവും, തിലകേട്ടൻ ഉണ്ടാവും, ചിലപ്പോൾ ഞാനുണ്ടാവും, പൊന്നവൻ ചേച്ചി മുമ്പിലിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. വി ഓൾ യൂസ് ടു ട്രാവൽ ടുഗദർ. ഇപ്പം നക്ഷത്രങ്ങളിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഹരൻ സാറ് ഫ്രണ്ടിലിരിക്കും, ഷാജി സാറ് കൊന്നനാട്ട് ആർട്ട് ഡയറക്ടർ കൊന്നനാട്ട് സാറ്, സാമിയേട്ടൻ എന്ന് വിളിക്കാം, അദ്ദേഹം സെൻട്രൽ ഉണ്ടാവും,
ചിലപ്പോൾ സോങ്ങിന്റെ ഒന്നും കട്ട്സ് എടുക്കാൻ പോയിരിക്കും. കക്കയത്തൊക്കെ പോകുമ്പോൾ ആരെയും ഭാവകയാണ് ഞാനിപ്പുറത്തെ സൈഡിലുണ്ടാവും. കോൺവെർസേഷൻ ഇവിടെ ഷാജി സാറും ഹരൻ സാറും ഇതിങ്ങനെ നമുക്ക് കേൾക്കാം. ഹരൻ സാർ ഇങ്ങനെ പാട്ട് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, ഒരു എനിക്ക് ഓർമ്മയില്ല, അത് എപ്പോഴും ഈ ട്രാവലിൽ സാർ ഇങ്ങനെ ഇട്ടിട്ട് കേൾക്കും. ഹി മസ്റ്റ് ബി പ്ലാനിങ് ദ ഷോർട്സ് ആൻഡ് അതെനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ആരെയും ഭാവം കേവലമർത്തിയ ഭാഷ ഇതെല്ലാം മൊണ്ടാജ് സോങ്സ് ആണല്ലോ, ലിപ്പില്ലല്ലോ. സോ അത് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്, അത് ഞാൻ പല സിനിമകൾ പരിണയത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഹി കീപ്സ് ലിസണിങ് ടു ദീസ്. അത് ഈ പ്രോസസ്സിലാണ് ഈ നമ്മൾ ഒരു ഷോട്ട് ഒരു സ്ഥലത്ത് എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഒരു കാറിലാണ് എല്ലാവരും. അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. ആർട്ടിസ്റ്റ് ആയാലും അല്ല, ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ ഒരു 4 പേരുണ്ടാവും, ചിലപ്പോൾ 1.5 മണിക്കൂർ കോഴിക്കോട് നിന്ന് ഉള്ളോട്ടുള്ള സ്ഥലമായിരിക്കും. സോ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അന്ന്. ആൻഡ് അത് ദാറ്റ് ഓൾസോ ആസ് ഐ ടോൾഡ് യു നോ, ഈ ഇവരുടെ കോൺവെർസേഷൻസ് എല്ലാം നമുക്ക് അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ കേൾക്കാൻ സാധിക്കും. പത്മനാഭ സാറ് മുന്തിരിത്തോപ്പിൽ ഓഫ്കോഴ്സ് ഐ വാസ് ടു യങ്. ഞാൻ 10th കഴിഞ്ഞ സമയമാണ്, ഞാൻ 11th അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേരാൻ പോകുന്ന സമയത്താണ്. പക്ഷെ ഭയങ്കര നെർവസ് ആയിരുന്നു ആ മുന്തിരിത്തോപ്പിന്. ബിക്കോസ് എനിക്ക് ഒട്ടും അതായത് ആ ജോണർ എനിക്ക് അറിയില്ലായിരുന്നു. ഈ ആന്റണി എന്ന് പറഞ്ഞാൽ സോളമൻ്റെ ബഡ്ഡിയാണ്, കസിൻ ബ്രദറും. ഏകദേശം ഒരു സമപ്രായക്കാരെ പോലെയാണ് അവര്. അനിയനാണെങ്കിലും they have some adult talks and all. അത് എനിക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഡയലോഗ്സ് ആയാലും. ആൻഡ് പിന്നെ പെർഫോമൻസ് ഈ ലാലേട്ടൻ്റെ കൂടെ ബാലൻസ് ചെയ്ത് അതൊക്കെ പത്മനാഭ സാറിൻ്റെയും സുരേഷ് ഉണ്ണിത്താൻ, ഹി വാസ് എ കോ-ഡയറക്ടർ. ഐ തിങ്ക് ബ്ലസ്സിച്ചായൻ വാസ് ഓൾസോ ആൻ അസിസ്റ്റന്റ് ഡയറക്ടർ. പക്ഷെ ഇവര് ദേവ്സ് ആൻഡ് മോഹൻദാസ്, പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ, ഇവരൊക്കെ ആയിരുന്നു സീനിയേഴ്സ്. ബ്ലസ്സിച്ചായൻ വാസ് ഐ തിങ്ക് ഫസ്റ്റ് ഫിലിം ഓർ സംതിങ്. സോ ബ്ലസ്സിച്ചായൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഹി വാസ് ഓൾസോ ദാറ്റ്. പക്ഷെ ഇവരാണ് ഈ സുരേഷ് ചേട്ടൻ യൂസ് ടു ലാലേട്ടന് പ്രോംപ്റ്റ് ചെയ്യുന്ന സുരേഷ് ചേട്ടൻ, എന്നെ ഡയലോഗ് പഠിപ്പിച്ചു തന്ന സുരേഷ് ചേട്ടനാണ്. അതെന്താണ് മോഡുലേഷൻ. അത് കഴിഞ്ഞ് സെറ്റിൽ വരുമ്പോൾ പത്മനാഭ സാർ അത് പോളിഷ് ചെയ്തെടുക്കും. പക്ഷെ അവിടെയും ഈ പഠിക്കൽ പ്രോസസ് വാസ് ദ സെയിം. സോ പക്ഷെ ഭയങ്കര നെർവസ് ആയിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് നെർവസ് ആയിട്ട് ഞാൻ പെർഫോം ചെയ്ത ഒരു ക്യാരക്ടർ. ബിക്കോസ് ഈ കംഫർട്ടബിൾ സോൺ അല്ല ഈ ഇപ്പറ കണ്ട ലെജൻസ് ആരും ഇങ്ങോട്ടേക്ക് ഇല്ല. അതെ, ലെജൻസ് മാത്രല്ല, അല്ല ഇറ്റ്സ് മോർ ഓഫ് ദ ക്യാരക്ടർ. ഇപ്പൊ നഗരക്ഷതങ്ങളിലൊക്കെ എനിക്ക് ചേട്ടനാണ് കംഫർട്ട് സോൺ എന്ന് പറയാൻ പറ്റുന്ന അന്ന്. അല്ല അത് എന്താ പറയാ, ആ പെർഫോമൻസും എനിക്ക് റിലേറ്റ് ചെയ്യുന്ന എന്റെ ഏജ് അവിടെ ഒന്നുമില്ല. അവിടെ ഐ ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയലോഗ്. ഇതല്ല, ഇത് ഇവന്റെ ലിറ്റിൽ മോർ മെച്ചുവേർഡ് ആന്റണി. ഇവരെ കോൺവെർസേഷൻസ് അങ്ങനെയാണ്. മറ്റേ നിനക്ക് ആ മറ്റേ അന്യത്തെയായിട്ട് ഇതാണല്ലേ ഇവൻ്റെ ഒരു ഇതാണ് ബ്ലഷ് ചെയ്യുന്നതും, പിന്നെ ഇവർ തമ്മിലുള്ള സംസാരം, പിന്നെ ഇവർ സോളമനും സോഫിയനെയും കണക്ട് ചെയ്യുന്നത് ഈ ആന്റണിയല്ലേ. സോ അതൊരു പുതിയ ഏരിയ ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ. സോ അതിൻ്റെ ഒരു നെർവസ്നെസ് ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ഈ ഡയലോഗ്സിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് പത്മനാഭ സാറിൻ്റെ, അത് പഠിക്കുക, അത് കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാം, ഇവരെല്ലാം കൂടെ ചെയ്യാം. സോ അങ്ങനെ ഒരു, പക്ഷെ ദർ വാസ് സോ മച്ച് ഓഫ് ജോയ് ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നതും അതും. പക്ഷെ ആസ് എൻ ആക്ടർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ വാസ് എനിക്ക് അന്ന് ബിക്കോസ് ഞാൻ ആ ഏജിനെക്കാട്ടൊക്കെ എത്രയോ ചെറുതായിരുന്നു ഞാൻ. അതെ, പക്ഷെ അതില് ഭയങ്കര ക്യൂട്ട്നെസ്സും ഉണ്ടായിരുന്നു. അതേസമയം അഗെയിൻ ഡബിങ് ആർട്ടിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ. അവിടെയാണ് നമ്മൾ ഈ ഡബിങ് ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അത് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജീവൻ ഉണ്ടാവില്ല അതിന്. ഒന്നാമത് ലാലേട്ടൻ്റെ ആ ഏജ് ഇപ്പൊ ഒരു mid-20s ആണല്ലോ ഇവർ രണ്ടുപേരും. ഹി മസ്റ്റ് ബി ഒരു 18-19 ആയിരിക്കും. കോളേജിൽ പോകുന്നല്ലേ അതില്. ഞാൻ 10th കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ അതിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ആയിട്ടില്ല. അപ്പം ഇപ്പൊ ഈ പടങ്ങൾ ചെയ്തിട്ടാണല്ലോ നമ്മള്. അപ്പൊ ഞാൻ ജസ്റ്റ് വന്നിട്ട് 3ാമത്തെ പടാകുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ലെവലിലായി. അതായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് വാസ് ആബ്സല്യൂട്ട് ജോയ്. ആ ലൊക്കേഷൻ ലളിത് മഹലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ സെറ്റ്. ഇറ്റ്സ് എ ഹൗസ് ആക്ച്വലി. അവിടെ എനിക്ക് ഓർമ്മയുണ്ട്, ഒറ്റക്ക് താമസിക്കുന്ന ഒരാളായിരുന്നു ആ വീട്ടില്. അയാളുടെ വീടായിരുന്നു അത്. നോബഡി എൽസ്. ആൻഡ് ആ ഒരു സൈഡില് ഹി വാസ് എ യങ്സ്റ്റർ.
അദ്ദേഹം മാത്രമായിരുന്നു അവിടെ. ഞങ്ങൾ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യുന്നു. തിലകേട്ടൻ്റെ വീട് വാസ് എ സെറ്റ്. ദിസ് ഹോൾ ദാറ്റ് ഫെൻസ് ആൻഡ് അതിന് ഇന്റീരിയർ അവർ വേറെ ഷൂട്ട് ചെയ്ത. ആ പുറത്തെ ആ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഈ ഇദ്ദേഹം വന്ന് ലാലേട്ടനെ അടിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെ ഇല്ല. ആ ഫെൻസ്, ദാറ്റ് ഹോൾ തിങ് ഇസ് എ സെറ്റ്. ദാറ്റ് ആൻഡ് സോ ആ ലൊക്കേഷൻ, ദെൻ ജോയ് ഓഫ് ഗോയിങ് ടു ദ ലൊക്കേഷൻ ആൻഡ് വാച്ചിങ് ഇവർ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോളി. രാത്രിക്കായ തിലകേട്ടനും ലാലേട്ടനുള്ള സീൻസ് അല്ലേ, ആ ഇങ്ങനെ ഫെൻസ് പൊട്ടിച്ചുള്ളിൽ കയറി അടിക്കുന്നതും ശാരീനെ ഫയർ ചെയ്യുന്ന സീക്വൻസ്, അതൊക്കെ ഇങ്ങനെ കണ്ണും തള്ളി നിന്ന് നോക്കിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര. പിന്നെ പൊന്നമ്മ ചേച്ചി, ഷാരി, ഷി വാസ് ഓൾസോ വെരി ഫ്രണ്ട്ലി അന്ന്. ആൻഡ് there was another artist called Minnie. Then ആ ക്വീൻ മേരി ആയിട്ട് ആനി എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയ ആർട്ടിസ്റ്റ് ആയിരുന്നു. പൊന്നമ്മ ചേച്ചി, തിലകേട്ടൻ, ഓമന, കലാനിലയം ഓമനയാണ് തിലകേട്ടൻ്റെ വൈഫായിട്ട്. ഇവരെല്ലാം നമ്മളെല്ലാം ഒരുമിച്ച് ഇരിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് കുറേ ഈ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു. വേൺസെട്ട് ക്യാമറാമാൻ വേണു, അദ്ദേഹമായിരുന്നു അതിൻ്റെ ക്യാമറ. സോ ഞാൻ ആദ്യമായിട്ട് വേൺസെട്ടിനോട് വർക്ക് ചെയ്യുന്നതും അപ്പോഴാണ്. ഇത് പറയുമ്പോൾ ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ആരണ്യകം ഭയങ്കര പ്രധാനപ്പെട്ട സിനിമ തോന്നിയിട്ടുണ്ട്. എന്നാലും മോഹനേട്ടനെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഈ വെളിച്ചപ്പാടിന്റെ ഉദ്യോഗം എന്ന് പറഞ്ഞ് സലീമയുടെ ക്യാരക്ടർ കളിയാക്കുന്നൊരു പോർഷൻ ഉണ്ടല്ലോ. അതിൽ ഇയാൾ എന്തുമാത്രം വൾനറബിൾ ആണെന്നും ഇയാൾ അതിൽ മറ്റേ ഒഫൻഡഡ് ആവുന്നില്ല എന്നൊക്കെ വളരെ രസമായിട്ട് ഈ പറഞ്ഞ കുഞ്ഞിന് വാൻസൻസിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആരണ്യകം ഈ പറഞ്ഞ മോഹനുള്ള ക്യാരക്ടർ എങ്ങനെ അറിയിക്കണം? ഈ മുന്തിരിത്തോപ്പ് പറഞ്ഞ പോലെ തന്നെ സെയിം നെർവസ്നെസ്. ബിക്കോസ് എന്റെ പ്രായം MB ഒക്കെ കഴിഞ്ഞ് വരുന്ന ആളാണ്. ഈ എനിക്കത് മുന്തിരിത്തോപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ 6ാമത്തെ 7ാമത്തെ സിനിമ, അതിലും ലാസ്റ്റ് മിനിറ്റാണ് എന്നെ വിളിക്കുന്നത്. എനിക്കൊന്ന് വേറെ കാസ്റ്റിംഗ് ഒക്കെ ഹരൻ സാർ ഹി ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അവർ നോക്കും അന്ന്. സോ എന്തോ സംഭവം എന്നെ വിളിച്ചു നാളെ, അതായത് നെക്സ്റ്റ് ഡേ വരണം എന്നാണ്. സോ അല്ലാതെ ഇത് മുമ്പേ ഇത്ര ദിവസം കോൾ ഷീറ്റ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. സോ ഞാൻ വേറെ ഏതോ പടം മുത്തശ്ശി കഥ കഴിഞ്ഞിട്ട്, മുത്തശ്ശി കഥ കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്യാണ്. അവിടെ എത്തുമ്പോൾ MBA ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈലൈസ്ഡ് കൈയൊക്കെ ഇട്ട് നടക്കുന്ന അത് ക്യാരക്ടർ. അവിടെ തന്നെ എൻ്റെ പകുതി കാറ്റ് പോയി. ബിക്കോസ് അന്ന് അങ്ങനത്തെ ഒരു ഐ വാസ് നോട്ട് യൂസ് ടു ദാറ്റ് ഓൾസോ. ലൈക്ക് റിലേറ്റീവ്ലി യങ്. ആൻഡ് അതിലും ആക്ച്വലി പാർവതിയുടെ ഫിയാൻസി ആയിട്ടാണ്, നോർച്ചക്കനാണ്. ആൻഡ് പാർവതീസ് ഇമേജ് വാസ് ലാലേട്ടൻ്റെ ഹീറോയിൻ. തൂവാനത്തുമ്പികളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം മമ്മൂക്കൻ്റെ കൂടെയും ഒക്കെ ആക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പെയറായിട്ട് ചെയ്തത്. എൻ്റെ തമാശയൊക്കെ വന്ന് പാർവതി വേണുചേട്ടനും കൂടിയാണ്, അത് ക്യാമറാമാൻ വേണു, അതായത് മുറച്ചക്കനാണ്. They used to pull my legs and nervousness ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ഐ വാസ് ബിക്കോസ് ഒന്ന് നല്ല ഹെവി ഡയലോഗ്സ്, അതിൽ ഇന്റൻസ് ഡയലോഗ്സ്, ഈ സെലിമായിട്ട് പറയുന്നതും ഇവന്റെ സീക്വൻസസ്. ദെൻ ഹി ഹാസ് എ ഫാസിനേഷൻ ഫോർ ദിസ് ഗേൾ, റൈറ്റ്? ഈ അമ്മിണീനോടാണല്ലോ ഇവന് ഇഷ്ടം. അതെ, അത് പക്ഷെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ സാറിന്റെ പോയറ്റിക് ആ ആത്മാവിൽ മുട്ടി വിളിച്ച പോലെ ആ പാട്ട് എന്തൊരു ഭംഗിയാ. അപ്പം അവിടെയൊക്കെ ആക്ച്വലി അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള അഭിനയമായിരുന്നില്ല. നല്ല പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. അത് ഇന്നും കാണും. അത് യു കൻ സീ ദാറ്റ് വെരി സ്റ്റിഫ് പെർഫോമൻസാ. ഐ എം നോട്ട് ഫ്രീ. ഭയങ്കര ഈ മെജസ്റ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പോക്കറ്റിൽ എയർ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് പല ഷോട്ടിലും നടത്തു തന്നെ ഇങ്ങനെ ആയിരിക്കും. അതിലാ കാറ്റിലൂടെ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ക്യാമറയിൽ കൈ വിടുന്നേയില്ല. ഇതിനാണ് ബാലൻസ് മൊത്തം. ബിക്കോസ് മൊത്തം കോൺസെൻട്രേഷൻ ഡയലോഗിലാണ്. അതെല്ലാം ലെങ്തി ഷോട്ട്സാ. അതില് അതായത് ഒരു പോസ് അവിടെ വേണമെങ്കിൽ അത് അതുപോലെ തന്നെ പറയണം. MT സാറിന്റെ ഡയലോഗ് ഹരൻ സാർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. യു കനോട്ട് ചേഞ്ച് ദാറ്റ് മോഡുലേഷൻ. സോ യു ഹാവ് ടു മെമ്മറൈസ് ദാറ്റ്. അതിന്റെ കൂടെ ആക്ഷൻസ്, പേടി, നെർവസ്നെസ്, ഇത് നല്ല കോമ്പിനേഷൻ. അപ്പുറത്ത് ഹരിഹരൻ സാറും വേണിച്ചേട്ടനും ക്യാമറ പറയേണ്ട ആവശ്യമുണ്ട്. പകുതി ജീവൻ അവിടെ തന്നെ
അല്ല അതൊക്കെ ഇങ്ങനെ കുറച്ചൊരു നെർവസ്നെസ്സോട് കൂടി ചെയ്ത പടമാണ് ആക്ച്വലി ദീസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഐ വുഡ് ബീൻ കംഫർട്ടബിൾ. ഇപ്പൊ പരിണയം ഇതൊക്കെ ചെയ്യുമ്പോൾ ഐ വാസ് അബ്സല്യൂട്ട്ലി അതിലങ്ങ് അലിഞ്ഞു ചേർന്ന് ചെയ്യാം. പരിണയം ഗസ്സലൊക്കെ വരുമ്പോഴത്തേക്കും കുറെ കൂടി മെച്ചുവേർഡ് ആയത് എക്സ്പീരിയൻസ്. ഇത് ആക്ച്വലി സർഗം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു എലിമെന്റ് ഓഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. സോ ആരണ്യക്കം വാസ് ലൈക്ക് ദാറ്റ്. ആൻഡ് അതില് MT സർ സെറ്റിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം വിഷ് ചെയ്യും. അപ്പം അദ്ദേഹം ഇരിക്കുമ്പോൾ ഏതോ ഒരു സീക്വൻസ്, ഈ സലീമായിട്ട് നടന്നു വരുന്ന ഏതോ ഒരു പോർഷനാണ്, കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അദ്ദേഹം അങ്ങനെ സാധിച്ചു ബിക്കോസ് എല്ലാം ഹരൻ സർ ത്രൂ കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ബാക്കിൽ നിൽക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കുറച്ചും കൂടി ഗൗരവമാവാം എന്ന് പറഞ്ഞു ക്യാരക്ടറിന്. അതോടെ പിന്നെ ഈ പമ്പൊക്കെ വെച്ച് കാറ്റടിച്ചിട്ട് ഗൗരവം കൊണ്ടുവരില്ല. അതിപ്പോഴും ആ പടത്തിൽ ആ സ്റ്റിഫ്നെസ് യു കൻ സീ. അത് പക്ഷേ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് സിനിമകളിൽ മിക്കെന്ന് പറയുന്നില്ല എങ്കിലും ഒരുപാട് ട്രാജിക് എൻഡിങ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതെ, അത് ഈ മരണം കൂടപ്പിറപ്പെന്ന് പറയുന്ന പോലെ. ഇവനെ വിളിച്ചോ, അടികൊള്ളൽ മരണം, ഇത് രണ്ടും ഞാൻ പാക്കേജ് ഉണ്ട്, എന്നെ വിളിച്ചാൽ മതി. അന്നത്തെ ഡെത്ത് സ്റ്റാർ. എനിക്ക് ഓർമ്മ എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു നീ അതിന് എല്ലാത്തിനും അടികൊള്ളുന്ന ക്യാരക്ടർ ഉപയോഗിക്കൊള്ളുവാകുന്ന ഉസറിന്റെ അഭിനയിക്കാൻ എന്നോട് അച്ഛൻ പറയായിരുന്നു പണ്ട്. അന്ന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, യു ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ് ആൻഡ് കം. ആൻഡ് ഒരു അടികൊള്ളി ആയിരുന്നു കുറേ കാലം നല്ലോണം. അത് കാബൂളി വരെ. ആൻഡ് പിന്നെ ഞാൻ അത് ഐ ബിക്കേം കോൺഷ്യസ് ഓഫ് ദാറ്റ്. പക്ഷെ കാബൂളി വരെ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു, ഹീറോയിക് എനർജി വന്നു. പക്ഷെ ഈ അടികൊള്ളൽ ആ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ തകർന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കുറേ പടങ്ങളുണ്ടായിരുന്നു അങ്ങനെ. ആസ് യു സെഡ് ആ ഒരു ട്രാജിക് അമൃതംഗമയ നമ്മളൊന്ന് സംസാരിക്കുന്നത് രണ്ടും. ഈ ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ലൈറ്റ് ആക്കാനായിട്ട് ചതിക്കാതെ ചെന്നതിന് വേണ്ടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. സംസാരിക്കാനുള്ള മെയിൻ റീസൺ കഴിഞ്ഞ ദിവസം ഈ കോളേജ് ഈവെന്റിന് പോയിട്ട് വിനീതേട്ടൻ ഡാൻസ് ചെയ്ത വീഡിയോ ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല വൈറലായിരുന്നു. അയ്യോ, അത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആൻഡ് ഇവര് ഇറ്റ്സ് എ വെരി റെപ്യൂട്ടഡ് കോളേജ്, കുട്ടികൾ അത്രയും. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ ഈ ജീൻസും ഇത് ഇട്ടാൽ എൻ്റെ ബോഡി കംപ്ലീറ്റ് റെസ്ട്രിക്റ്റഡ് ആവും. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ദർ ഇസ് എ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഫോർ ദാറ്റ് സ്റ്റൈൽ ഓഫ് ഡാൻസ്. ആൻഡ് ആ ഡ്രസ്സിൽ തന്നെ ചെയ്താലാണ് അതിൻ്റെ ഭംഗി. ഇപ്പം ഓരോന്നിനും ഇപ്പം ഭരതനാട്യം ഡാൻസ് ഇട്ടിട്ട് നമ്മൾ ഹിപ്പ് ഹോപ്പ് ചെയ്ത ഏറ്റവും ലുക്ക് നൈസ്, അതേപോലെയാണ്. ബിക്കോസ് അതിൻ്റെ സാങ്ക്ടിറ്റി, ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സേക്രഡ് ആർട്ട് ഫോം. ആ റെസ്പെക്റ്റും ഇതും. പക്ഷെ ലൈറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അപ്പോഴാണ് ഞാൻ ഷൂസ് അത് അഴിച്ചു. സോ ഐ വാസ് ഞാനൊന്നും അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ഈ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്, ലെജൻഡറി സോങ്, ഞാൻ കുറേ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആ പാട്ട്. പക്ഷെ അപ്പം ഇട്ടപ്പം ജസ്റ്റ് എന്തൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഫീലിംഗ് വെരി ബാഡ്. ഈശ്വര, ഞാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ട്. എനിക്കെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ ചെയ്യുമ്പം ഐ നീഡ് ടു പ്രിപ്പയർ. നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. യു കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. എന്തെങ്കിലും ചെയ്ത് പോയല്ലോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അത്. പക്ഷെ അന്ന് അവർ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ മൺചിത്രത്താഴ സോങ് എന്തോ ചെയ്തു എന്നുള്ള അതിന്. പക്ഷെ ഇപ്പൊ ഡാൻസ് നന്നായിരുന്നു എന്നൊക്കെ കുറേ പേര് അത് ബിക്കേം വൈറൽ. ഞാൻ പറഞ്ഞു ഈശ്വര, അതൊന്നും ഡാൻസ് കുട്ടികളുടെ കൂടെ ജാം സെഷൻ വഴി കുട്ടികളുടെ കൂടെ അവര് ജസ്റ്റ് ഇട്ടു. അങ്ങനെ ധനനും സന്ദീപും ഞങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തു. അത് ഈ പാട്ടായതുകൊണ്ട് ഡെഫിനറ്റ്ലി ചന്തുവിന്റെ പാട്ടായതുകൊണ്ട് ദേ കണക്റ്റഡ് ടു മീ. അങ്ങനെയാണ് അത്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ക്യാമ്പസിൽ അവരുടെ വെരി ഡിഗ്നിഫൈഡ്, നല്ല അച്ചടക്കത്തോടെയുള്ള മാസീവ് ക്രൗഡ് ആൻഡ് അവരെ അപ്രിസിയേഷൻ. എസ്പെഷ്യലി സന്ദീപ് വാസ് ദേർ. ഇപ്പോഴത്തെ ഹാർട്ട് ത്രോബ് അല്ല, സോ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഫാൻസും അലർച്ചയും. പിന്നെ നരേൻ, ഞാനും, പിന്നെ ദാറ്റ് സീഫൈ, മറ്റേ മലേഷ്യൻ ഹീറോയിൻ, ഷീ വാസ് ഹൈപ്പർ എക്സൈറ്റഡ്. അവര് ഫസ്റ്റ് ടൈം അതൊക്കെ പോകുന്നത്. മ്ലാത്തിയുടെ യങ് വേർഷൻ ചെയ്ത അവരുണ്ടായിരുന്നു അന്ന്. പിന്നെ രഞ്ജിത്ത് ശേഖർ വാസ് ദേർ. സോ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ടാണ്. പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ജയറാം. അത് ജസ്റ്റ് ഒരു പാർട്ട് ഓഫ് ദ പ്രൊമോഷൻ ഇവന്റ്. ഈ ചതിക്കാത്ത ചെന്ന് ശരിക്കും ഭയങ്കര ഒരു പാക്കേജ് മൂവി ആയിരുന്നല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള
അത്രയധികം ഹ്യൂമർ മൊമെന്റ്സ് ഉള്ള ആളുകൾ ഇപ്പോൾ റീകളക്ട് ചെയ്ത് പറയുന്ന സീനുകളുള്ള ഡയലോഗുകളുള്ള. അതെ, സലീം കുമാർ, ജയൻ, ജയസൂര്യ, നവ്യ. അതെ, സോ അതൊക്കെ ഭയങ്കര ജോളി. അറ്റയർ തന്നെ വേറെയാണല്ലോ, വിന്നറിന്റെ ക്യാരക്ടറിന്റെ അറ്റയർ ആണെങ്കിലും വേറെ തന്നെ ഒരു അവര് തന്നെ റാഫിക്കയും ലാലേട്ടൊക്കെ കൂടി, ലാലേട്ടന്റെ പ്രൊഡക്ഷൻ ആയിരുന്നല്ലോ. സോ അവരുടെ ഒരു മോൾഡിങ് ആയിരുന്നു ആ ക്യാരക്ടർ. ആൻഡ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തതാ. സോ ആൻഡ് ദേ വുഡ് ജസ്റ്റ് ലീവ് യു ഇംപ്രൂവൈസ് ചെയ്യാനും കുറച്ച് ലൗഡായിട്ട് തന്നെയാണ് ചെയ്തത്. ബിക്കോസ് ഇവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ഷൈ ഒന്നുമല്ല. സോ അത് ആക്ച്വലി ഐ ഫ്രീക്ഡ് ഔട്ട് ആ സമയം. ഈ പെർട്ടിക്കുലർ പാട്ടിന്റെ സിനിമാറ്റിക് വേർഷൻ ഭയങ്കര അടിപൊളിയാണ്. ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഹരികുമാർ, അദ്ദേഹമാണ് അത് കൊറിയോഗ്രാഫർ. അതിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യുന്നു. ഹനീഫ്ക ഉണ്ട്, ഹനീഫ്ക ഡാൻസ് ചെയ്യുന്നുണ്ട്, സലീം ഉണ്ട്, നവ്യ, ലാലേട്ടൻ. സോ നമ്മളെല്ലാം കൂടി തകർത്ത് എൻജോയ് ചെയ്ത പാട്ട് അത്. നമുക്കതില് കാണുമ്പോഴേ നമുക്ക് ഇതിന്റെ ഈ സെലിബ്രേഷൻ കിട്ടുമല്ലോ. എനിക്ക് അന്ന് ഇവരുടെ എല്ലാ സിനിമകളും ഇങ്ങനെ ഒരു പാട്ടുണ്ട്, എല്ലാത്തിലും ഒരു സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സോങ് ഉണ്ടാവുമല്ലോ. ആൻഡ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. ഇങ്ങനത്തെ സോങ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റിന് ഭയങ്കര ജോളി. അത് ഒന്ന് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു ജോളി. അഫ്കോഴ്സ് ആ മൂവ്മെന്റ് ഒക്കെ പഠിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഭയങ്കര രസമാണ് ഈ പാട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അത് ഇടയ്ക്ക് പിന്നെ ഈ കൊറിയോഗ്രാഫേഴ്സ് അത് സെറ്റ് ചെയ്യുന്ന വിധം, അവരെ അസിസ്റ്റൻസിനെ വെച്ച് അത് കൊറിയോഗ്രാഫ് ചെയ്യുന്ന ഒരു വിധം, അത് പിന്നെ ഡാൻസേഴ്സിനെ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഭയങ്കര എന്താണ് അഡ്മയർ ചെയ്ത് കാണുന്ന ഒരു പ്രോസസ്സാണ്, എസ്പെഷ്യലി ഡാൻസിങ് ഇൻ സിനിമ. സോ അത് ഏത് പാട്ടിന് പോയാലും ഞാൻ എപ്പോഴും ഓൾവേസ് ഫോക്കസ് ഓൺ ഹൗ ദേ ആർ ക്രിയേറ്റിംഗ് ദിസ്. പിന്നെ ഇവരുടെ കൊറിയോഗ്രാഫേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ, എങ്ങനെ ഷോട്ട് വേണം, ഡയറക്ടർ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഒരു പോർഷൻ ഓഫ് ദ BGM എങ്ങനെ അത് എഡിറ്റ് ചെയ്യാം, അതെന്തൊക്കെ വേണം അതിൽ, ഇന്റർകട്ട്സ്, ഈ ഡിസ്കഷൻ എല്ലാം ഞാൻ വെറുതെ ഇരുന്ന് കേൾക്കും. സി നോട്ട് ദാറ്റ് ഐ കോൺട്രിബ്യൂട്ട് എനിത്തിങ്, പക്ഷെ ഭയങ്കര എൻറിച്ചിങ് ആണ് ടു നോ ഹൗ ദീസ് ആർട്ടിസ്റ്റിക് മൈൻഡ്സ് ട്രാവൽ. ഈ ചതികാശന്തു ക്ലൈമാക്സും ഇപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതാണല്ലോ, ബിഹൈൻഡ് ദ സീൻ ഇൻ പലതരം ഭൂതങ്ങൾ. റഷീദ് ഖാണത്, പട്ടണം റഷീദ് ഖായുടെ മേക്കപ്പ്, ഞാൻ ഇങ്ങനെ തലയില് വാളൊക്കെ വെച്ചിട്ട് അല്ലെ, എന്തുകൊണ്ട് ആക്സോ മറ്റേ ആക്സോ ബ്ലേഡ് പോലെ അങ്ങനെ എന്തോ ഒരു സാധനം ഇട്ടിട്ട് വരുന്നത്, അത് ഫുൾ പ്ലാസ്റ്റിക് ഇത് വെച്ച് റഷീദ് ഖാൻ ചെയ്തതാ. ചെറിയ മുള്ളെടുത്ത് ഹനീഫ് ഖാൻ, ലാലേട്ടൻ ഭയങ്കര രസം അത്. പക്ഷെ ഒരുപാട് ദിവസങ്ങള് ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് ചെയ്ത സീക്വൻസ്, ബിക്കോസ് ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും, അമ്പിളിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ കോമ്പിനേഷനിൽ. ആൻഡ് ഈ മേക്കപ്പ് വാസ് ടൈം ടേക്കിംഗ് പ്രോസസ്. ഇപ്പം നമ്മൾ രാവിലെ വന്നാൽ ഇറ്റ് യൂസ് ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ തീർന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരാഴ്ച ദേ വുഡ് ഹാവ് ഷോട്ട്. അതെ, അങ്ങനെ ഇതിലെ ആഡ് ഓൺ ചെയ്യാനല്ലോ ഇപ്പം ഈ പറഞ്ഞ എൻജോയ് ചെയ്ത് കൊറിയോയുടെ പാർട്ടാവെന്ന് പറയുന്നിടത്ത് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, മാനത്തെ വെള്ളിത്തേരിൽ ഈ പറഞ്ഞ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന അത്രയും ഭീകരമായ മാനസിക ബുദ്ധിമുട്ടുകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടർ, അവിടെ പെർട്ടിക്കുലർലി ക്ലൈമാക്സ് സീക്വൻസിൽ ഈ പാട്ട് പിന്നെയും വരുന്നുണ്ടല്ലോ, മനസ്സിൻ മടികളെ, അവിടെ ഇയാൾ കണക്ട് ചെയ്യുന്ന ഇയാൾ അമ്മയെ കാണുന്നു, അവിടെ തകർന്ന് തരിപ്പണാവണം. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയുടെ റിസൾട്ട് ഇരിക്കുന്നത് ഈ ക്ലൈമാക്സിലാണ്. ആൾക്ക് ഇത് കണക്ട് ആവേണ്ടത്, ഹുക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ആ ക്ലൈമാക്സ് ചോദിക്കുന്നത് പെർട്ടിക്കുലർ ക്ലൈമാക്സിന് പറ്റിയ അതിനെടുക്കുന്ന എഫേർട്ട്, ഒരു പ്രെപ്പ് ഉണ്ടോ? എനിക്ക് അപ്പോഴത്തേക്കും കുറച്ചും കൂടെ സിനിമകളൊക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു വഴക്കം വന്നൊരു ആക്ടറും കൂടിയാണല്ലോ ആ സമയത്തേക്ക്. അത് കംപ്ലീറ്റ്ലി പാച്ചിക്കാം. ഫാസിൽ സാറാണ് അത് ഫുൾ കൊറിയോഗ്രാഫ് ചെയ്ത്. അത് ഞാൻ ചെയ്ത അദ്ദേഹം അത് മുഴുവൻ ഞങ്ങൾ കാണിച്ചു തന്നു. അദ്ദേഹവും അസിസ്റ്റൻസും ആയിട്ട് ഈ വീട്ടിനുള്ളിൽ ഇവന് കുട്ടീനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ പാട്ട് വെച്ചിട്ട് ഈ അമ്മ വന്ന് പാടും. ശോഭനയും ലക്ഷ്മിയാട്ടിയും കൂടെ വരുന്ന സീക്വൻസ് ഉണ്ട്, മുകേഷിനൊക്കെ. ആ ഫുൾ സോങ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഹൗ ഫാസിൽ സാർ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നു. ആനന്ദക്കുട്ടനാണ് ക്യാമറ. അദ്ദേഹം ഞങ്ങൾ കൂടെ നടക്കുക. ഈ കുട്ടീൻ്റെ അടുത്ത് ആ ജനലിൽ വന്ന് നോക്കുന്നത്, ദെൻ ഹീൽ അവിടെ കൗണ്ടർ ഷോട്ട്, ദെൻ ഹീൽ പുട്ട് ദ സോങ്. ഇദ്ദേഹം ഇവിടെ നിന്ന് ഓടി അവിടെ ബാക്കിൽ പോയി ആ കുട്ടീനെ കൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇന്ന ഷോട്ട്, അവിടെ നിന്ന് ഓടി ഇല്ല വേണ്ട ഞാൻ കൊല്ലില്ല എന്നൊക്കെ പാട്ട് നിർത്തും. അതൊക്കെ പാച്ചിക്കായിട്ട് പെർഫോം ചെയ്ത്, അതായത് ഒറ്റ സ്ട്രെച്ചിൽ ഹീ ഷോട്ട് അല്ല ഡിഫറെന്റ് ഷോട്ട്സ്. പക്ഷെ ആ പോകുമ്പം നമ്മളിങ്ങനെ ഈ തേനീച്ച കൂട്ടം പിറകെ പോകുന്ന പോലെ
ആർട്ടിസ്റ്റ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, കൂട്ടാട്ടൻ്റെ ടീം, ഞങ്ങൾ പാച്ചിക്കാരൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് അത് മനസ്സിലാക്കുക. സോ ദാറ്റ് വാസ് ഹിസ് പ്രോസസ്. അത് നമ്മൾ ചെയ്യുക. ആൻഡ് അത് എക്സാക്ട്ലി കാണിച്ചു തരും. പച്ചിക്കസ് ഒരു ആക്ട് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ഡയറക്ടറാണ്. ബിക്കോസ് ഹി ബേസിക്കലി ഈസ് എ ഫെനോമിനൽ ഡയറക്ടർ, അല്ല ആക്ടർ. സോ അത് അബ്സോർബ് ചെയ്യുക. അതിൽ ആ ടൈമിങ്ങും ആ ന്യൂവൻസസ് അദ്ദേഹം കണ്ണുകൊണ്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ കഴിയുന്നത്രയും മനസ്സിലാക്കി ചെയ്യാൻ അത് ഹി വിൽ ഹെൽപ്പ് യു. അത് റിലാക്സ് ആയിട്ട് പറഞ്ഞു തരും അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത സോങ് അതിൽ ദിവസ് എൻ്റെ സൈഡിൽ നിന്നുള്ള നോ പ്രിപ്പറേഷൻ. മൈ പ്രിപ്പറേഷൻ വാസ് ടു ഡു അറ്റ്ലീസ്റ്റ് ഒരു 10% ഓഫ് വാട്ട് ഫാസിൽ സർ ഇസ് ഡൂയിങ്. എന്നാലും അതിന് കുറച്ചെങ്കിലും ഇത് വരും. ബിക്കോസ് അദ്ദേഹം ചെയ്യുന്ന പോലെ ഇമ്പോസിബിൾ, പക്ഷെ ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ്. ആൻഡ് പാച്ചിക്ക വാസ് ഓൾസോ ഹാപ്പി. ഇപ്പം അത് ചെയ്യുമ്പം ഈ നോക്കി അമ്മ വരുമ്പോൾ ഇവൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് ഈ മുകളിലേക്ക് കാണുമ്പം. അതെല്ലാം അദ്ദേഹം കാണിച്ചതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ പടത്തിന് തന്നെ ശോഭന ഫസ്റ്റ് കോമ്പിനേഷൻ പറയാൻ ശോഭന എന്നോട് പറഞ്ഞത് ഇതാണ്, ജസ്റ്റ് ഡു വാട്ട് പാച്ചിക്ക ടെൽസ് യു, നോട്ട് എ പേഴ്സൺ ലെസ്, നോട്ട് എ പേഴ്സൺ മോർ. അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ് ഇൻ മണിച്ചിത്രത്താഴ്. ശോഭനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇതെല്ലാം ഇപ്പം ഇങ്ങനത്തെ ഈ ഗ്രേറ്റ്സ് ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിനോടൊക്കെ വർക്ക് ചെയ്യുമ്പം ദിസ് ഒരു ലൈൻ വിൽ ഓൾവേസ് റിമെയിൻ ഇൻ യു. സോ ദെൻ യുവർ ഫോക്കസ് ഇസ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഫ്രം, അല്ല അദ്ദേഹത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ എത്രത്തോളം അബ്സോർബ് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത പാട്ട് അത്. എൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടൊന്നുമില്ല അതിൽ. ശോഭനെ കാണുന്ന സീക്വൻസിൽ ഉണ്ട് കത്തി പെട്ടെന്ന് അതെ മാറ്റി അവിടെ ആസ് ആൻ ആക്ടർ അല്ല അത് കംപ്ലീറ്റ്ലി ഈവൻ മൈ ഡബിങ് എല്ലാം അല്ലേ അങ്ങനെ ഫാസിൽ സാറാണ് അത്. വാട്ട് എവർ ഐ ഹവ് ഡൺ ലിറ്റിൽ ആൻഡ് വെരി ഡിഫിക്കൾട്ട്. ആ പ്രോസസ്സ് അദ്ദേഹത്തിന് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് ചില കണ്ണിൻ്റെ ചില ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അത് ഭയങ്കര പ്രയാസം അത് എനാക്ട് ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോടുകൂടി ആൻഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് പച്ചിക്ക ഭയങ്കര പേഷ്യൻസോടുകൂടി അദ്ദേഹം ഹി വിൽ ഗൈഡ് യു. ഡബിങ് അതുപോലെ മാനത്തെ വെള്ളത്തേൻ്റെ ഡബിങ് ആണ് എനിക്കൊരു ആക്ച്വലി ഒരു അതിനു മുമ്പേ ചെയ്യാൻ തുടങ്ങി. ഗസൽ, ചമ്പക്കുളം തച്ചൻ, ഇതെല്ലാം ഞാൻ തന്നെ സമൂഹമെല്ലാം ആക്ച്വലി ഗസലും ചമ്പക്കുളം തച്ചൻ കഴിഞ്ഞിട്ടാണ് മാനത്തെ വെള്ളത്തേര്. 95 മുമ്പേ 94 എന്നാണ് 93 94 പരിണയം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് കാബുളിവാല. കാബുളിവാല കഴിഞ്ഞിട്ട് അതെ അല്ല അത് മുറിച്ചു. അല്ല മുടി അപ്പോഴത്തേക്ക് വളർന്നു കുറച്ച്. പക്ഷെ ഈ ബ്ലീച്ച് ചെയ്തവര് കളറാക്കാൻ വേണ്ടി കാബുളിവാല കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്തത് മെയ് മാതത്തിനാണ് ഞാൻ മാനത്തെ വെള്ളത്തിൽ അതെനിക്ക് ഓർമ്മയുണ്ട്. സോ ഡബിങ്ങില് ഹി മെയ്ഡ് മീ ഡബ് ഐ തിങ്ക് ഒരു 7 to 8 days അദ്ദേഹം കൂടെ ഇരുത്തി ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന് ഡബ് ചെയ്ത അതൊരു ഇൻക്രെഡിബിൾ ഒരു എന്താണ് സ്കൂളായിരുന്നു ടു ലേൺ ഫ്രം പാച്ചിക്ക ന്യൂവൻസസ്. ആൻഡ് ബിക്കോസ് ഹി ഈസ് എ മാസ്റ്റർ ഓഫ് ദ ക്രാഫ്റ്റ് ആൻഡ് ആക്ടിങ് ഓൾസോ. പാച്ചിക്ക ഹിംസെൽഫ് ഇസ് എ എക്സ്ട്രോർഡിനറി ആക്ടർ. അത് നമ്മൾ മമ്മൂക്കേൻ്റെ പെർഫോമൻസസും ലാലേട്ടൻ്റെ ഒക്കെ അതിലെല്ലാം യു കെൻ സീ. ഇപ്പം ശോഭനേൻ്റെ മണിച്ചിത്രത്താഴെന്നൊക്കെ പാച്ചിക്കനെ അറിയുന്ന ആൾക്കാർക്ക് ഒരു അണ്ടർലൈങ് ഫാസിൽ സാർ അവിടെയെല്ലാം കാണും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ ദെയർ വാസ് നോ എൻ്റെ ഒരു പ്രിപ്പറേഷനോ ഒരു ഇംപ്രൂവൈസ്. മൈ ജോബ് വാസ് ടു ഡു ദ ബെസ്റ്റ് വാട്ട് ഹി ടെൽസ്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും മികച്ചതായിട്ട് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെയായിരുന്നു അത്. ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ വിനീതേട്ടൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ എല്ലാം സംസാരിക്കുമ്പോഴും സിനിമകൾ, ആക്ടേഴ്സ്, മറ്റു ഭാഷകളിലൊക്കെ ക്രെഡിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ പേഴ്സണൽ ടേക്ക് അവേസ് അത്രയധികം സിനിമ ഫോളോ ചെയ്യുന്ന, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ മൂവി ബഫാണ്. ഈ സിനിമകൾ, പെർഫോമൻസുകൾ, സീക്വൻസുകളൊക്കെ ചോദിക്കുന്ന സമയത്തേക്ക് എനിക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത് വിനീതേട്ടനെ ഒരു ഈ പറഞ്ഞ പോലെ എപ്പോഴും തിരിച്ചുപോയി കാണാൻ തോന്നുന്ന, അല്ലെങ്കിൽ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയുന്ന പോലെ ആ മൊമെൻറ്റിൽ എന്തുകൊണ്ട്, ആ പെർഫോമൻസിൽ എന്തുകൊണ്ട്, ആ സിനിമയിൽ എന്തുകൊണ്ട്, ആ സീക്വൻസിൽ എന്തുകൊണ്ട്, അങ്ങനെ മെൻഷൻ ചെയ്ത് പറയാൻ പറ്റുന്ന, ഓൾവേസ് ചെറിഷ് ചെയ്യുന്ന, സ്വന്തം സിനിമയെന്നല്ല മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2-3 സിനിമ സീക്വൻസുകൾ അങ്ങനെ എന്തായിരിക്കും? നമുക്ക് യു കൻ കാറ്റഗറൈസ് ഹോളിവുഡ് ഫിലിംസ്, ഇന്റർനാഷണൽ ഫിലിംസ്, ഇന്ത്യൻ
പാരലൽ സിനിമയിലുണ്ട്, മലയാളം ക്ലാസിക്സ്, കൊമേഴ്ഷ്യൽ ഫിലിംസ്. ഇങ്ങനെ വെച്ചാൽ തന്നെ ഒരുപാട് ഒന്നും രണ്ടല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഐ ടോക്ക് അബൌട്ട് മലയാളം ബിക്കോസ് നമ്മളെ ഒരു എനർജി അതാണല്ലോ. ഓൾ പത്മനാഭ സാസ് ഫിലിംസ്, ജോർജ് സാസ്, ഇപ്പം കൂടെ വിടെ, ഭരതേട്ടൻ്റെ കാറ്റത്തെ കിളിക്കൂട്, പാച്ചിക്കേണ്ട നോക്കത്താതെ ദൂരത്ത് കണ്ടിട്ട് മാമാട്ടിക്കുട്ടി, ഹരൻ സാറിൻ്റെ വളർത്തുമൃഗങ്ങൾ, ഞങ്ങളൊക്കെ വരുന്നതിന് എത്രയോ മുമ്പേ, ഇടവഴിയിലെ പൂച്ച മിണ്ട പൂച്ച, പഞ്ചാഗ്നി, നമ്മുടെ തന്നെ പരിണയം, സർഗം, വടക്കൻ വീരഗാഥ, മൈ ഗോഡ്, ഓൾ ടൈം ക്ലാസിക്സ്. ജോർജ് സാറിൻ്റെ ഓൾമോസ്റ്റ് എവ്രി ഫിലിം, യവനിക, ഇരകൾ, ഇതൊക്കെ മാസ്റ്റർ പീസ്. സിബിയേട്ടൻ്റെ ഫിനോമിനൽ വർക്ക്സ്, കമലിക്ക, പ്രിയദർശൻ, ജോഷി സർ, അങ്ങനെ ഒരു ലൈൻ ഓഫ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ലെജൻഡ്സ് കേട്ടോ, ലൈക്ക് ഗ്രേറ്റ് മാസ്റ്റേഴ്സ്. പിന്നെ ഇങ്ങോട്ട് ലാൽ ജോസ്, അങ്ങനത്തെ കുറേ ഫിനോമിനൽ. ഇപ്പം നമ്മുടെ ആഷിഖ് അബു, അങ്ങനത്തെ എത്ര ഡയറക്ടേഴ്സ്. ആൻഡ് നൗ ഓഫ് കോഴ്സ് ചിദംബരം, ബാഹുൽ ആൻഡ് ദിൻജിത്ത് ആൻഡ് ഇപ്പോഴത്തെ ഓൾ ദി ന്യൂ ഫിലിം മേക്കേഴ്സ്. സോ എനിക്കൊന്നും അങ്ങനെ എടുത്ത, പക്ഷേ എനിക്കൊന്നും ബിക്കോസ് ഞങ്ങൾക്ക് ഈ നൊസ്റ്റാൾജിയ എലിമെന്റ് ഉണ്ട്. സോ റീവിസിറ്റിംഗ് മോസ്റ്റ്ലി 80s എൻ്റെ ഒരു ഫേവറേറ്റ്. ഇന്നിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയ ഒരു ഇഫ് ഐ സി എ കൂടെ എവിടെ ഐ ജസ്റ്റ് സിറ്റ് ആൻഡ് വാച്ച്. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓർ ഇഫ് ഒരു ഭരതേട്ടൻ്റെ പാളങ്ങൾ ഓർ ചാമരം, അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ മോഹൻ സാറിൻ്റെ കുറേ പടങ്ങൾ, മംഗളം നേരുന്നു, ഒരു കഥ ഒരു നുണക്കഥ, പക്ഷേ ഓഫ് കോഴ്സ് സോ മെനി ഫിലിംസ്, എത്ര വേണമെന്ന് വെച്ചാൽ. പിന്നെ ഇന്റർനാഷണൽ ഫിലിംസ് ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് തരാം. അത് ഐ വാച്ച് എ ലോഡ് ഓഫ് ഈ ഹോളിവുഡ് ക്ലാസിക്സ്, അൽമഡോവറിൻ്റെ പെദ്രോ അഡ്മോ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനത്തെ ഈ വെരി ഡാർക്ക് ഗ്രേ ഏരിയാസുള്ള സിനിമകളാണ്. പക്ഷെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് അതിലേക്ക്. സോ അങ്ങനെ ഐ വാച്ച് തന്നെ ഇത് ഇറാനിയൻ ഫിലിംസ്, കളേഴ്സ് ഓഫ് പാരഡൈസ്, റൈറ്റ്, മജീദി. സോ മെനി ബ്യൂട്ടിഫുൾ മൂവീസ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു, പക്ഷെ നമുക്ക് ജസ്റ്റ് നോട്ട് ആസ് എ പ്രേക്ഷകൻ, വി സീ ഇറ്റ് ഇൻ ഒരു അക്കാഡമിക് ലൈൻ ഓൾസോ. അതിൽ എന്തൊക്കെ പെർഫോമൻസ് ഉണ്ട്. സോ ജനറലി മൈ ഫാമിലി, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു വാച്ച് എ ഫിലിം വിത്ത്, ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് റിവൈൻഡ് ഒക്കെ ചെയ്യും. ആ സീക്വൻസിൽ ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഷോട്ടിന്റെ ഒരു ടെക്നിക്കാലിറ്റി അറിയാൻ ഇവർക്ക് ഭയങ്കര. ബോത്ത് മൈ വൈഫ് ആൻഡ് ഡോട്ടേഴ്സ്, ദേ വിൽ നെവർ സിറ്റ് വിത്ത് മീ വാച്ചിങ്, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞോണ്ട് ഐ കീപ് ഓ മൈ ഗോഡ്, അത് എന്താ അല്ല അത് നോക്ക ആ ഷോട്ട്. അപ്പൊ ഇവര് നോക്കുന്നു, നമ്മൾ വിൽ ജസ്റ്റ് ഗെറ്റ് ഇൻവോൾവ്ഡ് ആ ഷോട്ട് എടുത്ത വിധം. ഇപ്പൊ റീസെന്റ് വന്ന ഒരു വെരി ഫേമസ് വെബ് സീരീസിലെ ഓരോ സീരീസ് ഇസ് എ സിംഗിൾ ഷോട്ട്. അഡോളസൻസ് അത് കാണുമ്പോ മൈ എക്സൈറ്റ്മെന്റ് വാസ്, ഇത് എവിടെയാണ് ഇവര് ട്രാൻസിഷൻ. ഇപ്പൊ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ട്രാൻസിഷൻ പോയിട്ട് ആ ക്യാമറ വേറെ പോലെ അതിന്റെ മേക്കിംഗ് ഉണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനം. ബിക്കോസ് ഇവരെ പോസ് ചെയ്യാൻ പറ്റില്ല. യു റിമെമ്പർ ദേർസ് വൺ തിങ് വേർ ദിസ് ബോയ് റൺസ് ആൻഡ് ഇറ്റ് ടേക്സ് ഓഫ് ഓൺ ടു എ ഡ്രോൺ. വിൻഡോയുടെ ചാടി എന്നിട്ട് ഒരു ഡ്രോണിൽ പോയിട്ട് ഒരു ആ ഫ്യൂണറലിന്റെ അവിടെ പോകുന്ന ഷോട്ട്. ഇത് പക്ഷെ ആക്ച്വലി നോക്കിയാല് സമാധാനത്തിൽ ഒരു പ്രാവശ്യം കണ്ട് പിന്നെ കാണാനുള്ള പേഷ്യൻസ് ഇല്ല എനിക്ക്. അത് കാണും അപ്പം അറിയണം. അതുപോലെ അഭിനയം, ജാക്ക് നിക്കൽസൺ, റോബർട്ട് ഡിനീറോ, മെറിൽ സ്ട്രീപ്പ്, കേറ്റ് ബ്ലാൻഷെ, സോ മെനി, ആൽ പച്ചീനോ, ഇവരുടെയൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ റീവൈൻഡ് ചെയ്ത് ഐ വിൽ വാച്ച്. ബിക്കോസ് നമുക്കത് ഇറങ്ങൂല. ബിക്കോസ് വേ ദീസ് പീപ്പിൾ ഹവ് പെർഫോംഡ്, എസ്പെഷ്യലി ആൽ പച്ചീനോ ആൻഡ് മെറിൽ സ്ട്രീപ്പിൻ്റെ ഒക്കെ ഐ എം എ ഡൈ-ഹാർഡ് ഫാൻ. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ മെറിൽ സ്ട്രിപ്സ്, ആൽ പച്ചീനോ ഫിലിംസ് എല്ലാം ഒന്നിനല്ല കേട്ടോ. ലൈക്ക് നോട്ട് ദാറ്റ് അതിൻ്റെ ഒരു അംശം പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് യു ആൻഡ് ഹൗ യു ജസ്റ്റ് ഗെറ്റ് ഇൻ ആൻഡ് അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ എൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇസ് മോർ ദൻ റീവിസിറ്റിംഗ്,
I like to listen from these masters. I watch a lot of interviews. അതെനിക്ക് പറഞ്ഞു അത് ഈ ഓർമ്മയുണ്ട്. മാസ്റ്റർ ക്ലാസ് ഉണ്ട് ഈ ഹോളിവുഡ് ആക്ടേഴ്സ്, അതെ. അതിൽ ഇവർ കുറേ കാര്യങ്ങൾ പറയും. കുറെ anecdotes mention ഇറ്റ് ഇസ് സോ ഇൻഫോർമേറ്റീവ് ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ആക്ടേഴ്സ് എല്ലാം വി ഷുഡ് സിറ്റ് ആൻഡ് ലിസൺ ടു ദാറ്റ്. ആൻഡ് നമ്മുടെ ആക്ടേഴ്സിന് സീനിയർ ആക്ടേഴ്സിന് ഇൻ്റർവ്യൂ, നമ്മുടെ മലയാളം ആക്ടേഴ്സ് പഴയ ഇൻ്റർവ്യൂസ് ഉണ്ട് വേണുചേട്ടൻ, ഭയങ്കര എൻറിച്ചിങ്ങാണ് ടു ലിസൺ ടു ഷീലാമേൻ ഇൻ്റർവ്യൂസ്. ഒരു ഹിസ്റ്ററി ഓഫ് മലയാള സിനിമ അല്ലേ. പക്ഷെ ഷീലാമ ആ കാലഘട്ടമൊക്കെ എന്ത് മനോഹരമായിട്ട്, അവരെ ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ബിക്കോസ് വർക്കിംഗ് പ്രോസസ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ്. നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മദ്രാസിൽ ഒരു സെറ്റ് ലൈൻ ഷൂട്ട്, അപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലോട്ട് ഓടി 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 ഭാരതിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിക്കോസ് അത് അത്ര ബിസി ആയിരുന്നു. അതായത് ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത്, നോ സ്ലീപ്പ്. സത്യം. ഭാരതിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെറ്റിൽ നിന്ന് കാറിൽ കയറി അടുത്ത വാഹിനി സ്റ്റുഡിയോ പോകുമ്പോൾ അവർ ദേശം ഒന്ന് മയങ്ങുമ്പോൾ ആയിരിക്കും അവരമ്മ ഫീഡ് ചെയ്യുന്നത്. അമ്മ എനിക്കിങ്ങനെ ഇഡ്ഡലി ഇങ്ങനെ അപ്പോഴാണ് കഴിക്കുന്നത്. സോ ഇമാജിൻ ഹൗ ദേ വുഡ് ഹവ് വർക്ക്ഡ്. പപ്പിമ്മ അവരുടെയൊക്കെ രാവിലെ 3 മണിക്ക് തുടങ്ങുന്നു മേക്കപ്പ്. ബിക്കോസ് ഹെവി ജ്വല്ലറി, ഹെയർ ഡ്രസ്. 7 o'clock കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് ബൈ 3-4. ഈ ഡീറ്റെയിൽ മേക്കപ്പും ബോഡി പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പം. സോ അങ്ങനെ ഒരു തപസ്യ പോലെ ചെയ്ത ഗ്രേറ്റ്സ് ആണ് അവരെല്ലാം. സോ അത് ആ അനക്ഡോട്ട്സ് കേൾക്കുക എന്നുള്ളത് എൻറിച്ചിങ് ആണ് നമ്മളെപ്പോലത്തെ ആർട്ടിസ്റ്റിനും. ഫിലിം ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇപ്പം നമുക്കത് കേൾക്കുമ്പോഴൊരു എനർജി ഉണ്ടല്ലോ. ദെൻ വി റിയലൈസ് മൈ ഗോഡ് വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൺ. നമ്മളൊന്നും വെൻ യു കമ്പയർ ടു ദ കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക് ദേ ഹവ് ഡൺ. ഇപ്പോഴത്തെ ഇറ്റ്സ് ഓൾ ലക്ഷറി ആക്ച്വലി. അല്ല, അത് ഓഫ് കോഴ്സ് ടൈംസ് ചേഞ്ച്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഫാക്ടർ ഓഫ് ഡിസിപ്ലിൻ, അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, കംപ്ലീറ്റ് സറണ്ടർ ടു വർക്ക്, അതായിരുന്നു ആ കാലഘട്ടത്തിൽ. ശിവാജി സാറിനെ കുറിച്ചൊക്കെ കമൽ സാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഡയറക്റ്റായിട്ട് കമൽഹാസൻ സാറൊക്കെ, ബിക്കോസ് അവരെല്ലാം വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് ചെറുപ്പത്തിലെ. അത് ഭയങ്കര എൻറിച്ചിങ് ടു ലിസൺ ടു ദീസ് ഗ്രേറ്റ്സ്. ദാറ്റ്സ് വൺ തിങ്. ഇതിൽ ഇപ്പം ഈ പറഞ്ഞ എക്കോ ഇത്രയും ഡിസ്കഷനായി നിൽക്കുന്നു. ഇനിയുള്ള വരാൻ പോകുന്ന സിനിമകൾ, വരാൻ പോകുന്ന എൻ്റെ വലിയൊരു പ്രോജക്റ്റ് കത്തനാർ. റോജൻ ജയസൂര്യ ചെയ്യുന്ന. ഐ പ്ലേ എ വെരി ഇൻട്രസ്റ്റിംഗ് റോൾ. ലുക്കിംഗ് ഫോർവേഡ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഫിലിം എക്സ്ട്രോർഡിനറി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്നാമത് അങ്ങനത്തെ ഒരു ജീനിയസ് മൈൻഡാണല്ലോ റോജൻ. ഹൈലി എൻ്റർപ്രൈസിങ്. എന്തൊരു അബ്സല്യൂട്ട് ട്രീറ്റാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ബാഹുലും ദിൻജിത്തായാലും അതൊരു ബ്ലെസ്സിങ് ആണ്. അങ്ങനത്തെ പടങ്ങൾ വരിക, എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ യു ആർ എൻറിച്ചിങ് യുവർ സെൽഫ്, യു ആർ ഗ്രോയിങ് ആസ് എൻ ആക്ടർ. അത് അറ്റ് ദിസ് പോയിന്റ് ഓഫ് മൈ കരിയർ. ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് അതും അല്ല, വരാൻ പോകുന്നത് ഒരു റോസിൽ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്. അതും ഇറ്റ്സ് ബീൻ ലോങ് ടൈം. അത് ഓൾമോസ്റ്റ് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ ദർ ആർ അതർ സീരീസ് അതിൻ്റെ ഒരു ബാക്ക്ലോഗിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. അല്ലാത്ത 2-3 വലിയ പ്രോജക്ട്സ് ഉണ്ട്. ഒഫീഷ്യലി അവർക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഐ കൻ ടോക്ക് അബൌട്ട് ഇറ്റ്. തമിഴിൽ ദർ ഇസ് എ വെരി ബിഗ് പ്രൊഫൈൽ ഫിലിം. അങ്ങനെ പക്ഷെ നോക്കിയിട്ടും സബ്സ്റ്റാൻഷ്യലായിട്ടും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഈ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ വർഷങ്ങൾ കഴിയുന്നു, സിനിമകൾ കഴിയുന്നു, ഇതിലെല്ലാം അച്ചീവ് ചെയ്യുന്ന ഒരു മെച്യൂരിറ്റി ലെവൽ വേണ്ടി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആക്ടർ മെച്യൂർഡ് ആവുന്നുണ്ട്, ആസ് എൻ ഇൻഡിവിജ്വൽ മെച്യൂർഡ് ആവുന്നുണ്ട്. ആ മെച്യൂരിറ്റിക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ടോ, ഒരു പോസ് ഉണ്ടോ, അതോ അത് ഈ പറഞ്ഞ ഒരു നെവർ എൻഡിങ്? അത് ഞാൻ മാത്രമല്ല, എല്ലാവരും ഷെയർ ചെയ്യും. മെച്യൂരിറ്റി മാത്രമല്ല, എവ്രി മോമെന്റ് ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ഇൻ സിനിമ. എവ്രി മോമെന്റ്. ഇപ്പോൾ നാളെ ഞാനൊരു സെറ്റിൽ പോകുമ്പം മേ ബി ഐ ലേൺ സംതിങ് ഫ്രം ഒരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റ് ഹൂസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഡ്രസ്, ഓർ എ മേക്കപ്പ് അസിസ്റ്റൻറ്റ് ഹൂസ് കമ്മിങ് ടു ഡു ഒരു ഫിനിഷിങ് ഓഫ് സം കൈൻഡ് ഓഫ് ഒരു വൂണ്ടായിരിക്കാം. മേക്കപ്പ് മാൻ വുഡ് ഹവ് ഡൺ ദാറ്റ്. പക്ഷെ അവൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ. സോ ദാറ്റ് ഇൻസ്പയർസ് യു. അതാണ് ഈ സിനിമേൻ്റെ ഒരു ഭംഗി. അതാണ് നമ്മൾ യു കനോട്ട് ഡിഫറൻഷിയേറ്റ് ചീഫ് ടെക്. ഇറ്റ്സ് എ ടീം. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് എക്കോ. അവരുടെ ഒരു ഇൻക്രെഡിബിൾ ഈ ജൂനിയർ ആർട്ട് അസിസ്റ്റൻസ് ഉണ്ട്. ആർട്ടിലെ സജീഷ് ചീഫ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഗാങ് ഓഫ്, അതായത് അതിൽ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്.
ഉണ്ട്. അയാള് ചിലപ്പോൾ അവിടെ ആ തോണിക്ക് ആണിയടിക്കായിരിക്കും, അവർ അതിന് കയറ് വെച്ച് കെട്ടി ആ വെള്ളത്തിൽ കയറി. ഞാൻ ഐ സിറ്റ് ആൻഡ് ടോക്ക് ടു ദം. അപ്പോഴാണ് ഹീൽ ഷോ മീ സം ഓഫ് ഹിസ് പെയിന്റിങ്സ് ആൻഡ് ദെൻ യു സീ മൈ ഗോഡ് വാട്ട് എ ടാലന്റഡ്. സി ആ കമ്മിറ്റ്മെന്റ് ആണ് അയാൾ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട്, ദാറ്റ് ഇസ് ഹിസ് ജോബ് ദ. സോ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഇൻസ്പയറിങ് എലിമെന്റ്സ്. സോ ഐ റെസ്പെക്ട് എവറിബഡി ദർ ഇൻ ദി സെറ്റ് for what they are and for their commitment to that work that you're doing. ആ പ്രത്യേക പ്രോജക്റ്റിലേക്കുള്ള ഇവരുടെ ഒരു ടീമിൻ്റെ കൂടെ നമ്മളും എല്ലാം അങ്ങനെയാണ്, ആർട്ടിസ്റ്റും എല്ലാം. സോ ദാറ്റ് ടീം വർക്ക് ഉണ്ടല്ലോ, അതൊരു അബ്സല്യൂട്ട് ജോയാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരുമ്പം അതേ ആ ആത്മാവിൽ നമ്മൾ കൊടുക്കുന്നത് പ്രേക്ഷകർക്കും കിട്ടുന്നുള്ള എല്ലാം. ഇതിപ്പോൾ ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് അതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചിലതിൻ്റെ ഫേറ്റ് ഇപ്പം ഒരു റിലീസ് ടൈം മാറും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഇതിൽ ഫ്ലോസ് വന്നാൽ ഇറ്റ് മൈറ്റ് നോട്ട് ഡു വെൽ, അങ്ങ് പ്രേക്ഷകർക്ക് എത്തേണ്ട. പക്ഷെ പിന്നെ അത് OTT ഒരു ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അതെല്ലാം ലീവിങ് ദാറ്റ് സൈഡ്. അതല്ലേ നമ്മളെപ്പോഴും പടം വന്നു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ദ ഫേറ്റ് ഓഫ് ദ ഫിലിം. അത് ഒരു ഈശ്വരാനുഗ്രഹം പോലെ എങ്ങനെയാ വെച്ചാൽ വരും എന്നാണ്. പക്ഷെ അതിന് മുമ്പുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു എല്ലാ പടത്തിനും ആ ടീമിൻ്റെ ഒരു ബോണ്ടിങ് ഇസ് മൈ ജോയ്. ഉറപ്പായിട്ട് ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവർ ഒരു തവണയെങ്കിലും ഡൗട്ട്ഫുൾ ആവുന്നൊരു പോയിന്റാണ് എന്തുകൊണ്ട് സർഗം ചോദിച്ചില്ല എന്നുള്ളത്. അതിൽ ഞാൻ പേഴ്സണലി സർഗം അവസാനത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള റീസണും, സർഗത്തിൽ ഒരുപാട് സംസാരിച്ച് കേട്ടിട്ടുണ്ട്, അവിടെ സംസാരിക്കാൻ ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ സിനിമകൾ ചോദിക്കുക എന്നുള്ളതായിരുന്നു. എങ്കിലും സർഗത്തിൽ പെർട്ടിക്കുലറായി എനിക്ക് ചോദിക്കാനുള്ളത്, ഫ്രെയിമിലുള്ള ഡൈനാമിക്സ് ഭയങ്കര വ്യത്യസ്തമാണ് ഇവരെല്ലാവരായിട്ടുള്ളത്. അവിടെ ശരിക്കും ഈ പറഞ്ഞ വിനീതേട്ടൻ്റെ ക്യാരക്ടർ എപ്പോഴും ഒരു അയാളുടെ മാത്രം വേൾഡിലാണ്, അയാളുടെ ഐഡിയലാണ് പല മൊമെൻറ്റിലും. അയാൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്, അത് പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അയാൾ ഒറ്റയ്ക്കാണ് എല്ലാ സ്റ്റേജിലും. ഈ ഡൈനാമിക്സിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത്, ഉറപ്പായിട്ടും ഫീഡ് ഉണ്ടാവും, ബ്രീഫിംഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. 2 സമയങ്ങളായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന സിനിമയിൽ. ഇതൊറ്റ ഇതിലാണ് കാണുന്നത്, സ്റ്റാർട്ട് ടു എൻഡ് ആയിട്ട് കാണുന്നത്. ഇത്തരം ക്യാരക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രം ഫസ്റ്റ് ഷോ ടു ലാസ്റ്റ് ഷോട്ട് പോവാന്നുള്ളത്, അത് തരുന്ന ഒരു പ്രഷറുണ്ടോ, അതോ ഈ ചലഞ്ചിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനാക്ട് ചെയ്ത് അതിനെ വെല്ലുവിളിച്ചുള്ള പെർഫോമൻസ് ആണ്? എന്താ ശരിക്കും ആ ഒരു പ്രോസസ്സ് എന്ന് പറയാമോ? ആ പ്രോസസ് കംപ്ലീറ്റ് സറണ്ടർ ടു ഡയറക്ടർ. ആസ് എൻ ആക്ടർ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കുള്ളിൽ പലതും കയറും. പക്ഷെ അതൊക്കെയാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയായിരുന്നു. ഇപ്പം ഇന്ന് വെൻ യു ഗിവ് മീ ദാറ്റ് റോൾ ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. മേ ബി ഐ ഹാവ് ദി പ്രിവിലേജ് ടു മേ ബി ഹരൻ സാറുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഇന്ന് എനിക്കുണ്ട്. ആൻഡ് ഹീ റെസ്പെക്ട്സ് ദാറ്റ് ഓൾസോ. അന്ന് അതല്ല, അന്ന് കമ്പാരിറ്റീവ്ലി ബിഗിനർ. ആൻഡ് ഞങ്ങളുടെ ഒരു relationship with a great master like Hariharan sir was, you're a student there and completely you just surrender ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആക്ച്വലി വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയണം, he will take care of it. and അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് വാസ് അന്ന് ഷാജി സാറുണ്ട്, ഷാജി ക്യാമറമാൻ ഉണ്ട്. സോ ഇവർ തമ്മിലുള്ള ഒരു ഇതിൽ ഞങ്ങൾക്കെല്ലാം വി ഹാവ് ടു ഡു വാട്ട് ഇസ് സെഡ്. ഇപ്പോൾ മനോജ് ആയാലും ഞാനായാലും എല്ലാം. ആൻഡ് ഹരൻ സാറിൻ്റെ ഒരു പ്രോസസ്സ് ഹി വിൽ എക്സാക്ട്ലി അത് കൊറിയോഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അത് അഭിനയിക്കേണ്ടതെന്നുള്ളത്. കീപ്പിംഗ് ഓൾ ദിസ് അസൈഡ്, നിങ്ങൾ ചോദിച്ച പോലെ ദറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് ക്യാരക്ടർ അന്ന് തുടങ്ങി. ആക്ച്വലി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം ഐ യൂസ് ടു റിയലൈസ് അതിൻ്റെ സീക്വൻസ് എന്താണ്. ആ ഇപ്പം രാഗ സുധാരസ് എടുക്കുമ്പോഴുള്ള തമ്പുരാട്ടിനെ വന്ന് കണ്ടിട്ടുള്ള ആ ഇവൻ്റെ ഫീലിങ്സ് നമ്മൾ ഏകദേശം ഒരു മനസ്സിൽ ധാരണ വേണം. പക്ഷേ അവിടെ പോകുമ്പം വാട്ട് ഡസ് ദ മാസ്റ്റർ വാണ്ട് അത് ചെയ്യാം. സോ ഭയങ്കര ഒരു ബ്ലിസ്ഫുൾ ജേർണിയാണത്, ഈ സറണ്ടറിങ് ടു എ മാസ്റ്റർ ആൻഡ് വെൻ ഹീ ഗെറ്റ്സ് ഔട്ട് വർക്ക് ഫ്രം യു നോ. അത് ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് അതിൽ വരുന്നൊരു ജോയ് ആൻഡ് സീയിങ് ദെം ബീങ് സാറ്റിസ്ഫൈഡ്. അവർക്കത് ആ സാറ്റിസ്ഫാക്ഷൻ ആ സന്തോഷം അല്ലെ ഒരു ചിരി വരുമ്പം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ദാറ്റ് വാസ് അവർ ഡ്യൂട്ടി ഓൾസോ. അന്ന് അങ്ങനെ പോയി ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തുക, അതായിരുന്നു നമ്മുടെ ഗോൾ. അത് സ്ട്രെസ്ഫുൾ ആണെന്ന് വെച്ചാൽ ആയിരുന്നില്ല. ചില പടങ്ങൾക്ക് ആസ് ഐ ടോൾഡ് യു നോ ഏജ് തേയാത്ത റോളിലൊക്കെ വരുമ്പോൾ എനിക്കത് നെർവസ്നെസ് ഇതൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ ആണെങ്കിലും ആ പ്രോസസ് ഓഫ് വർക്ക് വരുമ്പം ഐ വാസ് വെരി ക്ലിയർ വിത്ത് വാട്ട് ഐ ഹാഡ് ടു ഡു വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ്. സോ ഇറ്റ് വാസ് നോട്ട് നെവർ സ്ട്രെസ്ഫുൾ ആൻഡ് ലോങ് പ്രോസസ് ആയിരുന്നു. ബിക്കോസ് ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്തൊരു പടമാണ് അത്. ഓൾമോസ്റ്റ് 60 days കണ്ടിന്യൂസ് ആയിട്ട്, എക്സെപ്റ്റ് പാട്ടുകൾ ഗുരുവായൂർ നമ്മൾ സംഗീത മെമറസ് എല്ലാവരുമേയും അതിൻ്റെ കട്ട് ഷോട്ട്സ്, അമ്പലത്തിലെ ഷോട്ട്സ്, കൃഷ്ണകൃപാസാദരത്തിൻ്റെ രമ്പയുടെ എൻ്റെയും ഈ ഭാരതപ്പുഴയിലെ ചില സീക്വൻസ്, അതൊക്കെ പിന്നെ ഒരു ഷെഡ്യൂളാണ്. ബാക്കി അതർവൈസ് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് ഷോട്ട് ഇൻ കാലിക്കറ്റ്. കാലിക്കറ്റ് ആ മാനേം, അത് മാനിപുരം, പിന്നെ എലത്തൂരിൻ്റെ അടുത്തുള്ള ഒരു വീട്. സോ അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു അത്. എപ്പോഴെങ്കിലും റീവിസിറ്റ് ചെയ്യാറുണ്ടോ പഴയ ലൊക്കേഷനുകൾ? ഞാനിതിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം തോന്നുന്നു, ഈ മാനിപുരം അമ്പലത്തിൻ്റെ എന്തോ ഒരു പ്രതിഷ്ഠാ ചടങ്ങിന് ഹരൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, പിന്നെ നീ പറ്റിയ ഒന്ന് പോകണം, അവർക്ക് ദേ വോണ്ട് യു ടു. എന്നിട്ട് ഞാൻ ആക്ച്വലി ഐ വാസ് ഷൂട്ടിംഗ് ഫോർ റോസ്ലിൻ ഇൻ വണ്ടിപ്പെരിയാർ. എന്നിട്ട് ഞാൻ പറഞ്ഞു സാർ ഡെഫിനറ്റ്ലി ഐ ഗോ. എന്നിട്ട് ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. ഐ ഹാഡ് ടു ഇവരെ റിക്വസ്റ്റ് ചെയ്ത് ബിക്കോസ് ഒരു ദിവസം തന്നെ 2 ദിവസം ഇപ്പം ട്രാവൽ ചെയ്ത് ഇവിടെ എത്താനൊക്കെ ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇതിനിടക്ക് പോയി. എന്തൊരു സന്തോഷം എന്ന് പറയാം. അവിടുത്തെ ആൾക്കാർക്ക് എന്തോ നമ്മുടെ സ്വന്തം ഒരാൾ വന്ന പോലെ അവിടുത്തെ ഭക്തജനങ്ങളായിരുന്നു. ആ അമ്പലത്തിൻ്റെ ഒരു ഇതായിരുന്നു. അവർ വന്ന് ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ ആ തിരുമേനി, ആ മാനിപുരത്തിൻ്റെ മെയിൻ, അദ്ദേഹത്തിനെ പോയി നമസ്കരിച്ചു, കണ്ടിട്ട്. ഹി വാസ് ദേർ ദെൻ ഓൾസോ. ഹരിയൻ സാറിൻ്റെ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ട്സ് അവർ. ബിക്കോസ് സാറിൻ്റെ നാട് അതാണല്ലോ, താമരശ്ശേരി അവിടെ. അപ്പം അത് വലിയൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. നമ്മൾ പോയ ലൊക്കേഷൻസ് എല്ലാം പോയി. അത് ഏകദേശം അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പം. It's not ഭയങ്കരമായിട്ട് മാറിയിട്ടില്ല. ചെറിയ alterations. That അമ്പലം, that same അമ്പലം is there. ആ അമ്പലത്തിൽ തന്നെ നമ്മൾ പോയത്. സോ അങ്ങനെ അല്ലാതെ ചില ലൊക്കേഷൻസ് നമ്മൾ വേറെ പടങ്ങൾക്ക് വേണ്ടി പോകും. അപ്പം പെട്ടെന്ന് ഈ പഴയ ഓർമ്മകൾ വരും. ഇപ്പം ഈ റോസ്ലിൻ വെബ് സീരീസിൽ ഞങ്ങൾ വണ്ടിപ്പെരിയാർ ഷൂട്ട് ചെയ്ത ഒരു വീടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഫാം ഹൗസ്. എനിക്ക് അവിടെ കയറുമ്പോൾ മുന്തിരിത്തോപ്പാണ് ഓർമ്മ. അത് സെയിം ജോഗ്രഫിയാണ് ആ വീട്. ആ മുന്തിരിത്തോപ്പിന്റെ ആ ഫസ്റ്റ് ഫ്രണ്ട് ഈ സൈക്കിൾ കളിക്കുന്നില്ലേ, സോളമനും ആന്റണിയും, പ്രാവുകള്, ആ ലോണ് പൊന്നമ്മ ചേച്ചി ഫീഡ് ചെയ്യുന്നത്, അതേ ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ് ദിസ് ഹൗസ്. ആൻഡ് ദ കളേഴ്സ് ഓൾസോ. സോ ഐ വാസ് ടെല്ലിങ് സുമേഷിനോടൊക്കെ, അതിന്റെ ഡയറക്ടർ, ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അവരെല്ലാം ഓർമ്മ വരുന്നു ഇവിടെ വരുമ്പോൾ. ബിക്കോസ് ദിസ് ഇസ് സോ സിമിലർ ടു ദാറ്റ്. നമ്മൾ ആ കോറിഡോറിൽ കുറെ സീൻസ് ഉണ്ട്. ഈ ശാരി വന്നിട്ട് എന്തോ ചോദിച്ചിട്ട് പോകുന്നത്. അതുപോലെ സോളമൻ പോകുന്നത് ഈ റൂമിൽ നിന്ന് ആന്റണിക്ക് ചാവി കൊടുത്തേക്കെന്ന് പറഞ്ഞ് പോകുന്നതൊക്കെ ആ കോറിഡോറിൽ കുറെ അതേപോലെ ഒരു കോറിഡോർ ആ വീട്ടിലുണ്ട്. സോ അങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ട് വി വിൽ കണക്ട്. അങ്ങനെ ഒരുപാട് ലൊക്കേഷൻ, ചില സോങ് സീക്വൻസസ് ചെയ്യുമ്പം, ചില അമ്പലങ്ങള്, അതിപ്പം ആക്ച്വലി വെൻ യു ഗോ ദേർ നോ യു റീകലക്ട്. ആൻഡ് വി ഹാവ് ഷോട്ട് ലൈക്ക് ദാറ്റ് ഓൾസോ. പണ്ട് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. എക്സാക്ട്ലി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഏതാണെന്നുള്ളത്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഈ മെമ്മറി ടൈം ലൈനിൽ നമുക്ക് ഓരോ സിനിമകളും ക്യാരക്ടേഴ്സും സംസാരിക്കാൻ പറ്റിയതിനും താങ്ക് യു റാൽഫ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് എ ജോയ് ജേർണി ഫോർ അസ് ഓൾസോ ടു വിസിറ്റ്. അത് റാൽഫിനെ പോലത്തെ ആൾക്കാർ നമ്മളിതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ്, ഇപ്പോൾ യു ആർ പ്രേക്ഷകൻ അല്ലേ, അപ്പം നമ്മളത് പ്രേക്ഷകരോടാണ് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് അവർ ത്രൂ ആണ് നമ്മൾ വളരുന്നത്. ആൻഡ് ഇത് ഞാനും ഒരു പ്രേക്ഷകനായിട്ട് ഇപ്പം എനിക്ക് ഐ വോണ്ട് ടു ലിസൺ ടു സം ഒരു ഫോണ്ട് മെമ്മറീസ് ഓഫ് ദോസ് ഗോൾഡൻ ടൈംസ്. എനിക്കത് ഭയങ്കര എൻറിച്ചിങ് ആണ്. അതുപോലെയാണ് ത്രൂ റാൽഫ് വി ആർ ഷെയറിങ് ഇറ്റ്. അത് ഇറ്റ്സ് എ ബിഗ് ജോയ് ആൻഡ് ഓണർ ഫോർ മീ. ആൻഡ് അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് വാല്യുബിൾ ആൻഡ് മീനിങ്ഫുൾ ഡിസ്കഷൻസ് we should listen to masters, which makes us keep growing. Yes, that's what I feel. Thank you. Yes.